അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ എവരെയും ഓർമ്മിപ്പിക്കുന്നു. ബഷീർ ഡോക്ടർ പറഞ്ഞ പോലെ വലിയൊരു പ്രശ്നമുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. ഞാനുൾപ്പെടെ എനിക്ക് 3 മക്കളാണ്. മൂത്തവൻ +2-വിനാണ്. അവനെ നിയന്ത്രിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തത് മോളാണ്. 10ാം ക്ലാസ്സിലാണ് എൻ്റെ മോള് പഠിക്കുന്നത്. അവള് 10ാം ക്ലാസ്സിൻ്റെ ഒരു പ്രായത്തിലാണ്. ചെറിയ മോന് 5ാം ക്ലാസ്സിലാണ്. അപ്പം 3 മക്കളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോലത്തെ ഒരു പിതാവ് തന്നെയാണ് ഞാൻ. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഒരേപോലെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. ആക്ച്വലി ഈ പാരന്റിങ് എന്നത് ഒരു പ്രശ്നമായി മാറുന്നത് ഈ പാരന്റിങ് അറിയാതെ നമ്മൾ ഈ പാരൻസ് ആയി മാറുന്നത് കൊണ്ടാണ്. എസ്പെഷ്യലി നിങ്ങളെപ്പോലെ ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകളുടെ പാരന്റിങ്ങും നാട്ടിലുള്ള ആളുകളുടെ പാരന്റിങ്ങും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കാൻ വേണ്ടി നട്ടോട്ടോടുന്ന, പിന്നെ അതിൻ്റെ ഇടയിൽ കിടന്ന സമയം ഉറങ്ങണം, കുറച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം, ഭയങ്കര പാക്ഡാണ്. നാട്ടില് ഇത്ര പ്രശ്നങ്ങളില്ല. ആളുകള് പാരൻസ് കുട്ടികളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് 2 തരം പാരന്റിങ് ഉണ്ടാവും. ഒന്ന് നിങ്ങളുടെ കൂടെയുള്ള ഫാമിലി ഉള്ളവരുണ്ടാവും, 2 റിമോട്ട് പാരന്റിങ് എന്ന് പറയും. ഇവിടെ ഇരുന്നു കൊണ്ട് കുട്ടികളെ നിയന്ത്രിക്കേണ്ട അവസ്ഥ ഉള്ളവരുണ്ടാവും. ഇവർക്കൊക്കെ പ്രശ്നങ്ങൾ ഡിഫറെൻ്റാണ്. ഞാൻ ഏതായാലും ഒരു പ്രൊജക്ഷൻ യൂസ് ചെയ്യാത്തത് നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ബോർഡ് എടുത്ത് ഇറങ്ങിയത്. ആദ്യം നമ്മുടെ മക്കളെ കുറിച്ച് നമ്മളൊന്ന് അറിയണം. അതിന് ആദ്യമായിട്ട് പറയുക ജനറേഷൻ ചേഞ്ച് ഓഫ് ജനറേഷൻ എന്ന് പറയും. ജനറേഷൻ ചേഞ്ച്. ഞാൻ ആ ചേഞ്ച് ഇവിടെ എഴുതാം. 2025 വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആർക്കറിയാം? ഇമ്പോർട്ടൻസ്. ജനറേഷൻ ചേഞ്ച്. പ്രസന്റ് ജനറേഷൻ ഈസ് നോൺ ആസ് ജനറേഷൻ ആൽഫ കഴിഞ്ഞപ്പോൾ ഏതാ? ബീറ്റ. ജനറേഷൻ ബീറ്റയിലെത്തി. ഇതാണ് ജനറേഷൻ ചേഞ്ചിന്റെ 2025 ജനുവരി മുതൽ ജനിച്ചു വീഴുന്ന കുട്ടിയെ ജനറേഷൻ ബീറ്റ എന്നാണ് പറയാ. ഹൈലി ഡേഞ്ചറസ് ആണ് ആ കുട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ സൈക്കോളജിസ്റ്റുകളൊക്കെ വലിയ പ്രശ്നത്തിലാണ്. ഇനി സ്കൂൾ വരെ അടച്ചു പൂട്ടേണ്ട അവസ്ഥ വരും. കാരണം അവര് അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞ ആളുകളാണ്. ജനറേഷൻ ബീറ്റ വളർന്നു വരുന്നേ ഉള്ളൂ. 2025 ജനിച്ച കുട്ടി, ആ കുട്ടിക്ക് 10 വയസ്സാവുമ്പോൾ 2035 ആവും. ആ സമയം എത്തുമ്പോഴേക്ക് സ്കൂളിന്റെ ഒക്കെ അവസ്ഥ മഹാ കഷ്ടവും. കുട്ടികൾ അറ്റൻഷൻ എന്ന് പറയുന്ന സ്ഥാനം ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ എന്നെ ശ്രദ്ധിച്ചു അല്ലേ? ഒരു 5 മിനിറ്റുള്ള ഒരു പ്രസംഗം നിങ്ങൾ എങ്ങനെ കേൾക്കുക? നിങ്ങൾ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക. കുട്ടി എങ്ങനെ കേൾക്കുക? ടിക് 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 കഴിഞ്ഞുപ്പാ അല്ലേ? 40 മിനിറ്റിന്റെ ഒരു ക്ലാസ് നിങ്ങൾ കുട്ടിക്ക് വെച്ചു കൊടുത്തിട്ട് മോളിരുന്ന് ക്ലാസ് കേൾക്കും, ഉപ്പ വരട്ടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിയുമ്പോഴേക്ക് ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ വോയിസ് കുട്ടി കേൾക്കുക ×2 ഇട്ടിട്ടാ. എന്നിട്ട് കുട്ടി ചോദിക്കുന്നത് ×4 എപ്പോഴാണ് ഇറങ്ങുന്ന, എപ്പോഴും അപ്ഡേറ്റ് ×4 അപ്ഡേറ്റ് ആയിട്ട് വേണം കുട്ടിക്ക് ഇറങ്ങാൻ. നിങ്ങൾ കുട്ടി ക്ലാസ് കേൾക്കുന്ന ശ്രമിച്ചു നമുക്കൊന്നും കേട്ട് മനസ്സിലാവില്ല. ഹൈ സ്പീഡാണ് കുട്ടി, സ്പീഡാണ്. അറ്റൻഷൻ സ്പാന് വളരെ കുറവാണ്. കുട്ടികൾ ഇപ്പം കാണുന്ന വീഡിയോന്റെ പേര് ഷോർട്സ് റീൽസ് എന്നാണ്. 20 സെക്കൻഡ് 10 സെക്കൻഡാണ് ഒരു ഷോർട്ട്, ഒരു റീൽ. 20 സെക്കൻഡ് 10 സെക്കൻഡാണ് ഒരു റീൽസ്. യു തിങ്ക് അബൌട്ട് ദാറ്റ്. 10 സെക്കൻഡുള്ള ഒരു റീൽസ് തന്നെ ഈ കുട്ടി 2 പ്രാവശ്യം ഫോർവേഡ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പൊ കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ നോക്കി. ഇനി സ്കൂളിൽ കുട്ടി ഇരിക്കില്ല. ഇപ്പൊ തന്നെ നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും സ്കൂൾ ശ്രദ്ധിക്കാറുണ്ടോ? എക്സാംസ് ആകുമ്പോൾ യൂട്യൂബിൽ നിന്ന് ക്ലാസ് കേട്ട് പഠിക്കും അല്ലെ? കുട്ടിക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കും. അപ്പൊ ഇനി ജനറേഷൻ ബീറ്റ് നോക്കൂ. നിങ്ങളുടെ കുട്ടിയും എൻ്റെ കുട്ടിയും എവിടെയുള്ളത്? അതിന്റെ തൊട്ട് മുമ്പുള്ള ജനറേഷനാണ്. ഇപ്പൊ 2025 മുതൽ അവിടുന്ന് അങ്ങോട്ട് പോയി. ഇനി ഇതിന്റെ തൊട്ട് മുമ്പുള്ള ജനറേഷൻ ഏതാ? 2012 to 2024. അതാണ് ആൽഫ ജനറേഷൻ എന്ന് പറയുന്ന സാധനം.
ഇവര് തന്നെ ഡേഞ്ചറസാണ്. ഇവരെ കുറിച്ച് അപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 2012 ജനിച്ചൊരു കുട്ടി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര വയസ്സുണ്ടാവും? ഒരു 13. ആ കുട്ടി ടീനേജിലേക്ക് എത്താണ്. ഈ കുട്ടി തന്നെ പ്രശ്നം, പറഞ്ഞാൽ കേൾക്കില്ല, അനുസരിക്കൂല. ജനറേഷൻ ചേഞ്ച് ആയി പോയതാ. ഇതിന് തൊട്ട് മുമ്പുള്ളതോ 1995 to 2012 ഏതാ? ജനറേഷൻ ഇസെറ്റ്. ജനറേഷൻ ഇസെറ്റ് ആണ് ഇപ്പൊ കഞ്ചാവും മയക്കുമരുന്നായിട്ട് നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിന് പറയാം ജെൻ ഇസെറ്റ് ഉണ്ടോ? ജെൻ ഇസെറ്റ് 1995 to 2012 ഉണ്ടോ? ഈ കുട്ടിയാണ് ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത്. ഇവരാണ് ഇപ്പൊ ഫുള്ള് കഞ്ചാവും കള്ളുമായിട്ട് നിൽക്കുന്നത്. ഒരു പ്രശ്നമില്ലല്ലോ. നോക്കൂ, വേടൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനെ പോലീസ് പിടിക്കുകയാണ്. വേടൻ അയാളെ പിടിച്ച ഉടൻ പത്രക്കാരെ കണ്ടു പറഞ്ഞു, ഞാൻ കഞ്ചാവ് യൂസ് ചെയ്യാറുണ്ട്, ഞാൻ കള്ള് കുടിക്കാറുണ്ട്. ഇതൊന്നും പറയാൻ ഒരു മടിയില്ല. ഇവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഞങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ട് എന്ന് പറയും പോലെയാണ് ഇവർക്ക് കഞ്ചാവ്. ഞാൻ മറ്റു ലഹരി ഒന്നും ഉപയോഗിക്കും, രാസലഹരി, കെമിക്കലായിട്ടുള്ള ലഹരികളൊന്നും ഞാൻ MDMA ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. കൃത്യമായിട്ട് പറയുകയാണ്. ഒരു സിനിമാ നടൻ, ഒരു കുരുത്തക്കെട്ട സിനിമാ നടൻ ഷൈൻ ടോം ചാക്കോ, നാട്ടിലെ കാര്യമാണ് പറയുന്നത്. അയാളെ പോലീസ് പിടിച്ചു. അയാൾ 3 നിലയുടെ മുകളിൽ താഴേക്ക് ചാടിയെത്തി. എന്നിട്ട് അയാളെ പോലീസ് പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറയണത്, ഞാൻ കഞ്ചാവ് യൂസ് ചെയ്യാറുണ്ട്, കള്ളു കുടിക്കാറുണ്ട്, ഇതൊരു പ്രശ്നമേ അല്ല. ഇതാരാ? ഇതൊക്കെ ആരാ? ഇതൊക്കെ ഞാൻ പറഞ്ഞത് ജനറേഷൻ ഇസെറ്റ്. 1995 ജനിച്ചൊരു കുട്ടി ഇപ്പൊ എത്ര വയസ്സുണ്ടാവും? 30 വയസ്സുണ്ടാവും അല്ലേ? 20, 30, 15 വയസ്സുള്ള കുട്ടികളൊക്കെയാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരായി കാണുന്നത്. ഇനി ഒരു തലമുറ വളർന്നു വരുന്നത് ജനറേഷൻ ആൽഫയാണ്. ഇവർ വളരെ ഡേഞ്ചറസ് ആണ്. റെഡി? ഇവരുടെ വേവ് ലെങ്ത്തും പാരൻസിന്റെ വേവ് ലെങ്ത്തും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇതിലെവിടെയുള്ളത്? നോക്കൂ, എത്ര ജനറേഷൻ കഴിഞ്ഞു നോക്കൂ നിങ്ങൾ. ഇതിന്റെ മുമ്പിലുള്ള ജനറേഷനിലാണ് നമ്മൾ കിടക്കുന്നത്. ജനറേഷൻ M, മിലേനിയം ഉണ്ടോ? ജനറേഷൻ M-ലൊക്കെ നമ്മൾ കിടക്കുന്നത്. അല്ലെ അതിന്റെ മുകളിൽ ജനറേഷൻ X. ഇതിന്റെ ഒക്കെ നമ്മൾ ജനിച്ചത് എന്നാ 1970, 80, 90 അല്ലേ? നമ്മളൊക്കെ 1980 ജനിച്ച ആളുകളാണ് 90s കിഡ്സ്. 1980s ജനിച്ച ആൾക്കാരാണ് 90s കിഡ് എന്ന് പറയാം. 90s കിഡ് അല്ലേ? നിങ്ങളുടെയൊക്കെ ലോകം ഏതാ? അന്ന് 3 ജനറേഷൻ അപ്പുറത്ത് ജനിച്ച നമ്മൾ ഈ ജനറേഷനെ കൈകാര്യം ചെയ്യേണ്ടത്. ഞാനിപ്പോഴും ഇപ്പൊ വരുമ്പോ ഞാൻ അക്ബർ ഖാനോട് പറഞ്ഞു, അക്ബർക്ക് പറഞ്ഞു നാട്ടിൽ എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടുമോ നോക്കണം. ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലെ ജോലി എങ്ങനെയെങ്കിലും ഒഴിവാക്കി വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുക. കാരണം കോളേജിലൊന്നും നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല, സ്കൂളിലും കഴിയില്ല. 50 വയസ്സായ ഒരു അധ്യാപകന് കുട്ടികളെ ഡീൽ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ദേഷ്യം വരും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാ, അങ്ങനെ പൊരിഞ്ഞു കളിക്കും, ശ്രദ്ധിക്കൂല. ക്ലാസ്സിലൊക്കെ ഇരിക്കുക, അങ്ങനെയൊക്കെ ഇരിക്കുക. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്? ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലെ പിള്ളേരെ കുറിച്ചാണ്. നമുക്ക് ദേഷ്യം വരും. പക്ഷേ എൻ്റെ കോളേജിൽ വളരെ യങ് ആയിട്ടുള്ള ആളുകൾ, ടീച്ചേഴ്സ് ഉണ്ട്, പുതിയതായിട്ട് ജോയിൻ ചെയ്ത യങ് ടീച്ചേഴ്സ്. അവരെന്ത് കൂളായിട്ട് ഇവരെ കൈകാര്യം ചെയ്യുന്നവർ. ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ യങ് ആയ സമയത്ത് ഞാനും കൈകാര്യം ചെയ്തിരുന്നു. ഇപ്പൊ ഞാൻ വയസ്സായി. പ്രശ്നം എൻ്റെതാണ്, കുട്ടികളതല്ല. കുട്ടികൾ മാറി മാറി വരികയാണ്. ആ മാറിയ തലമുറയെ കൈകാര്യം ചെയ്യാൻ വയസ്സാവുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 50 years ആകുമ്പോൾ അധ്യാപകർ റിട്ടയർമെന്റ് ആവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു ടീച്ചറാണ്. നമുക്ക് മടുക്കും. കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ക്ലാസ് എടുക്കൽ എങ്ങനെയാണ്? വേണ്ട. ആകെ എന്താ പറയാ, കുറച്ചിങ്ങനെ പറഞ്ഞു തുടങ്ങും. കുട്ടികൾ പറയും മതി സാറേ, ആ മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുക, ആദ്യം നിർത്ത്, ഇനി നമ്മളെങ്ങനെ ക്ലാസ് എടുക്കുക. എന്നാൽ ആദ്യമൊക്കെ കുട്ടികൾ വിളിച്ചു കൊണ്ടുപോകും, സാർ ഒരു ക്ലാസ് എടുക്കും, സാർ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ എത്ര എഫേർട്ട് എടുത്ത് പറഞ്ഞാലും കുട്ടി പറയാതാ. നമ്മൾ എടുക്കുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ, സാർ ആ പ്രസന്റേഷൻ എടുത്ത വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുക, ഞങ്ങളെ നോക്കിക്കോളാം, വെറുതെ വർത്തനം പറയണ്ട. നമ്മുടെ കുട്ടി നമ്മളോട് ചോദിക്കുന്നത് അങ്ങനെ, നിങ്ങൾ എന്തിനാ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? പെട്ടെന്ന് കാര്യം പറഞ്ഞു തീർക്ക് അല്ലേ? നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ ഉമ്മാനെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കും, ഉമ്മ, എന്നിട്ട് മോള് ചോദിക്കും എന്തിനാ ഉമ്മ അങ്ങനെ നീട്ടി വലിച്ച് പറയുന്നത്? നിങ്ങൾ ഷോർട്ട് കട്ടാക്ക്. കാരണം കുട്ടി ഉമ്മയോട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷോർട്ട്. കാരണം ഇവർക്ക് വേറെ പണിയുണ്ട്. നമ്മളെ കാലത്ത് വേറെ വല്ല പണിയുണ്ടോ? നിങ്ങളൊക്കെ കാലത്ത് എന്താ പണി? ഒഴിവുള്ള സമയത്ത് എന്താ പണി? വല്ലതും തോണ്ടാനുണ്ടോ? ഇല്ല. ഇഷ്ടംപോലെ സമയമുണ്ട്. കുട്ടിക്ക് എന്തിനാ സമയമുള്ളത്?
അപ്പൊ ബിസി ഷെഡ്യൂളായി. ഇനി വരാൻ പോകുന്ന തലമുറകൾ ഈ ബീറ്റയെ കുറിച്ച് ഇപ്പൊ തന്നെ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു ഡേഞ്ചറസ് ആയിട്ടുള്ള ജനറേഷനാണ്. കാരണം ഇനി ഒരു യൂറോപ്യൻ കൾച്ചറിലേക്ക് നമ്മുടെ കൾച്ചറും മാറുകയാണ്. യൂറോപ്യൻ കൾച്ചർ നിങ്ങൾക്ക് അറിയാലോ, കുട്ടികളെ പട്ടിക്കുട്ടിയെ വളർത്തും പോലെയാണ് അവർ കുട്ടീനെ വളർത്തുക. അവർക്ക് കുട്ടി എന്ന് പറഞ്ഞ ഒരു പട്ടിയെ വളർത്തും പോലെ ഒരു രസത്തിന് ഇങ്ങനെ വളർത്തി അതിന് ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്ത് അതിന്റെ മുടിയൊക്കെ വെട്ടിക്കൊടുത്ത് അവരങ്ങനെ കൊണ്ടെടുക്കും. ഒരു കാരമലൊക്കെ കെട്ടിക്കൊണ്ടില്ലേ. എന്നിട്ടോ ആ കുട്ടി ഇത്തിരി വലുതായി കഴിഞ്ഞാൽ അതിനങ്ങ് വിട്ടേക്കും, അങ്ങോട്ടേക്കും. കൗൺസിലിംഗ് സെന്ററിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന ഇഷ്യൂ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? എന്താ? പ്രേമാണ്. ഏറ്റവും കൂടുതൽ എത്ര നല്ല നല്ല സലഫി പ്രവർത്തകർ, വലിയ താടിയുള്ള ആളുകൾ, പർദ്ദയിട്ട ഉമ്മമാര്, അവർ കൊണ്ടുവരുന്നുണ്ട് മോള് സാർ ഇങ്ങനെ ഒരു ചെക്കനെ പ്രേമിക്കുന്നു. കുട്ടി ചോദിക്കുന്നത് അതിനെന്താ കുഴപ്പം? കാലം മാറുകയല്ല ഉണ്ടോ? അവന്റെ കൂടെ തന്നെ ജീവിക്കുമെന്ന് ഒരു വാശി പിടിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. എന്താ കുട്ടികൾ ഇങ്ങനെ? അപ്പൊ നമ്മുടെ പാരന്റിങ്ങിന്റെ സ്റ്റൈല് നമ്മൾ ഈ ആൽഫ ജനറേഷനെയും ബീറ്റ ജനറേഷനെയും കൈകാര്യം ചെയ്യുന്നതിന് അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങളുടെ കുട്ടി ഒന്നുകിൽ ആൽഫ ആയിരിക്കും അല്ലെങ്കിൽ ബീറ്റ ആയിരിക്കും. ഇവിടെ ഇരിക്കുന്നത് അധികവും ചെറുപ്പക്കാരാണ്. അപ്പൊ ആൽഫ ജനറേഷനും ബീറ്റ ജനറേഷനാണ് നമ്മൾ ഇനി കൈകാര്യം ചെയ്യുന്നത്. 13 ആയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇനി ടീനേജിലേക്ക് വരികയാണ്. അതിന്റെ തൊട്ട് മുമ്പോ ജനറേഷൻ ഇസെറ്റ് ആണ്. ഇസെറ്റ് വളരെ ഡേഞ്ചറസ് ആയി മാറിക്കഴിഞ്ഞു. അവർക്ക് മയക്കുമരുന്നും സാധനങ്ങളും ഗെയിം അഡിക്ഷനും അഡിക്റ്റീവാണ് ആളുകൾ. ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്നത്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് പറയുക, മറ്റുള്ള ആളുകൾക്കൊന്നും ഇത് പ്രശ്നമല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്ക് തോന്നിയ പോലെ കുട്ടി വളരാൻ പാടില്ല. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. അതെന്താണ് എന്നുള്ള ഈ ചേഞ്ചിനനുസരിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്കൊന്ന് ചെറിയ രീതിയിൽ നോക്കാം. അത് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് വരാം. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് അതിലേക്കൊന്ന് വരാം. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഈ ചേഞ്ചിനനുസരിച്ച് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? എന്താണ് ഈ ചേഞ്ച്? നമുക്ക് അതിലേക്കൊന്ന് പതിയെ വന്നു. ഞാൻ 2 മലയാളം വാക്കുകൾ ബോർഡിൽ എഴുതാം. 2 മലയാളം വാക്കുകൾ. നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിച്ച് കാണണം. സ്ത്രീകൾ കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വളർത്തൽ, വളരൽ. 2 വാക്ക്. എന്താ വ്യത്യാസം? ഒന്ന് വളർത്തൽ, 2 വളരൽ. എന്താ വ്യത്യാസം? വളർത്തൽ എന്ന് പറഞ്ഞാല് നിങ്ങൾ പാരന്റിനൊക്കെ വിടും. ആ വേർഡിനെ കുറിച്ച് ചിന്തിക്കും. തിങ്ക് അബൌട്ട് ദാറ്റ് വേർഡ്. വളർത്തൽ, വളരൽ. വളരൽ എന്തായാലും എന്ന് പറഞ്ഞാൽ വളരൽ എന്ന് പറയുന്ന സാധനം നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വളരൽ എന്ന് പറയുന്ന സാധനം നാച്ചുറൽ ആണ്. റൈറ്റ് അല്ലേ? നാച്ചുറൽ. വളരൽ എന്ന് പറയുന്ന സാധനത്തിന് നാച്ചുറൽ ആയിട്ടൊരു സാധനം, അത് വളർന്നോളൂ. ലോകത്തെ മുഴുവൻ ഫിലോസഫികളും എഡ്യൂക്കേഷണൽ സൈക്കോളജിയും ഇവരൊക്കെ പറയുന്ന സാധനം, കുട്ടിയെ നിങ്ങൾ വളർത്തരുത്, വളർന്നോട്ടെ എന്നാണ്. നമുക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ കുട്ടി വളർന്നാൽ എന്താ സംഭവിക്കുക? മുസ്ലിം ആവില്ല. അവൻ വലത്തെ കൈക്കൊണ്ട് വെള്ളം കുടിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ്, പക്ഷെ ഫിലോസഫിക്ക് നിർബന്ധമില്ല. ഇപ്പോഴത്തെ കേരളത്തിലെ ഗവൺമെന്റിനും ഇറക്കുന്ന മുഴുവൻ പുസ്തകങ്ങളിലും അവരുടെ മെത്തഡോളജിയും പെഡഗോഗിയും ഒക്കെ കുട്ടി വളരൽ ആണ്. അത് നാച്ചുറലാണ്. അവരെന്തായിക്കോട്ടെ, നിങ്ങളെന്തിനാ ഇടപെടുന്നത്? അവർ ചോദിക്കുക അങ്ങനെയാ, നിങ്ങളെന്തിനാ ഇടപെടുന്നത്? അവരെന്ത് ധരിക്കണം? നോക്കൂ, LGBTQIA++ എന്ന പുതിയ പൊളിറ്റിക്സ് വന്നു. ഈ കേരളത്തിലെ സർക്കാർ ഉൾപ്പെടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ അത് കുത്തിക്കയറ്റി. അപ്പൊ അവര് പറയുന്ന പറച്ചിൽ എന്താ? ഒരു കുട്ടി വളർന്ന് വലുതായി 18 വയസ്സായിട്ട് ആ കുട്ടി തീരുമാനിക്കട്ടെ അത് ആണാണോ പെണ്ണാണോ എന്ന്. ഉണ്ടോ നിങ്ങള്? 18 വയസ്സായിട്ട് ഈ കുട്ടി ഡിസൈഡ് ചെയ്യും, ആ കുട്ടി തീരുമാനിക്കുക, ഐഡന്റിഫൈ ചെയ്യും കുട്ടിയുടെ ജെൻഡർ. ഇതാണ് പുതിയ ഫിലോസഫി എന്നത്. ലോകം മുഴുവൻ എഡ്യൂക്കേഷൻ സൈക്കോളജി ഉൾപ്പെടെ ഈ സാധനമാണ്. കുട്ടി പറയും, ഞാൻ 18 വയസ്സാകുമ്പോൾ പറയും ഞാൻ ഐ എം ഐഡന്റിഫൈഡ് ആസ് എ മെയിൽ. എന്നൊരു പെൺകുട്ടി പറഞ്ഞു, ആ പെൺകുട്ടിയെ മെയിലാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് പറ്റുമോ? ഇല്ല. ഇസ്ലാമിക് ഫിലോസഫിയിൽ, ഇസ്ലാമിക് പാരന്റിങ് സ്റ്റൈലിൽ ഈ വളരൽ എന്ന് പറയുന്ന സാധനം ഇല്ല. വളരൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നാച്ചുറൽ.
അത് അപകടകരമായി വളരും. ഇപ്പം നോക്കൂ നിങ്ങൾ, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാനൊരു മാവ് നട്ടു. ഫൈൻ, ഒരു മാവ് നട്ടു വീടിൻ്റെ മുറ്റത്ത്, ഒട്ടുമാവാണ്. ആ മാവിന് ഞാൻ ആവശ്യത്തിന് വെള്ളം കൊടുക്കും, ആവശ്യത്തിന് വളം കൊടുക്കും, ആവശ്യത്തിന് കാര്യങ്ങൾ കൊടുക്കും, റൈറ്റ്? ആ മാവിൻ്റെ കൊമ്പ് എത്ര വളരണമെന്ന് ആരാ തീരുമാനിക്കുക? നമ്മൾ തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്താണെന്നറിയോ? ആ മാവിലുണ്ടാകുന്ന മാങ്ങ നമുക്ക് കിട്ടും. കാരണം അത് നമ്മുടെ ഒരു ഹൈറ്റിൽ അതങ്ങനെ ഒരു ബുഷായിട്ട് നിന്ന് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് വരും. അതിൻ്റെ ഗുണം കിട്ടും. പറമ്പിലൊരു മാങ്ങയുടെ അണ്ടി വീണ് മുളച്ചു, എന്താ സംഭവിക്കുക? നിങ്ങൾ ആരെങ്കിലും അതിന് വളർത്താൻ പോകുമോ? അത് അങ്ങ് വളരും. ഒരു കാറ്റ് അടിച്ചാൽ അത് ചെരിയും, പിന്നെ ചെരിഞ്ഞ് അങ്ങ് വളരും, അല്ലേ? അതിനൊരു കൊമ്പ് പൊട്ടി വീഴും, അത് വീണ രൂപത്തിൽ അങ്ങ് വളരും. ആരും ഒരു കൺട്രോളും ചെയ്യുന്നില്ല. പക്ഷേ വലിയൊരു മാവ് പറമ്പിലുണ്ടെങ്കിലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം നാട്ടിൽ ചക്കേൻ്റെ കാലമാണ്. ഉണ്ടാകുന്ന ചക്കയുടെ ഒരു 30 to 40% നമുക്ക് പറിക്കാൻ കഴിയില്ല. കാരണം എന്താ? കിട്ടാത്ത ഉയരത്തിലുണ്ടാവുക. എങ്ങനെ നോക്കിയാലും കഴിയില്ല. അത് മഴ പെയ്ത് വീണ് താഴെ വീണ് അളിഞ്ഞ് നാശമാവും. എന്തുകൊണ്ടാ? എന്നാൽ ചെറിയൊരു പ്ലാവ് വെച്ച് നമ്മൾ വെട്ടി നിർത്തി ബുഷാക്കി റെഡിയാക്കി അതിൻ്റെ എല്ലാ കാര്യവും നമുക്ക് കിട്ടും. ഫലം മുഴുവൻ കിട്ടും. ഫലം കിട്ടുക എന്ന് പറയും. അപ്പം നാച്ചുറലായിട്ട് കുട്ടി വളരൽ ആണ് എല്ലാ ഫിലോസഫികളും പറയുന്ന സാധനം. എഡ്യൂക്കേഷൻ ഫിലോസഫികളെല്ലാം പറയുന്ന സാധനം. കേരളത്തിലെ ടെക്സ്റ്റ് ബുക്കുകൾ ഇതിനനുസരിച്ച് വളർത്തിയതാണ്. നമ്മളാരും അതിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ പാരൻറ്റിങ് സ്റ്റൈൽ എന്നത് കുട്ടിയെ വളർത്തലാണ്. ആക്ച്വലി അതിൻ്റെ പേരാണ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ, കുട്ടിയെ വളർത്തൽ. അപ്പോൾ അവിടെ ഒരു സാധനം വന്നു, വളർത്തൽ എന്ന് പറയുമ്പോൾ ഒരു സാധനം വന്നു. എന്താ? അതിൽ 2-3 കാര്യങ്ങൾ വരും. ഒന്ന്, വളർത്തലിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ ആ 3 കാര്യങ്ങൾ ഇങ്ങനെ എഴുതാം. ഒന്നാമത്തെ കാര്യത്തിൻ്റെ പേരാണ് ഇടപെടൽ. കണ്ടോ നിങ്ങൾ? ഇന്റർഫിയറൻസ് എന്ന് പറയും. അപ്പോൾ വളർത്തുമ്പോൾ ഒന്ന് ഇടപെടും. എന്താ ഇടപെടൽ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ നോക്കണം, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നോക്കണം. ഇപ്പം നിങ്ങളുടെ കുട്ടി, ഒരു അഡോളസൻ്റ് കുട്ടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ആ കുട്ടി ഏറ്റവും കൂടുതൽ റിജക്റ്റ് ചെയ്യുന്ന ഒരു സാധനം എന്താ? യു ജസ്റ്റ് നോട്ട് ഇന്റർഫിയർ. നിങ്ങൾ ഇടപെടണ്ട. കുട്ടി എന്താ പറയാ? എപ്പോൾ ഇടപെടണ്ട, ഉമ്മ ഇടപെടണ്ട, നിങ്ങൾ ഇടപെടണ്ട. എനിക്കറിയാം. അവിടെ പോയി അത് ഏതാ സാധനം? വളരലാണ്. പുതിയ മെത്തഡോളജിയും പുതിയ പെഡഗോഗിയും ഒക്കെ എങ്ങനെയാണ്? സ്കൂളിലെ മെത്തഡോളജി എങ്ങനെയാണ്? കുട്ടി സ്വയം പഠിക്കട്ടെ, കുട്ടി സ്വയം വളരട്ടെ, കുട്ടി ക്വസ്റ്റ്യൻ ചെയ്യട്ടെ, കുട്ടിയുടെ പാട്ടിന് വിട്ടേക്ക്, എന്നിട്ട് ആ കുട്ടി എന്തെങ്കിലും ആവട്ടെ, ഇതാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് പറ്റില്ല. നമ്മൾ വളർത്തലിൽ ഒന്നാമത്തെ സാധനം എന്താ? ഇടപെടൽ. ഫ്രം ബിഗിനിങ് ടു എൻഡ് നമ്മൾ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ എനിക്ക് 47 വയസ്സായി, റൈറ്റ്? എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഉപ്പയും അൽഹംദുലില്ലാ, 2 പേരും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ എൻ്റെ തറവാട്ടിൽ എൻ്റെ ഉമ്മാനെ കാണാൻ ചെന്നാൽ, ഒരു ളുഹർ ബാങ്ക് കഴിഞ്ഞ് നിസ്കരിച്ചിട്ടാണ് ഞാൻ ഉമ്മനെ കാണാൻ ചെല്ലുന്നതെങ്കിൽ എൻ്റെ ഉമ്മ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും അറിയാം? 47 വയസ്സുള്ള എന്നോട് ഞാൻ എന്താ അമ്മനോട് പറഞ്ഞത്? ഇടപെടണ്ട. എനിക്ക് എത്ര പ്രായം നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ചോദിക്കാത്തതെന്നറിയോ? എൻ്റെ ചെറുപ്പം മുതൽ ഉമ്മ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഇനി എപ്പോഴാണ് നിർത്തുക? 50 നിർത്താൻ മതി അല്ലേ? 50 നിർത്തൂലേ? നിങ്ങളോട് ചോദിക്കൂലേ നിങ്ങളുടെ ഉമ്മ മനസ്കരിച്ചാണ് അല്ലേ? ആരാ ഈ ചോദിക്കുന്ന? ആരോടാ? 47 വയസ്സ് 50 വയസ്സല്ല. ആണെന്താ? അത് ഉമ്മയാണ്. നമ്മളെ എത്ര വലിയ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും കോടീശ്വരനായാലും അത് ഉമ്മയാണ്. ഉമ്മ ചോദ്യം ചോദിക്കും അല്ലേ? എൻ്റെ ഉമ്മ 2 ചോദ്യം ചോദിക്കും. അതിൽ ഏറ്റവും രസകരമായൊരു ചോദ്യം ഞാൻ പിന്നീട് പറഞ്ഞുതരാൻ കഴിയും. 2 ചോദ്യം എൻ്റെ ഉമ്മ ളുഹറിന് ചെന്നാൽ ചോദിക്കും. 1, സ്കരിച്ചോ? 2, ഭക്ഷണം കഴിച്ചോ? 2ാമത്തെ ചോദ്യമാണ് അല്ലേ? വേറെ രസകരമായൊരു ചോദ്യമുണ്ട്. എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഉമ്മ ചോദിക്കും, പൈസ ഇല്ലേ എൻ്റെ അടുത്ത്? ഈ ചോദ്യം ചെറുപ്പത്തിൽ തുടങ്ങിയ ചോദ്യമാണ്. ഞാൻ ചിലപ്പോൾ അന്തം പൊടി, എന്താ ഉമ്മ ഈ ചോദ്യം ചോദിക്കണം? എൻ്റെ അടുത്ത് എത്ര പൈസ ഉണ്ട്? ഉമ്മൻ്റെ ചോദ്യമാണ്, പൈസ ഇല്ല എൻ്റെ അടുത്ത്. അത് പണ്ടാ ചോദ്യം ഒന്നുകൂടി വലിയ ചോദ്യമായിരുന്നു. ബസ്സിന് പൈസ ഉണ്ടോ നിൻ്റെ അടുത്ത് എന്നായിരുന്നു. ഇപ്പോൾ ബസ്സിന് പോകാറില്ലാത്തതുകൊണ്ടാക്കി നിർത്തി, പൈസ ഇല്ല നിൻ്റെ അടുത്ത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ ചോദിച്ചു, പൈസ ഇല്ല നിൻ്റെ അടുത്ത്. ഇതൊരു ഉമ്മൻ്റെ ആദ്യമാണ്. അതിനർത്ഥം എൻ്റെ ഉമ്മ, ഞാൻ മരിക്കുന്നവരെ, ഉമ്മ ജീവിച്ചിരിക്കുമെങ്കിൽ ഉമ്മ ഇടപെടും, അല്ലെങ്കിൽ ഉമ്മ മരിക്കുന്നവരെ ഉമ്മ ഇടപെടും. കണ്ടോ നിങ്ങൾ? നമ്മൾ വളർന്ന നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ സ്റ്റൈൽ അതായിരുന്നു. എല്ലാറ്റിലും ഇടപെടും.
ഇനി നമ്മുടെ കുട്ടിയുടെ കാര്യം എടുത്തു നോക്കൂ നിങ്ങൾ. നമ്മൾ ഇടപെട്ടില്ല എങ്കിൽ ഈ കുട്ടി പ്രശ്നമാണ്. നിങ്ങളുടെ ചെറിയൊരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അവനൊരു ബിസ്ക്കറ്റ് കഴിക്കാൻ കൊടുത്തു നോക്ക്. അവൻ്റെ കയ്യിൽ അവൻ ഏത് കൈ കൊണ്ടാണ് ബിസ്ക്കറ്റ് കഴിക്കുക? ഇടത്തെ കൈ കൊണ്ട് അല്ലേ? മിക്കവാറും അവൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് കൊടുത്താൽ അവനെ ഇടത്തെ അല്ലെങ്കിൽ 2 കൈ കൊണ്ട് കഴിക്കും. ഉടൻ നമ്മൾ എന്ത് പറയും അവനോട്? നമ്മൾ ചട്ടകം ചൂടാക്കി അവനെ പൊള്ളിക്കുമോ? എന്ത് പറയും അവനോട്? അയ്യേ, ആ കൈ കൊണ്ട് ആരെയും കഴിക്കുമോ? മോന് വലത്തെ കൈ കൊണ്ട് കഴിക്കും, നല്ല കൈ കൊണ്ട് കഴിക്കും, വലത്തെ കൈ കൊണ്ട് കഴിക്കും, വലത്തെ കൈ കൊണ്ട് കഴിക്കും. നമ്മൾ ചെറുപ്പം മുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാറ് ഏത് കൈ കൊണ്ടാ? ഇടത്തെ കൈ കൊണ്ടാ? ഉറപ്പാ? വെള്ളം കുടിക്കാറോ? വലത്തെ കൈ കൊണ്ടാ? ഇത് നിങ്ങൾ എവിടുന്നാ പഠിച്ച്? മദ്രസയിൽ എത്രാം ക്ലാസ്സിനാണ് നിങ്ങളിത് പഠിച്ച്? നിങ്ങളിത് മദ്രസയിൽ എത്രാം ക്ലാസ്സിനാണ് പഠിച്ച്? മദ്രസയെന്ന് പഠിച്ചിട്ടില്ലല്ലോ. ഇത് മദ്രസ ആരാത് പഠിപ്പിച്ച്? മദ്രസയിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് കൈ കൊണ്ടാ കഴിച്ച്? ഇത് കൈ കഴിച്ച് മദ്രസയിലെത്തും. മദ്രസയിൽ എപ്പോഴാണ് എത്തുക? 5 വയസ്സ് 6 വയസ്സ്. അതിന് മുമ്പ് നിങ്ങൾ എപ്പോഴാണ് കഴിച്ച്? നിങ്ങൾ ഭക്ഷണം കഴിച്ച എങ്ങനെയാ തന്നെ? അതെന്തുകൊണ്ടാ? ഉമ്മയാണ്. ഇതെന്തുകൊണ്ടാ? ഉമ്മ ഇടപെട്ടു. കുട്ടിയുടെ സകല കാര്യങ്ങളിലും ഇടപെടുന്ന ആളെയാണ് പാരന്റ് എന്ന് പറയാം. നമ്മുടെ സ്റ്റൈൽ അതാണ്. പക്ഷെ ലോകത്തിന്റെ സ്റ്റൈൽ അതല്ല. ലോകത്തിന്റെ ഫിലോസഫിയുടെ സ്റ്റൈൽ അതല്ല. എഡ്യൂക്കേഷണൽ ഫിലോസഫി അതല്ല പറയണത്. റൈറ്റ്? അത് നമ്മൾ എങ്ങനെ വായിച്ചു നോക്കിയാലും നമുക്കറിയാം കുട്ടിയെ വിട്ടുകൊടുക്കുക, കുട്ടി വളരട്ടെ. നിങ്ങൾ നമ്മുടെ യൂറോപ്യൻസിനൊക്കെ കുട്ടികൾ വളരുന്നത് കാണാം. അവരങ്ങനെ വളരും. അവർക്ക് അത്രയും മതി. അവർക്ക് അങ്ങനെ മതി. അവർക്ക് വേണ്ടത് എന്താ? കുട്ടി ഒരു 18 വയസ്സാകുമ്പോഴേക്കും കുട്ടി ഒരു ആളെ കണ്ടെത്തണം, ഡേറ്റിങ് കഴിയണം, ആളെ പ്രേമിക്കണം, പോകണം, ജീവിക്കണം. അങ്ങനെ വേറെ നിവൃത്തിയില്ല. നമ്മളെങ്ങനെയാ? കണ്ടോ, ബ്രിട്ടനിൽ കല്യാണം കഴിക്കുന്ന പ്രായം എത്രയാ? 16 ആണ്, 18 അല്ല. പക്ഷെ 16 കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? പാരൻസിന്റെ കൺസേൺ വേണം. പാരൻസ് കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമേ 16 കല്യാണം നടത്താൻ പറ്റൂ. ഗേളിന്റെ പാരൻസിന്റെ കൺസേൺ ഇല്ലെങ്കിൽ അവർക്ക് 18 നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കൂ നിങ്ങൾ, കണ്ടോ? അപ്പോൾ അവർക്ക് 18 ഇയേഴ്സിൽ അവർ പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. യൂറോപ്യൻസ് ചിന്തിക്കുന്നത്. ഈ സിസ്റ്റത്തിലേക്ക് നമ്മുടെ സിസ്റ്റത്തെ കൊണ്ടുവരുമ്പോൾ അവർ പറയുന്നത് കുട്ടി വളരും, നിങ്ങൾ ആരും വളർത്തണ്ട, ആരും ഇടപെടണ്ട. അതുകൊണ്ടാണ് സ്കൂളിൽ മാഷന്മാർ ഇടപെടുന്നില്ല, അടിക്കുന്നില്ല, ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ പാരന്റിങ് സ്റ്റൈലിൽ നമ്മൾ ഇടപെടുക വളരെ പ്രധാനമാണ്. ഈ ഇടപെടുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ പുതിയ കുട്ടി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സാധനം ഇടപെടലാണ്. അതെന്തുകൊണ്ടാണ് കുട്ടി ഇടപെടൽ വെറുക്കുന്നത്? ഭാര്യ നാട്ടിലുള്ള ഇവിടെ അബുദാബിയിൽ ഭാര്യ ഉള്ളവർ ഒന്ന് കൈപൊക്കി, ശരി കൈ താത്തിയിട്ടേ. ഭാര്യ നമ്മുടെ കൂടെ നിൽക്കണം എന്നുള്ള പൂതിക്കാണോ നിങ്ങൾ കൊണ്ടുവന്നത്? ഉമ്മയായിട്ടുള്ള പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നിങ്ങൾ ഭാര്യയെ കൊണ്ടുവന്നത് എന്തിനാ? ഇവിടെ ഉണ്ടല്ലേ ഭാര്യ, മുഖത്ത് കണ്ടാലറിയാം പേടി. എന്തിനാ കൊണ്ടുവന്നത്? നിങ്ങളുടെ ഉമ്മയെ കുറിച്ച് നിങ്ങളുടെ ഭാര്യക്കുള്ള കംപ്ലൈന്റ് എന്താ? ഉമ്മ എന്നെ കൊല്ലും എന്ന് സംശയമുണ്ട്. ഉണ്ടോ? ഇല്ല. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ ഉമ്മ എല്ലാറ്റിലും കയറി. അതന്നെ പ്രശ്നം. അപ്പൊ ഇത് ആർക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ലല്ലോ. എന്നല്ലേ നമ്മള് ഈ ഒരൊറ്റ പ്രശ്നം നമ്മുടെ ഉമ്മക്കുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മ എപ്പോഴും കയറി ഇടപെടും അല്ലേ. എനിക്കൊരു സ്കൂട്ടറുണ്ട്. ഞാൻ വളരെ പള്ളിക്ക് പോകാനും അങ്ങാടി പോകാനും ഒക്കെ മാത്രമേ സ്കൂട്ടർ യൂസ് ചെയ്യുള്ളൂ. ലോങ്ങിലൊന്നും സ്കൂട്ടറിന് പോകാറില്ല. സ്കൂട്ടർ എടുത്ത് ഇറങ്ങുമ്പോൾ എൻ്റെ തറവാട്ടിൻ്റെ മുറ്റത്ത് കൂടി വേണം എനിക്ക് പോരാൻ. അവിടെ വീട് തറവാട്ടിൻ്റെ അടുത്താണ്. ഞാൻ ഇങ്ങനെ ഇറങ്ങുമ്പോൾ എൻ്റെ ഉമ്മ കാണുകയാണെങ്കിൽ ഉമ്മ ഒരാളെ നിൽക്കണം നിൽക്കും. എന്തിനാ അതെടുത്ത് പോകുന്നത്? ഉമ്മ ഇടപെട്ടു. എൻ്റെ സ്കൂട്ടർ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സ്കൂട്ടർ. ഉമ്മ ഒരാവിടെ വെച്ചോ, സ്കൂട്ടർ എടുത്ത് പോകണ്ട, നീ കാർ എടുത്ത് പോയാൽ മതി. അതിൻ്റെ മുകളിൽ നിന്ന് വീണ് എന്തെങ്കിലും പറ്റും അല്ലേ? ഇനി നമ്മൾ ഉമ്മ പറഞ്ഞത് കേൾക്കാതെ പോകാൻ നമുക്ക് പറ്റുമോ? ഉമ്മ നോ എന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്കൂട്ടർ എടുത്താൽ നമുക്ക് അങ്ങ് പോകില്ല. പിന്നെ വിളിച്ച് കാറെടുത്ത് പോലെ നിവൃത്തിയില്ല. നമ്മളങ്ങനെയാണ് പഠിച്ചത്. നമ്മുടെ ഉമ്മ നമുക്ക് അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ കുട്ടിക്ക് ഉമ്മ അങ്ങനെയല്ല. അപ്പം ഇടപെടുക എന്നത് ഇഷ്ടപ്പെടില്ല ഒരാളും. അപ്പോൾ ആ ഇടപെടലിൻ്റെ സ്റ്റൈല് നമ്മൾ മാറ്റണം. ഞാൻ ചുരുക്കി പറയുന്നുള്ളൂ. നമ്മുടെ നിസ്കാരത്തിന് മുമ്പ് നിർത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ പറയണം. എങ്ങനെ ഇടപെടണം? ഈ ഇടപെടലൊന്ന് സ്റ്റൈല് മാറ്റിയാൽ മതി. ഞാൻ 3 കാര്യങ്ങൾ ഇടപെടലിൽ പറയാം. ഒന്ന്, ഇടപെടൽ സോഫ്റ്റ് ആവണം. അതിന് മലയാളത്തിൽ പറഞ്ഞാൽ നല്ല വാക്കാണ് മയത്തിൽ എന്നാണ് പറയുക. മയത്തിൽ ഇടപെടണം. അതിനാണ് സോഫ്റ്റ് എന്ന് പറയുക. നല്ല മയമുള്ള മാവ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് എന്നാണ്.
അല്ലേ? അപ്പോൾ കുട്ടിയോട് നമ്മൾ കുട്ടിയുടെ എല്ലാത്തിലും കയറി ഇടപെടണം. ആ ഇടപെടുമ്പോൾ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട്, പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആണ്, അങ്ങ് ഒച്ചിട്ട് കളയും അല്ലേ? എന്താ അതേപോലെ കുട്ടി നിന്ന് കളയും, ഇടപെട്ടോ അവൻ സമ്മതിക്കില്ല. കുട്ടി ആരാ? ജനറേഷൻ ഇസറ്റാണ്. നമ്മുടെ 13 വയസ്സിന് മുകളിലുള്ള കുട്ടി കിടക്കുന്ന ജനറേഷൻ ഇസറ്റില്ല. കുട്ടി റിജക്റ്റ് ചെയ്യും അല്ലേ? എന്നാ പിന്നെ ഉമ്മ പറഞ്ഞാൽ വേണ്ടി ഞാൻ ചെയ്യുന്നില്ല എന്നാ കുട്ടി പറയാം. ആ ഇടപെടൽ സോഫ്റ്റ് ആക്കണം. രണ്ടാമത് എന്ത് ചെയ്യണം എന്നറിയോ? ഇടപെടൽ പോസിറ്റീവ് ആവണം. നെഗറ്റീവായിട്ടുള്ള ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ അടിച്ചങ്ങിരുത്തി കളയരുത്. കുട്ടിയുടെ പോസിറ്റീവ് പറഞ്ഞിട്ട് ഈ കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൈവക്കി. ശരി, അവർക്കൊരു ഭാഷയുണ്ട്. കൊച്ചിനെ ഞാനൊന്ന് ഗുണദോഷിച്ചു, അങ്ങനല്ലേ നിങ്ങൾ പറയാ അല്ലേ? പറയാ. പക്ഷെ മലപ്പുറം, കോഴിക്കോട്ടുകാർ എന്താ പറയാ അറിയോ? കൂട്ടിയെ ഞാൻ നല്ലോണം ചീത്തറിഞ്ഞിട്ടുണ്ട്. ഈ 2 വാക്ക് നമ്മളുള്ള വ്യത്യാസം എന്താ? ചീത്ത പറയാന്ന് പറഞ്ഞാൽ എന്താ? പോത്തെ, കഴുതേ, ഉളുപ്പുണ്ടോടാ നിനക്ക്, ചീത്തയാണ് പറയണത്, നല്ലതില്ല. ഗുണദോഷം എന്ന് പറഞ്ഞാൽ എന്താ? ഗുണം പറഞ്ഞ് ദോഷം പറയുക, അതാണ് വാക്ക്. മലയാളം അങ്ങനെയാണ് അല്ലേ? അപ്പൊ ശരിക്കും വേണ്ടത് കുട്ടീനെ ചീത്ത പറയണോ ഗുണദോഷിക്കുകയാണ്? ഗുണം പറഞ്ഞിട്ടാണ് ദോഷം പറയുക. നീ വാ, നല്ല കുട്ടിയല്ലേ, ഇത്രയൊക്കെ നീ ചെയ്തില്ലേ, നീ ഇങ്ങനെയൊക്കെ ചെയ്യും, യു ക്യാൻ, ഇതൊക്കെ എൻകറേജ് ചെയ്ത കുട്ടിയോട് പറയുക. നേരെ വിളിച്ചിട്ട് നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അല്ലേ? ഇനി ഞാൻ ഈ ഇരിക്കുന്ന സ്ത്രീകളോട് ചോദിക്കട്ടെ, കുട്ടി ഏറ്റവും കൂടുതൽ പറയുന്ന സാധനം എന്താണെന്ന്? നിങ്ങൾ കുട്ടിയെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക, കുട്ടിയെ കുറ്റപ്പെടുത്തും. ബ്ലെയിമിങ് എന്ന് പറയും. നിങ്ങളുടെ എല്ലാവരുടെ ഭാര്യമാർക്കും ഈ ബ്ലെയിമിങ് ഉണ്ടാവും. എൻ്റെ ഭാര്യയൊക്കെ ഉണ്ട് അല്ലേ? ബ്ലെയിമിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്ലെയിമിങ് എന്ത് പറഞ്ഞാൽ ബ്ലെയിം ചെയ്യുക? നിങ്ങൾ കണ്ടത് ഡയറക്റ്റ് ബ്ലെയിമിങ് ആണ്, പക്ഷെ ഇവർ അറിയാതെ ബ്ലെയിം ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു 5 വയസ്സുള്ള കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക. ഈ 5 വയസ്സുള്ള കുട്ടിക്ക് ഈ സൈക്കോമോട്ടർ ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. ഏറ്റവും ലാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന മനുഷ്യൻ്റെ അവയവം കയ്യിൻ്റെ വിരലാണ്. സെഫാലോ കോഡൽ ടു പ്രോക്സിമോ ഡിസ്റ്റൽ എന്നാണ് സൈക്കോളജിന് പറയുക. സെഫാലോ കോഡൽ ടു പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ് ട്രങ്ക് നമ്മുടെ സെൻട്രൽ പൊസിഷനിൽ നിന്ന് സൈഡിലേക്കാണ് വരിക. നമ്മളിങ്ങനെ കൈ നിവർത്തി വെച്ചാൽ ആദ്യത്തെ ഡെവലപ്മെൻറ്റുകൾ വരിക ഈ സെൻട്രൽ പൊസിഷനിൽ. അവിടുന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഇത് ലാസ്റ്റ് ഡെവലപ്മെൻറ്റ് എത്തുക ഈ കൈവിരലുകളിലാണ്. അപ്പോൾ അവസാനം ഡെവലപ്പ് ചെയ്യുന്ന സാധനമാണ് വിരൽ. പ്രോക്സിമോ ഡിസ്റ്റൽ എന്നതിന് പറയാം. സെഫാലോ കോഡൽ എന്ന് പറഞ്ഞാൽ ഫ്രം ഹെഡ് ടു ഫുട്ട് എന്ന ഡെവലപ്മെൻറ്റ് ഹെഡ് നിന്ന് ഫുട്ടിലേക്കാണ് വരിക. അവസാനം ഡെവലപ്പ് ചെയ്യുക കുട്ടീൻ്റെ എന്താ? കുട്ടി ആദ്യം ചെയ്യാന്താ? പ്രസവിച്ച് വീണ കുട്ടി ആദ്യം ചെയ്യാന്താ? കഴുത്തുറക്കുക ചെയ്യുക അല്ലേ? അപ്പോൾ ഡെവലപ്മെൻറ്റ് ആദ്യം ചെയ്ത് ഇവിടെ കഴുത്തിലാണ്. കഴുത്താണ് ആദ്യം ഉറക്കുക, അങ്ങനല്ലേ? കുട്ടിയെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ അവൾ പ്രസവിച്ചതിന് ശേഷം നാട്ടിൽ പോയിട്ടില്ലേ? ആദ്യം ഉറക്കിയ എന്താ? കുട്ടിയുടെ കൊച്ചിൻ്റെ കഴുത്തുറച്ചു. അപ്പോൾ കഴുത്തിനാണ് ഡെവലപ്മെൻറ്റ് വന്ന്. പിന്നെ കുട്ടി അടുത്ത എന്താ ചെയ്യുക? നെഞ്ചുയർത്തും, പിന്നെ ഇരിക്കും ഉണ്ടോ? ഇതിങ്ങനെ പോവാണ്. ഇപ്പോൾ അവിടെ എത്തി, നമ്മുടെ നടുവിലെത്തി, പിന്നെ മുട്ടിലെഴയും ഉണ്ടോ? മുട്ടിലെത്തി, പിന്നെ എഴുന്നേറ്റ് നിൽക്കും, പിന്നെ നടക്കും, അവസാനം എവിടെയാ? കാലാണ്. ഇതിനെയാണ് സെഫാലോ കോഡൽ ടു പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുക. ഈ ട്രെൻഡ്, ഈ ഡെവലപ്മെൻറ്റിൻ്റെ ട്രെൻഡ് ഫ്രം ഹെഡ് ടു ഫുട്ടാണ്. ഫ്രം ട്രങ്ക് ടു സൈഡാണ്, വിങ്സ് എന്ന് പറയാം. ഫ്രം ട്രങ്ക് ടു വിങ്സ് ഉണ്ടോ? ഏറ്റവും അവസാനം ഡെവലപ്പ് ചെയ്യുക കയ്യിൻ്റെ വരില്ല. ഒരു കുട്ടിക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ 5 വയസ്സായിട്ടും ആ കുട്ടിക്ക് ബട്ടൺ ഇടാൻ കഴിയുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട്. 5 വയസ്സ് 6 വയസ്സാകുമ്പോൾ കുട്ടി ബട്ടൺ ഇടണം. ഈ ബട്ടൺ ഇടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമുള്ളൊരു സാധനം. നമുക്ക് ഇട്ടിട്ട് പരിചയമായതുകൊണ്ടാണ് സാധനം അല്ലേ? ഈ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ അയച്ച് എറിയുന്ന കുട്ടി ഉണ്ടാവും. ആ കുട്ടിക്ക് നിങ്ങൾ ബട്ടണുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ മതി, കുട്ടി കഴിക്കാൻ കഴിയില്ല. ബട്ടൺ, ഈ ബട്ടന് മലയാളം എന്താ പറയുക? കുടുക്കനാണ്, കുടുങ്ങി. ശരിക്കും കുട്ടിയെ സംബന്ധിച്ച് അത് വലിയൊരു കുടുക്കാണ്. കുട്ടി കുടുങ്ങി, അതിനത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ കഴിയില്ല. കാരണം ബട്ടൺ അയക്കണമെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ ഫിംഗറിൻ്റെ ടിപ്പ് ഡെവലപ്പ് ചെയ്യണം, റൈറ്റ്? അപ്പോൾ ഒരു കുട്ടിയുടെ അവസാനം ഡെവലപ്പ് ചെയ്യുന്ന ഭാഗമാണ് കുട്ടിയുടെ കൈ. അപ്പോൾ 5 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ നിങ്ങളൊരു ഗ്ലാസ് കൊടുത്താൽ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ഒന്ന് തെറ്റിപ്പോയാൽ ആ ഗ്ലാസ് എന്ത് ചെയ്യും? താഴെ വീഴും അല്ലേ? 5 വയസ്സുള്ള കുട്ടിക്ക് നിങ്ങളുടെ വൈഫ് ഒരു ഗ്ലാസ് കൊടുത്തു എന്ന് വിചാരിക്കുക. ആ കയ്യിൽ, കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊഴുപ്പുണ്ടാവും. അപ്പോൾ ഗ്ലാസ് താഴെ വീണു. നിങ്ങളുടെ വൈഫ് കുട്ടിയോട് എന്താ പറയുക?
ആ പൊട്ടിച്ചു അല്ലേ, പൊട്ടിച്ചു. എന്നിട്ട് കുറേ തെറിയൊക്കെ പറയും കുട്ടിയെ, കുറേ ചീത്തയൊക്കെ പറയും. എന്ത് സാധനം പൊട്ടിക്കും, നിന്നൊരു വസ്തുവിനും കൊള്ളില്ല, ഇതെല്ലാം കുട്ടി വിശ്വസിക്കും. അതാ പ്രശ്നം. ഉമ്മ എന്ത് പറഞ്ഞാലും കുട്ടി വിശ്വസിക്കും. ചെറുപ്പത്തിൽ മാവിലും പറമ്പിലെ മരത്തിലൊക്കെ വലിഞ്ഞു കയറുന്ന സ്വഭാവം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അല്ലേ? എനിക്കൊണ്ടിരുന്നു. ഞാൻ നന്നായി മരം കയറുമായിരുന്നു കേട്ടോ. ഈ മരത്തിലൊക്കെ നമ്മൾ വലിഞ്ഞു കയറും. നമ്മളങ്ങനെ ധൈര്യത്തിൽ കയറി പോകുമ്പോൾ കുറേ നടുവിലെത്തുമ്പോഴാണ് ഉമ്മ കാണുക. നമ്മുടെ ഉമ്മ വന്ന് താഴെ വന്ന് അല്ലോ അതിൻ്റെ മുകളിൽ കയറിയോ, എടാ വീഴും. അതുവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല വീഴുന്ന് ചിന്തിച്ചാൽ നമ്മളൊരു ഒറ്റ സ്റ്റെപ്പ് പോലും കയറില്ല അല്ലേ? അത് കയറുമ്പോൾ അതിൻ്റെ ഏറ്റവും തുമ്പത്ത് ഉച്ചിയിൽ എന്താ നോക്കാൻ നമ്മൾ പോവുക. നമ്മളതിനാ പോണ്, ഏറ്റവും ഉച്ചിയിൽ എന്താ നോക്കാൻ. പക്ഷെ നടുവിലെത്തുമ്പോൾ ഉമ്മ പറയും മോനെ വീഴും. അവിടെ കൂടി ഒരു സാധനം വന്നു, വീണാലോ അല്ലേ? അടുത്ത കൊമ്പിലേക്ക് വെക്കുമ്പോൾ കാലൊന്ന് വിറയ്ക്കും, താഴെ വീണ ഉമ്മ വന്ന് പറയും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീഴും. എന്തുകൊണ്ടാ വീണ്? കുട്ടിക്കൊരു പ്രത്യേകതയുണ്ട്. ഉമ്മ പറഞ്ഞാൽ കുട്ടി അത് വിശ്വസിക്കും. സ്കൂളിലെത്തിയാൽ പിന്നെ ഒരു പ്രശ്നമുണ്ട്, ടീച്ചർ പറഞ്ഞാൽ വിശ്വസിക്കും. കുട്ടിയുടെ പ്രശ്നം അതാ, കുട്ടി ട്രസ്റ്റ് ചെയ്ത് കളയും. ഉമ്മ പറഞ്ഞാൽ കുട്ടിക്ക് അത് അതുകൊണ്ട് ഉമ്മ എന്താ കുട്ടിയോട് പറയണത്? നമ്മൾ ഈ പാരന്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച് കുട്ടി ഗ്ലാസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാ ദേഷ്യവും കുട്ടീൻ്റെ മേലെ അങ്ങ് തീർക്കും അല്ലേ? നീ പൊട്ടിച്ചു, എന്ത് സാധനം ഇങ്ങനെയാ. പിന്നെ പറയും ഒരു ശ്രദ്ധയില്ല നിനക്ക്. കുട്ടി ഇങ്ങനെ പറയും ഞാൻ ഒരു ശ്രദ്ധയില്ലാത്തൊരു മനുഷ്യൻ. ഇനി കുട്ടി എങ്ങനെ പഠിക്കുക? എന്നോ സൈക്കോളജിയിൽ ഒരു ടേം ഉണ്ട്, എറിക് ബേൺ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. എറിക് ബേൺ. ഈ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു തിയറിയിൽ പറയുന്നത് ബ്ലെയിമിങ് ആൻഡ് ബ്രാൻഡിങ് എന്നാണ്. വലിയൊരു തിയറിയാണ്, ബ്ലെയിമിങ് ആൻഡ് ബ്രാൻഡിങ്. അയാൾ പറയുന്നത് ബ്ലെയിമിങ് ഓൾവേസ് ലീഡ്സ് ടു ബ്രാൻഡിങ് എന്നാണ്. ഈ എറിക് ബേൺ വെല്ലുവിളിക്കുന്ന ഒരു സാധനമുണ്ട്. നിങ്ങളുടെ കുട്ടിയെ എനിക്ക് തരൂ, നിങ്ങളുടെ കുട്ടിയെ എനിക്ക് തരൂ, എന്നിട്ട് നിങ്ങളുടെ കുട്ടി എന്താണ് ആവേണ്ടതെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ആക്കിത്തരാം. അപ്പോൾ അയാൾ എങ്ങനെ ആക്കിത്തരിക? എങ്ങനെ ആക്കുക? അപ്പോൾ അയാളോട് ചോദിച്ചു അതെങ്ങനെയാ? ആ കുട്ടിയോട് നിരന്തരം പറഞ്ഞാൽ മതി, നീ മിടുക്കനാണ്, നീ അടിപൊളിയാണ്. നമ്മളെന്താ പറയുക? ശ്രദ്ധ ഉണ്ടോടാ നിനക്ക്? ആ ഗ്ലാസും പൊട്ടിച്ചു, എന്ത് സാധനം ഇങ്ങനെ തന്നെയാണ്, എന്തിനാ നീ? ഫുൾ ബ്ലെയിമിങ്. കുട്ടി അതിലേക്ക് ഇങ്ങനെ വരും അല്ലേ? ഈ എറിക് ബേണിൻ്റെ ഒരു റിസർച്ച് ഉണ്ട്, ഭയങ്കര രസകരമായ റിസർച്ചാണ്. ഇയാൾ ഈ നഴ്സറി സ്കൂൾ, നമ്മുടെ നാട്ടിലെ LKG UKG ഒരു സ്കൂളിലേക്ക് എറിക് ബേൺ അയാൾ വലിയ സൈക്കോളജിസ്റ്റാണ്. എറിക് ബേൺ ഈ സ്കൂളിലേക്ക് കടന്നു വരികയാണ്. സ്കൂളിലേക്ക് കടന്നു വന്ന് പ്രിൻസിപ്പാളിനെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ക്ലാസ് റൂംസൊക്കെ ഒന്ന് കാണണം. അപ്പോൾ പ്രിൻസിപ്പാൾ ചോദിച്ചു എന്തിനാ? എനിക്ക് കണ്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഏതൊക്കെ കുട്ടിയാണ് ബ്രില്യൻ്റ് എന്ന് എനിക്ക്. ഐ എം എ സൈക്കോളജിസ്റ്റ്. അപ്പോൾ എനിക്ക് കുട്ടികളെ നോക്കിയാൽ മനസ്സിലാവും ആരാ ബ്രില്യൻ്റ് എന്ന്. അപ്പോൾ ഈ പ്രിൻസിപ്പാൾ പറഞ്ഞു ഡൺ, കുഴപ്പമില്ല, നിങ്ങൾ ക്ലാസ് കയറിക്കുന്നു. എറിക് ബേൺ ക്ലാസ് കയറി, ഒരു കുട്ടിയോട് ഒന്നും പറഞ്ഞില്ല, ഒരു കുട്ടിയെയും നോക്കിയതുമില്ല. എറിക് ബേൺ ചെയ്ത പണി എന്താ പറയുക? നേരെ ക്ലാസ് കയറി. അപ്പോൾ ഈ ക്ലാസ് റൂമിൽ ഒരു സാധനം ഉണ്ടാവും, കുട്ടികളുടെ മദ്രസയിലുണ്ടാവില്ലേ, കുട്ടികളുടെ രജിസ്റ്റർ ഉണ്ടാവും അല്ലേ? എറിക് ബേൺ നേരെ ഓരോ നഴ്സറി ക്ലാസ് റൂമിലേക്ക് കയറി, കുട്ടികളോട് ആരോടൊന്നും മിണ്ടിയത് പോലുമില്ല. നേരെ കയറി ആ രജിസ്റ്റർ എടുത്തു. രജിസ്റ്ററിൽ നിന്ന് റാൻഡമായിട്ട് 2-3 കുട്ടികളുടെ പേര് നോട്ട് ചെയ്തു. LKG A 3 കുട്ടികളുടെ പേര് നോട്ട് ചെയ്തു. ഒന്നും ആ കുട്ടി ആരാന്ന് പോലും എറിക് ബേൺ അറിയില്ല. രണ്ടാമത്തെ ക്ലാസ് കയറി എറിക് ബേൺ 2-3 ആളുകളുടെ പേര് നോട്ട് ചെയ്തു. മൂന്നാമത്തെ ക്ലാസ് കയറി നോട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് ക്ലാസ് കയറി നോട്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ പ്രിൻസിപ്പാളിന് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊക്കെയാണ് ഇവിടുത്തെ മിടുക്കരായ കുട്ടികൾ. ഇയാൾ എന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്തിയോ? ഇല്ല. നല്ല മിടുക്ക. ഈ കുട്ടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രിൻസിപ്പാളോട് പറഞ്ഞു ഇവരൊക്കെ മിടുക്കരായ കുട്ടികളാണ്, ഈ കുട്ടികളെ വിടരുത്, ശ്രദ്ധിക്കണം, സ്കൂളിൻ്റെ അഭിമാന താരങ്ങളായിരുന്ന കുട്ടികളാണിത്. ഈ കുട്ടികൾ ആരാന്ന് പോലും എറിക് ബേൺ അറിയില്ല. 5 കൊല്ലം കഴിഞ്ഞ് സ്കൂളിലേക്ക് വരികയാണ് എറിക് ബേൺ. പ്രിൻസിപ്പാൾ എറിക് ബേണിനെ ഒന്ന് ഓടി പറഞ്ഞു നിങ്ങൾ ഇറ്റ് വാസ് എ മിറാക്കിൾ. എറിക് ബേൺ ചോദിച്ചു എന്ത്? നിങ്ങൾ ആ ലിസ്റ്റ് തന്ന കുട്ടികളുണ്ടല്ലോ അവരാണ് ഇന്ന് സ്കൂളിൻ്റെ ടോപ്പർമാർ. അതെങ്ങനെ സംഭവിച്ചു? എറിക് ബേൺ ലിസ്റ്റ് കൊടുത്ത കുട്ടി പൊട്ട കുട്ടിയായിരിക്കും. ആ കുട്ടിക്ക് മാർക്ക് കുറയുമ്പോൾ ടീച്ചർ ആ കുട്ടിയോട് എന്താ പറയുക? പൊട്ട, നിനക്ക് മാർക്ക് കുറഞ്ഞോ, നീ വളരെ ബ്രില്യൻ്റ് ആണെന്നാണല്ലോ എറിക് ബേൺ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാ അത് ശരി, ആള് ഉഷാറാ, നമ്മൾ ഉഷാറായി കണ്ടോ? ആ കുട്ടി എങ്ങനെ വന്ന്? നമ്മുടെ ഉമ്മമാർ ചെയ്യുന്ന പണി എന്താ? ബ്ലെയിമിങ് ആൻഡ് ബ്രാൻഡിങ്. ഇതിനെല്ലാം പറഞ്ഞ് നാശാക്കി നീ ഒരു അനുസരണ നിനക്കില്ലട്ടോ. ഒരു ഉമ്മ കുട്ടിയോട് പറയണ്ട നിനക്കൊരു അനുസരണ ഇല്ലട്ടോ.
അപ്പൊ കുട്ടി എന്താ മനസ്സിലാക്കുക? ഞാൻ അനുസരണ ഇല്ലാത്തൊരു കുട്ടിയാണ്. നിന്നൊരു വസ്തുവിന് പറ്റില്ലല്ലോ. ഇല്ല, ഐ എം എ വേസ്റ്റ്. ആരാ പറയണേ? പെറ്റ തള്ള അല്ലേ? ടയോട്ട കമ്പനി ഒരു കാർ ഉണ്ടാക്കിയിട്ട് പറയാണ്, കാറ് കാണാൻ കുഴപ്പമില്ല, പൊട്ട കാർ. നിങ്ങൾ ആരെയും വാങ്ങും? ഇല്ല. ഇത് ഏത് കമ്പനിയാണ് അത് പറയണത്? ഉമ്മയാണ് പറയുന്നത്. അപ്പൊ ബ്ലെയിമിങ് ഓൾവേസ് ലീഡ്സ് ടു ബ്രാൻഡിങ്. അപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്ക്, എങ്ങനെ ഇടപെടണം? സോഫ്റ്റായി, ബ്ലെയിം ചെയ്യാതെ, പോസിറ്റീവായി. കണ്ടോ? അപ്പൊ എന്ത് രസം ഉണ്ടാവും. ഇനി ഒരു കാര്യങ്ങളും കൂടി ഉണ്ട്, അതുകൂടി എഴുതി ചേർത്താൽ വളരെ എഫക്റ്റീവായി. അതിൻ്റെ പേരാണ് സ്നേഹത്തിൽ. അപ്പൊ എങ്ങനെയാണ് ഇടപെടേണ്ടത്? ഒരു ഉമ്മ, ഒരു ഉപ്പ വളരെ സ്നേഹത്തിൽ. അതാണ് നിങ്ങൾക്കറിയാം, ലുക്മാൻ എന്ന് പറയുന്ന ഖുർആനിലെ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലുക്മാൻ അലൈഹി സ്വലാം കുട്ടിയോട് പറയുന്ന വാക്ക് കാണാം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. എങ്ങനെ വിളിക്കില്ല? യാ ബുനയ്യ എന്നാ. കുഞ്ഞു മോനെ, സ്നേഹത്തിലാണ്, സോഫ്റ്റാണ്, പോസിറ്റീവാണ്. ചെറുക്കല്ലേ കേട്ടോ, ഏറ്റവും വലിയ പാതകമാണ്. നീ ശബ്ദമുയർത്തല്ലേടാ, കഴുതിൻ്റെ ശബ്ദമാണ് ഏറ്റവും. ഇതൊക്കെ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞ തെർബിയത്ത്, ഇതാണ് പാരന്റിങ്. ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഏത് കുട്ടിയെ വിളിക്കുന്നത്? 18 വയസ്സുള്ള കുട്ടിയെ കുഞ്ഞു മോനെ എന്ന് വിളിച്ച് ചെറിയ കുട്ടിയാണ് വിളിക്കുന്നത്. ആ കുട്ടിക്ക് കൊടുക്കുന്ന സാധനം പോസിറ്റീവാണ്. ഞാൻ പുതിയതായിട്ടൊന്നും പറഞ്ഞില്ല. ഇടപെടലിൽ നിങ്ങൾ സോഫ്റ്റ് ആവണം, വളരെ മയത്തിൽ. കഴിവതും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് കുട്ടിയോട് മിണ്ടാൻ പോകരുത്. ഉണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുണ്ടാവും, കിട്ടുകാർക്കാ കുട്ടിക്ക്. നിങ്ങൾ ഭാര്യയും ഭർത്താവും തല്ലുണ്ടായാൽ നിങ്ങൾ ദയവ് ചെയ്ത് കുട്ടികളോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. കുട്ടികളോട് പറയാം, ഇപ്പം ഒത്തിരി ചൂടിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം. മിണ്ടരുത്. ഇന്ത്യ നിങ്ങളുടെ വായിൽ എന്താ വരുമെന്ന് പറയാൻ പറ്റില്ല. സംഭവമൊക്കെ നമ്മൾ വളരെ നേരത്തിന് നിസ്കരിക്കും, എല്ലാം നോമ്പ് എടുക്കും. ഇനി പുതിയ നോമ്പ് ഏതെങ്കിലും ഉണ്ടോ, നിസ്കാരം ഏതെങ്കിലും ഉണ്ടോ, റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. ഒക്കെ നിങ്ങൾ ആളുഷാറാണ്. പക്ഷെ കുട്ടിയെ വളർത്തുന്ന കാര്യത്തിലെത്തുമ്പോൾ ഈ ഇടപെടലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. വളരെ സോഫ്റ്റായി നോക്കൂ, സ്നേഹത്തിൽ പോസിറ്റീവായി നിങ്ങളൊന്ന് ഇടപെട്ട് നോക്കൂ. കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു, ഞാൻ പറഞ്ഞ രൂപത്തിൽ ഇടപെട്ട് നോക്കൂ. മാർക്ക് കുറഞ്ഞു, ഹിന്ദിക്ക് കുറഞ്ഞു, പോട്ടാ ഹിന്ദി നിനക്ക് അങ്ങനെയല്ല. അത് മോളെ, നിനക്ക് മാത്സിൽ സൂപ്പർ മാർക്കാണല്ലോ. അതാണ് ഗുണദോഷം. മാത്സിൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി ഇൻ്റലിജൻ്റ് ആണ്. സോ യു ആർ ഇൻ്റലിജൻ്റ് ഗേൾ. അത് ശരിയാണല്ലോ. പിന്നെ ഹിന്ദിയിൽ എങ്ങനെ കുറഞ്ഞു പോയി? നമുക്ക് ശരിയാക്കാം. ഉണ്ടോ? അതാ ഉമ്മ പറയുന്നുണ്ട്, ഉമ്മൻ്റെ കൂടെ, ഐ എം വിത്ത് യു, യു ആർ നോട്ട് അലോൺ. നമുക്ക് ശരിയാക്കാം. ഇതിൻ്റെ പേരാണ് ഇടപെടൽ. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ആരാ? നിങ്ങൾ ആ ഫ്രണ്ടിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ. അയാൾ ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും അല്ലേ? മയത്തിൽ ഇടപെടും അല്ലേ? പിന്നെ സ്നേഹത്തിൽ ഇടപെടും, ചേർത്ത് പിടിക്കും. ഇതിനെയാണ് പാരന്റിങ്. സിമ്പിൾ. ഇനി രണ്ടാമത്തത് എന്താ? 8:30 ഞാൻ നിർത്താട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടേ, ഞാൻ നിർത്തും, എൻ്റെ ക്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് എന്താ? ഒന്നാമത്തത് ഇടപെടലാണ്. ഇനി അടുത്തത് എന്താ? അടുത്ത വാക്കാണ് തിരുത്തൽ. ഉണ്ടോ നിങ്ങൾ? അപ്പൊ പാരന്റിങ്ങിന്റെ ഒന്നാമത്തെ സാധനം ഇടപെടും, രണ്ടാമത്തെ സാധനം തിരുത്തും. കുട്ടി റോങ് പാത്തിൽ പോയാൽ നമ്മൾ റൈറ്റ് പാത്ത്. കുട്ടിയുടെ ഒരു പ്രശ്നം, കുട്ടികൾ ദേ വിൽ ഓൾവേസ് കമ്മിറ്റ് മിസ്റ്റേക്സ്. അതാ കുട്ടി എന്ന് പറയാ അല്ലേ? നമ്മളൊരാളോട് നീ എന്താണ് കുട്ടിക്കളി കളിക്കുന്നത് എന്ന് ചോദിക്കുക. ആരോടാ? പക്വത ഇല്ലാത്തവർക്ക് മിസ്റ്റേക്ക് വരുത്തുന്നത്. നീ എന്താ കുട്ടികളെ പോലെ ഇതിങ്ങനെ മിസ്റ്റേക്ക് വരുത്തുന്നത്? അപ്പോൾ കുട്ടിയുടെ പ്രത്യേകത എന്താ? എപ്പോഴും കുട്ടി മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ടിരിക്കും. നമ്മളതാ വേണ്ടത്, നമ്മളത് തിരുത്തിക്കൊണ്ടേയിരിക്കും അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ, കരളിൻ്റെ കഷ്ണം എന്ന് റസൂൽ വിളിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫാത്തിമയെ കല്യാണം കഴിച്ചത് ആരാ? അലി ഇബ്നു അബീ ത്വാലിബ് അല്ലേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ട് ആയിഷ അലിയും കൂടി ബെഡ്റൂമിൽ കയറി. ആദ്യത്തെ രാത്രി, ഫസ്റ്റ് നൈറ്റ്, റൈറ്റ്? ഫാത്തിമയെ കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ രാത്രി, ഫസ്റ്റ് നൈറ്റിൽ ഒക്കെ കഴിഞ്ഞ് നേരം വെളുത്ത് സുബൈക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് റസൂൽ എന്ത് ചെയ്തു? വാതിൽ പോയി മുട്ടി. ആരെ വാതിലില്ല മുട്ടിന്? ആദ്യ രാത്രി റൂമിൽ കയറി വാതിലടച്ച മകളും മരുമകനും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? നിങ്ങൾ മുട്ടാൻ പോയ ഭാര്യ പിടിച്ചിരുന്നു സംഭവിക്കോ?
ചിലപ്പോൾ ആ ഒരു ഒറ്റ മുട്ടൽ മതി ആ പിയാപ്പള തരം പണിങ്ങിപ്പോകും. കണ്ണൂർ ഭാഗത്തൊക്കെയാണെങ്കിൽ പറയും വേണ്ട, നല്ലോണം കോയി ഇന്ന് കിടന്നതായിരിക്കും, രാവിലെ പൊങ്ങൂല. കണ്ണൂരായിരുന്നു കൈബുക്ക്? ആ ഉണ്ടല്ലേ, ശരി. കുഞ്ഞിപ്പത്തലും കോഴിയൊക്കെ വയറോശം നിന്ന് കിടന്നായിരിക്കും, രാവിലെ പൊങ്ങൂല. മുട്ടിയാ പിയാപ്പള തെറ്റിപ്പോകും. പിറ്റേ കൗൺസിലിങ്ങിനൊക്കെ വരും, റൂമിന് മുട്ടി അല്ലേ. റസൂൽ എന്താ ചെയ്തത്? റസൂൽ ഇടപെട്ടു, റസൂൽ തിരുത്തി. ആരെയാ? കല്യാണം കഴിഞ്ഞ മകളെ. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ അതിന് അവനെന്തെങ്കിലും ചെയ്തോളൂ എന്നല്ല, അവരുടെ കാര്യത്തിൽ റസൂൽ ഇടപെട്ടുകൊണ്ടിരുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ അത് എൻജോയ് ചെയ്തു. ഫാത്തിമ റസൂലിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എനിക്കൊരു വേലക്കാരി വേണം ഉപ്പാ. പലർത്താന്ന് പറയണേ, നീ കെട്ടിയനോട് പോയി പറയടി എന്നല്ല പറഞ്ഞത്. എന്തുകൊണ്ടാണ് റസൂലിനോട് പറയാൻ കാരണം? റസൂലുമായി ഫാത്തിമയ്ക്ക് ഉണ്ടായിരുന്ന അടുപ്പാണ്. ആ ഫാത്തിമയാണ് ആ മരിക്കാൻ വേണ്ടി, വഫാത്താവാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന സമയത്ത് റസൂൽ അടുത്തേക്ക് വിളിച്ചത്. ഭാര്യമാർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ വിളിച്ചത് റസൂലിൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമയാണ്. അടുത്തേക്കിട്ട് വിളിച്ചു, മോള് വാ, ഫാത്തിമയോടാ പറഞ്ഞ കാര്യം. കേട്ടോ, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. റസൂൽ ഇടപെട്ടു. എങ്ങനെ ഇടപെട്ടത്? ചീത്ത പറഞ്ഞോ? തെറി വിളിച്ചോ? കണ്ണുരുട്ടിയോ? മുഖം കറുപ്പിച്ചോ? ഇല്ല. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇടപെടണം, തിരുത്തണം. ഇനി തിരുത്തൽ എങ്ങനെയാ? നേരെ മുകളിലേക്ക് നോക്കി നോക്കൂ. എന്ത് തെറ്റ് കുട്ടിയുടേത് തിരുത്തുമ്പോഴും മയത്തിൽ തിരുത്തണം, സോഫ്റ്റായി തിരുത്തണം, സ്നേഹത്തിൽ തിരുത്തണം. സാരല്ല ഒക്കെ മിസ്റ്റേക്ക് പറ്റും. എറർ ഈസ് ഹ്യൂമൻ. മിസ്റ്റേക്ക് പറ്റുക എന്നത് മനുഷ്യ സഹജമാണ്. ആദ്യത്തെ തെറ്റ് പറ്റിയത് ആർക്കാണ്? ആദ്യത്തെ മനുഷ്യന്. പിന്നെ നമ്മളൊക്കെ എന്താ സ്ഥിതി? അപ്പൊ തെറ്റ് പറ്റുക എന്നത് മനുഷ്യ. സാരല്ല, മോള് കരയണ്ട, മോൻ പ്രശ്നമാക്കണ്ട, ഇറ്റ്സ് എ മിസ്റ്റേക്ക്. നീ എന്ത് ചെയ്യരുത്? റിപ്പീറ്റ് ചെയ്യരുത്. നല്ല മോനാവണം. കണ്ടോ ഇപ്പൊ എന്താ സംഭവിച്ചത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ സംഭവിച്ചത് തിരുത്തൽ നടന്നു. ഇനി ഒരു കാര്യം കൂടി എഴുതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിന്റെ പേരാണ് നിയന്ത്രണം, കൺട്രോൾ എന്ന് പറയും. കണ്ടോ, ഇന്റർഫിയറൻസ്, പിന്നെ കറക്ഷൻ ആൻഡ് അർത്ഥം എന്താ? കൺട്രോൾ. നോക്കൂ, എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം വേണം. ഞാൻ നേരത്തെ നിങ്ങളോട് ഒട്ടുമാവിനെ കുറിച്ച് പറഞ്ഞു. ഒട്ടുമാവിനെ നമ്മൾ നിയന്ത്രിക്കും, തിരുത്തും, ഇടപെടും. കൊടുക്കേണ്ടത് കൊടുക്കണം, കൊടുക്കേണ്ടാത്തത് ഒഴിവാക്കണം. അങ്ങനെ സ്നേഹത്തിൽ. ഇനി എങ്ങനെ നിയന്ത്രിക്കണം? മയത്തിൽ. അങ്ങ് നിയന്ത്രിച്ചോടരുത്. പിന്നെ എങ്ങനെ നിയന്ത്രിക്കണം? പോസിറ്റീവായി. പിന്നെയോ സ്നേഹത്തിൽ. ഇതിന്റെ പേരാണ് പാരന്റിങ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഈ വളരൽ ആണ് ലോകത്തെ മുഴുവൻ ആളുകളും പ്രോത്സാഹിപ്പിക്കുന്ന മെത്തഡോളജി. നമ്മുടെ ഇസ്ലാമിക് പാരന്റിങ്ങിൽ വളരലില്ല, വളർത്തുക തന്നെ വേണം. നിയന്ത്രിതമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രെയിം വർക്കിലേക്ക് നമ്മുടെ കുട്ടിയെ ചേർത്ത് വെച്ച് അതിനേറ്റവും മികച്ച രീതിയിലാക്കി തീർക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ പാരൻറ്റിങ്ങിൻ്റെ രീതി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തിരിച്ചു വന്നാൽ നമുക്ക് ഇതിൻ്റെ ബാക്കി നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നിങ്ങൾക്ക് ചോദിക്കാം, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. ലേഡീസിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുത്തയച്ചാൽ മതി. വലിയ ലിസ്റ്റ് കൊടുത്തയച്ചാൽ പറയാൻ കഴിയില്ല. എന്തെങ്കിലും ലൈവായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത്? ഞാനൊരു തുടക്കം പറഞ്ഞു വെച്ചു. എന്താണ് പാരൻറ്റിങ്? നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇടപെടുന്ന ഒരു പാരൻറ്റിനെ നമുക്കിഷ്ടപ്പെടും. ഏതൊരു മക്കൾക്കും ഇഷ്ടപ്പെടും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയപ്പം ഇവിടുന്ന് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ കുട്ടി ശരിയാവുന്നില്ല, സുബൈക്ക് വിളിച്ചിട്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. നമ്മളിങ്ങനെ വളരെ സ്നേഹത്തിൽ മയത്തിൽ പോസിറ്റീവായിട്ട് ഇടപെട്ടിട്ടും പ്രശ്നമുണ്ട്, എന്ത് ചെയ്യും? അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ആ കുട്ടിയോട് സംസാരിക്കണം. അതിൻ്റെ പേരാണ് കൗൺസിലിംഗ്. അപ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പാരൻറ്റിങ്ങിൽ ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫെൽറ്റ് പ്രോബ്ലം ഉണ്ട്, അതിനെ കണ്ടെത്തണം. അപ്പോഴാണ് ഈ കൗൺസിലിംഗ് ആവശ്യം വരിക. ആരെങ്കിലും ഒരാളെ സമീപിച്ച് നിങ്ങൾ ഈ കുട്ടിയോട് സംസാരിപ്പിക്കണം. അപ്പോൾ ആ കുട്ടി പറയും എന്താണ് പ്രശ്നം. ഒന്നുകിൽ രാത്രി ഉറങ്ങാൻ കഴിയാത്ത കുട്ടി, ഒരുപാട് സൈക്കോളജിക്കൽ പ്രോബ്ലങ്ങൾ ഉണ്ടാവും കുട്ടികൾക്ക്, എസ്പെഷ്യലി ഗേൾസ്. ഈ മെൻസ്ട്രൽ സൈക്കിളിലൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും.
അപ്പോൾ ഈ ഗേൾസ് ചിലപ്പോൾ രാത്രി ഉറക്കം കിട്ടില്ല, രാത്രി ഉറങ്ങാൻ കിടന്നു ഞെട്ടി ഉണരും, പിന്നെ ഉറങ്ങും, ഞെട്ടി ഉണരും, പാമ്പിന് സ്വപ്നം കാണും, നായ കടിക്കാൻ വരുന്നത് കാണും, ഒരു ഉറങ്ങൂല. അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല ഉറക്കം കിട്ടും, സുബൈക്ക് വിളിച്ച് എഴുന്നേൽക്കില്ല. അപ്പോൾ ആ കുട്ടിക്ക് എന്തൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത്തരത്തിലാണ് അത്തരം പ്രശ്നങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. അതൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് കേസാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ കുട്ടികളോടൊന്ന് ഇൻ്റർഫിയർ ചെയ്താൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പാരൻറ്റിങ് ഏറ്റവും മനോഹരമായ പാരൻറ്റിങ് ആയിട്ട് മാറും. ഇനി ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത്, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം. യെസ്, മൈക്കുണ്ട്. അതും നിങ്ങളുടെ ഇപ്പോൾ ഒരു മൂന്നാമത്തെ കുട്ടിയെയും നിങ്ങൾ പാരന്റ് ചെയ്യുന്നതിന് വല്ല ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ആസ് എ ഇൻഡിവിജ്വൽ ഇപ്പോൾ ഞങ്ങളൊരു 30s-ലായിരിക്കും മിക്കവാറും ഒരു 28-30s-ലായിരിക്കും ചിലപ്പോൾ മിക്കവാറും ഒരു ഫസ്റ്റ് ഫാദർ അല്ലെങ്കിൽ ഫസ്റ്റ് മദർ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് ചിലപ്പോൾ രണ്ടോ മൂന്നാമത്തെ കുട്ടികളാകുമ്പോഴേക്കും ഒരു 10-12 കൊല്ലത്തെ ഒരു കാലയളവ് അവിടെ ഇടയിൽ വരുന്നുണ്ട്. അപ്പം ആ ഒരു രീതി ഈ മൂന്നാമത്തെ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഒരു ഇപ്പം ഈ പാരന്റിന്റെ ഒരു മെച്യൂരിറ്റിയും കൂടി എനിക്കൊരു വലിയൊരു ഫാക്ടറായിട്ടാണ് തോന്നുന്നത്. കാരണം എൻ്റെ മൂത്ത കുട്ടിയെ ഞാൻ വളർത്തിയ പോലെയല്ല, അതിൽ ഒരുപാട് ഡിഫറൻസ്, ഒരുപാട് പേഷ്യൻസ് നമുക്ക് ആ ഒരു ഏർലി ഏജിൽ ഒരുപാട് പേഷ്യൻസ് നമുക്ക് ഉണ്ടാവില്ല. അതേസമയം ക്രോസ് 40-42 നുബുവത്ത് കിട്ടുന്ന കാലാവുമ്പോൾ കുറച്ചുകൂടി മെച്ചുവേർഡാവും. എക്സാക്ട്ലി. അല്ല, അതായത് ഹ്യൂമൻ എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ചോണ്ട് അതെ ഓക്കെ പറഞ്ഞ കാര്യം. അപ്പം ഇതുപോലുള്ള സെഷൻസ് കൂടുതലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ യങ് പാരൻസിന് ഒരു 30s-ലുള്ള ആൾക്കാരും അതുപോലുള്ള ആൾക്കാർ കൊടുത്തതിന് ബെറ്റർ ആയിട്ട് ഫസ്റ്റ് ചൈൽഡിനെ മുതലേ അറിയിക്കാൻ നല്ലൊരു അതിൽ ഒരു പാരൻസിൻ്റെ മെച്യൂരിറ്റിയുടെ മാത്രം പ്രോബ്ലം അല്ല. ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാവും. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വണ്ടി ഓടിക്കുന്ന ആളുകളൊന്ന് കൈവക്കി. വണ്ടി ഓടിക്കുന്ന ആളുകൾ, ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ, ശരി, നാട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരൊന്ന് കൈവക്കി. ആദ്യമായി ഡ്രൈവ് ചെയ്ത കാർ ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത കാർ ഓർമ്മയുണ്ടോ? എത്ര പ്രാവശ്യം കുത്തി, എവിടെയൊക്കെ തട്ടി, എത്ര പ്രാവശ്യം പെയിന്റ് പോയി? രണ്ടാമത് വാങ്ങിയ കാറോ, മൂന്നാമത് വാങ്ങിയതോ? ഇപ്പൊ ഇടക്കിടക്ക് വണ്ടി ഇങ്ങനെ റിവേഴ്സ് ചെയ്യുമ്പോഴൊക്കെ പോയിട്ട് പെയിന്റ് പോവാറുണ്ടോ? ആദ്യത്തെ കാറോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, അതാ നമ്മുടെ എക്സ്പീരിയൻസിന്റെ കാര്യമാണ്. എൻ്റെ എനിക്ക് ഒന്നാമത്തെ മകനുണ്ടാകുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഞാനൊരു 30s ബിലോ 30 ആണ്. റെഡി? ആദ്യത്തെ കുട്ടിയാണ്. നമ്മളെല്ലാ സ്നേഹവും കാര്യങ്ങളും കൊടുത്ത് വളരെ മനോഹരമായിട്ട് വളർത്തും. അപ്പോൾ കുട്ടിക്ക്, എൻ്റെ മൂത്ത മകന് ഞാനുണ്ട്, അവൻ്റെ ഉമ്മയുണ്ട്, അവനെ നോക്കാൻ. എനിക്ക് രണ്ടാമത്തെ കുട്ടി വരുമ്പോഴോ, രണ്ടാമത്തെ കുട്ടിക്ക് ഞാനും ഉമ്മയും അല്ലാത്തൊരു ഫാക്ടർ കൂടി വരുന്നുണ്ട്. അതാരാ? മൂത്ത കുട്ടി ഒരു ഫാക്ടറാണ്. അവന് കളിക്കാൻ ആളുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളുണ്ട്. എനിക്ക് മൂന്നാമത്തെ കുട്ടി ഉണ്ടായപ്പോഴോ രണ്ടുപേരുണ്ട്, ഞാൻ മാത്രമല്ല. അപ്പോൾ ഈ പാരൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല, ഈ കുട്ടിയുടെ എൻവയോൺമെൻറ്റും ചേഞ്ച് ചെയ്യാണ്. ഇനി ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണെന്ന് വിചാരിക്കും. ചില കൗൺസിലിംഗ് കേസുകളൊക്കെ കൊണ്ടുവന്ന ഭയങ്കര രസമായിരിക്കും. ആദ്യത്തെ 4 പെൺകുട്ടികൾ, 5ാമത്തത് ആൺകുട്ടി. റൈറ്റ്? മൂത്തത് മകൾ, രണ്ടാമത്തത് മകൾ, മൂന്നാമത്തത് മകൾ, 4ാമത്തത് 4 പെൺകുട്ടികളുണ്ടായി. ആ പാരന്റ് തീർച്ചയായിട്ടും ഒരു ആൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ചു. 5th വൺ ആൺകുട്ടി. ഫൈൻ. എന്തായിരിക്കും ആൺകുട്ടിക്ക് സംഭവിക്കുക? ഈ ആൺകുട്ടിക്ക് എത്ര ഉമ്മമാരുണ്ടാവും? 5 പേര്. അപ്പൊ പാരന്റിന് മാത്രം പ്രശ്നമല്ല, ഈ 5 ഉമ്മമാരും കൂടി കുട്ടിയെ നോക്കിയാൽ കുട്ടീൻ്റെ അവസ്ഥ എന്താവും? അപ്പൊ ഇത് ഇങ്ങനെ ഒരുപാട് ഈ ബർത്ത് ഓർഡർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ബർത്ത് ഓർഡർ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് സൈക്കോളജിയിൽ. ബർത്ത് ഓർഡർ തിയറി. നമ്മൾ ജനിച്ച ഓർഡർ അനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം ഉണ്ടാവുന്ന. നിങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എടുത്ത് നോക്ക്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പാരൻസ് 3 ടൈപ്പാണ് ഉണ്ടാവുക. മൂത്ത കുട്ടി, ചെറിയ കുട്ടി, ബിറ്റ്വീൻ സെൻട്രലുള്ള കുട്ടികൾ, നടുവുള്ള കുട്ടികൾ. ഇതല്ലേ നമ്മളുള്ളത്.
നിങ്ങളിതിൽ മൂത്ത ആൾക്കാരൊന്ന് കൈപൊക്കിയെ കാണട്ടെ. നിങ്ങളുടെ ഉപ്പാടെ ഉമ്മാടെ മൂത്ത മക്കൾ കൈപൊക്കിയെ കാണട്ടെ. ഫൈൻ, നിങ്ങളാണ് മൂത്തത് അല്ലേ, ആദ്യത്തേത്. ചെറിയ കുട്ടികൾ കൈപൊക്കിയെ കാണട്ടെ. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ചെറിയ കുട്ടികൾ. ഫൈൻ, ഓക്കെ. ബിറ്റ്വീൻ നടുവിലുള്ള കുട്ടികളൊക്കെ ഒന്ന് കൈപൊക്കി. അപ്പോൾ കൈ പൊക്കാത്തവർ ഇനി ഉണ്ടല്ലോ, അവരെവിടെയപ്പോ? നിങ്ങൾ ജനിച്ചിട്ടേ ഇല്ലേ? കൈ പൊക്കാത്തവരെന്ന് കൈ പൊക്കിയേ ഇതുവരെ പറഞ്ഞിട്ട് ഇല്ലേ? അപ്പൊ കൈ പൊങ്ങാത്ത എന്തോ അസുഖമാണ് തോന്നുന്നില്ലേ? പോട്ടെ. അപ്പൊ 3 ടൈപ്പ് ഉണ്ട് അല്ലേ? 3 ടൈപ്പ് ഉണ്ട്. ഇനി നിങ്ങളുടെ കുട്ടികളുടെ കേസ് നിങ്ങൾ വിട്ടേക്കൂ. നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ, നിങ്ങൾ മക്കളെ കേസ് വിട്ടേക്കൂ. നിങ്ങളൊരു കുട്ടിയാണല്ലോ. ആരെ കുട്ടിയാ? നിങ്ങളുടെ ഉമ്മാടിയും ഉപ്പാടിയും കുട്ടി അല്ലേ? ഇനി നിങ്ങളുടെ മക്കളെ കേസ് വിടും. നിങ്ങളൊരു കുട്ടിയായിട്ട് നിങ്ങൾ സങ്കല്പിച്ചു, നിങ്ങൾക്ക് ഉപ്പ ഉണ്ട് ഉമ്മ ഉണ്ട്. നിങ്ങളുടെ ഉപ്പക്കും ഉമ്മക്കും ഏറ്റവും ഇഷ്ടം നിങ്ങളെ ആയിരുന്നു, സിബ്ലിങ്സിൽ വേറെ ആരെങ്കിലും ആയിരുന്നു? നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്ത്? അറിയില്ല എന്നുള്ള ഉത്തരമല്ല, ഫീൽ ചെയ്ത് എന്താ? ഏറ്റവും ഇളയ കുട്ടിയാണ് ഉപ്പക്കും ഉമ്മക്കും ഇഷ്ടമുള്ളതായി തോന്നുന്നത്. ഇളയ കുട്ടികളൊന്ന് കൈപൊക്കിയേ. നിങ്ങളോടാണോ ഉമ്മാക്കും ഉപ്പാക്കും ഏറ്റവും ഇഷ്ടം? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? പണ്ട് തോന്നി, ഇപ്പൊ തോന്നിയിട്ടില്ല അല്ലേ? പറയാൻ പറ്റില്ല. ആ പ്രശ്നമായി. അപ്പൊ ആരോടായിരിക്കും? നീ ചെറിയ കുട്ടികളെന്ന് പറഞ്ഞ ആരോടായിരിക്കും ഇഷ്ടം? പെൺകുട്ടികളോട് കുറച്ചൊരു ഇഷ്ടം ഉണ്ടാവും അല്ലേ? അടുത്ത പ്രശ്നം വന്ന അവിടെ. അപ്പൊ അടുത്ത പ്രശ്നം വന്ന് ഇനി പെൺകുട്ടികളോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ ഉമ്മനോട് ചോദിച്ചു നോക്ക്. ആര് പറയും എൻ്റെ ഉമ്മക്ക് ആൺകുട്ടി ആയതുകൊണ്ട് അവനോടാണ് ഇഷ്ടം? ശരിക്കപ്പോൾ നിങ്ങൾ ഉമ്മിപ്പി ആരെ ഇഷ്ടപ്പെട്ടു തന്നെ? അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെ എന്ത് പറഞ്ഞാലും ഒരു ഡിഫറൻസ് വരും അല്ലേ? ഉണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് ആരെയും ഇഷ്ടം? നിങ്ങളുടെ കുട്ടിയിൽ നിങ്ങൾക്ക് ആരെയും ഇഷ്ടം? നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളുണ്ട്, 4 മക്കളുണ്ട്. നിങ്ങൾക്ക് ആരെയും ഇഷ്ടം? ഏത് കുട്ടിയെ കൂടുതൽ ഇഷ്ടം? മൂത്ത കുട്ടിയെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന കൈപൊക്കി. രണ്ടാമത്തെ കുട്ടി ഇഷ്ടപ്പെട്ട കൈപൊക്കി. മൂന്നാമത്തെ കുട്ടി ഇഷ്ടം. നിങ്ങൾക്ക് ആരും ഇഷ്ടമല്ലേ? ആരും ഇഷ്ടമല്ലേ? പിന്നെ നമ്മളൊരു കാര്യം പറയും, എനിക്കെൻ്റെ എല്ലാ മക്കളെയും ഒരുപോലെ ഇഷ്ടമാണ് അല്ലേ? ഒരു പാരന്റ് പറയുന്ന ഏറ്റവും വലിയൊരു കള്ളത്തരാണത്, കളവാണത്. അങ്ങനെ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയില്ല. എനിക്ക് ആരെയും ഏറ്റവും, എൻ്റെ മക്കളിൽ എനിക്ക് ആരെയും ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് മൂത്തത് മകനാണ്, ചെറിയത് മകനാണ്, നടുവിലൊരു മോളാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എനിക്ക് ആരോടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം? നാച്ചുറലാണ് അല്ലേ? പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഇഷ്ടം വരില്ല. അത് നമ്മുടെ തോന്നൽ മാത്രമാണ്. എനിക്ക് എൻ്റെ മക്കളിൽ ആരോടാ ഇഷ്ടം എന്നറിയോ? എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന കുട്ടിയായിരിക്കും എനിക്കിഷ്ടം. ആം ഐ റൈറ്റ്? എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ആളായിരിക്കും എനിക്കിഷ്ടം. 3. അപ്പോൾ ആദ്യം ഞാൻ എന്താ പറഞ്ഞത്? എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കണം. പിന്നെന്ത് ചെയ്യണം? എന്നെ അനുസരിക്കണം അല്ലേ? ഞാൻ പറയണത് അനുസരിക്കുന്ന, എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന, എന്നോട് ഇങ്ങോട്ട് അടുപ്പം കാണിക്കുന്ന കുട്ടിയോടായിരിക്കും എനിക്കിഷ്ടം. അത് മൂത്ത കുട്ടിയാണോ? മൂത്ത കുട്ടിയോട് ഇഷ്ടമുണ്ടാവും. ഇളയ കുട്ടിയാണോ? ഇളയ കുട്ടിയോട് ഇഷ്ടമുണ്ടാവും. നിങ്ങളുടെ വാപ്പാക്കും ഉമ്മക്കും ആരോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നിങ്ങളോട് ഇഷ്ടം ഉണ്ടാവാനുള്ളൊരു സാധ്യത കുറവാണ്. നിങ്ങളിവിടെ അല്ലേ പരിഗണിക്കുന്ന അവരുടെ കിട്ട്. അപ്പൊ നിങ്ങളുടെ കുട്ടിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആസ് എ പാരന്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരോടും ഞാൻ ഒരേപോലെയാണെന്നും നമ്മൾ വെറുതെ ചിന്തിക്കാണ്. ആസ് എ സൺ, ആസ് എ ഡോട്ടർ നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഉണ്ട്. നിങ്ങളുടെ ഉപ്പക്കും ഉമ്മക്കും ഇപ്പം ആരെയും ഇഷ്ടം? ഈ നിങ്ങളുടെ ഭാര്യമാരോടൊക്കെ ചോദിച്ചു നോക്കുക, അവർ പറയും എൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും ഉണ്ടായാൽ ഇത്തായ മതി അല്ലേ? അപ്പോൾ അവർക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഇത്തായോടാണ് ഉമ്മാക്ക് അടുപ്പം. എന്തുകൊണ്ട് ഇത്തായ മതി? ഇത്ത ഉമ്മയെ പരിഗണിക്കും, അങ്ങോട്ട് സ്നേഹം കാണിക്കും, അടുപ്പം കാണിക്കും, അനുസരിക്കും. അവരാണ് ഇഷ്ടം ഉണ്ടാവുക. എൻ്റെ 3 മക്കളിൽ എനിക്ക് ആരെയും ഇഷ്ടം എന്ന് ചോദിച്ചാൽ നടുവിലൊരു മോള് മാത്രമേ ഉള്ളത് കൊണ്ട് മോളെയാണ് ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ആ മോൾ എന്നോട് അടുപ്പം കാണിക്കുന്നില്ലെങ്കിലും എന്താ സംഭവിക്കുക? റൈറ്റ്? അപ്പം നമ്മളെപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാറ് തന്നെയാണ്, നിങ്ങളുടെ പാരൻസ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാ? എൻ്റെ ഉപ്പായും ഉമ്മായി എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നി അതിൻ്റെ ഉത്തരവാദി ആരാ? ഉപ്പായും ഉമ്മയാണോ ഞാനാണോ? അപ്പം ഞാൻ എന്ത് കൂട്ടണം? പരിഗണന കൂട്ടണം, സ്നേഹം കൂട്ടണം, അടുപ്പം കൂട്ടണം. കണ്ടോ? അവരെ ചേർത്ത് പിടിക്കണം. അപ്പോഴോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. റൈറ്റ്? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് നമ്മുടെ ഏജ് മെച്യൂരിറ്റി ഒരു വലിയ ഘടകമാണ്. അത് എല്ലാറ്റിലും ഇല്ലേ? നിങ്ങൾ ബിറ്റ്വീൻ 25 to 30 നിങ്ങൾ ജോബിന് കയറിയപ്പോൾ ഉണ്ടായ മെച്യൂരിറ്റി ആണോ 40-45 ഉണ്ടാവും? അല്ലല്ലോ. എവറിത്തിങ് ചേഞ്ച് ആവുമല്ലോ. നമ്മൾ ആ അവസ്ഥയിലേക്ക് ഇങ്ങനെ ചേഞ്ചായി വരൂലേ നിങ്ങൾ നോക്കൂ. ആ ചേഞ്ച് പാരൻറ്റിങ്ങിലും ഉണ്ടാവും. പക്ഷെ പാരൻറ്റിങ് എന്നത് ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ സിബ്ലിങ്സ്,
സിബ്ലിങ്സിൻ്റെ മൂത്തത് പെൺകുട്ടിയാണ്. നിങ്ങൾക്ക് മൂത്ത പെൺകുട്ടികളൊരു കേൾപ്പിക്കുക, എന്തൊരു രസം ഉണ്ടാവുന്നറിയോ? താഴെയുള്ള കുട്ടികളൊക്കെ ആര് നോക്കിക്കോളും? മൂത്തത് നോക്കിക്കോളും. ഭയങ്കര കൺട്രോളായിരിക്കും ആ വീട്ടിൽ. മൂത്തത് പെൺകുട്ടിയാണെങ്കിൽ ആ വീട്ടിൽ അനിയനൊക്കെ ഇങ്ങനെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടെടുക്കാൻ അതിനറിയും. മൂത്തത് ആൺകുട്ടിയാണെങ്കിലോ അടിയായിരിക്കും പറ്റിയുണ്ട്. എടുക്കടാ അതിനോട് അതിനങ്ങനെ നാശാക്കും. അതിൻ്റെ പേഴ്സണാലിറ്റിയിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. മൂത്തത് പെൺകുട്ടിയാണെങ്കിലോ ഒരു മതേളി അപ്രോച്ചിൽ. പെൺകുട്ടിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട് ഉണ്ടോ? നിങ്ങൾ ആൺകുട്ടിയും പെൺകുട്ടിയും ഈ ഇവർ പറയുന്ന പോലെ ഒന്നുമല്ല. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഒന്നും ഇതിലില്ല. നിങ്ങൾ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പെൺകുട്ടീനെ കയ്യിൽ ഒരു തോക്ക് എടുത്ത് നോക്ക്, ഒരു കളിക്കുന്ന തോക്ക് എടുത്ത് നോക്ക്. കുറച്ച് നേരം ആ തോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, പിന്നെ ആ തോക്കുണ്ടാവും അവൾ കുട്ടിയാക്കി കളിക്കുന്നത്. പാവോ തോക്കിന് ഉറക്കുണ്ടാവും. നിങ്ങൾ ആൺകുട്ടീൻ്റെ കയ്യിൽ ഒരു പാവ കൊടുത്തു നോക്ക്, അവനെ എടുത്തോണ്ട് രണ്ടും രണ്ട് അപ്രോച്ചാ. ഒരു മതേളി ടച്ച് പെൺകുട്ടിക്ക് ഉണ്ടാവും. ആ ടച്ച് ഈ മൂത്തത് നിങ്ങൾക്ക് എല്ലാ ഉമ്മമാരും ആദ്യമായി ഗർഭം ധരിക്കുമ്പം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പടച്ചോനെ എൻ്റെ മൂത്ത കുട്ടി. നിങ്ങളെ ഭാര്യ എന്താ പ്രാർത്ഥിച്ചത്? നിങ്ങളെന്താ പ്രാർത്ഥിച്ചത്? മൂത്ത കുട്ടി പെണ്ണാവണേന്നാണ്, ആണാവണേന്നാണ്. ഈ കൊഞ്ചിച്ചിങ്ങനെ കൊണ്ടെടുക്കാനും രസമായിട്ട് ഇങ്ങനെ പോറ്റാനൊക്കെ ആരേറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക പെൺകുട്ടികളാണ് അല്ലേ? ഭയങ്കര രസമാണ് പെൺകുട്ടി. ഒരു 14 വയസ്സായാലും 15 വയസ്സായാലും പെൺകുട്ടി ഉമ്മ തരും. ആൺകുട്ടി 5 വയസ്സായാലും ഉമ്മ തരും. അയച്ച് അടുക്കൂലാവുമ്പോൾ ഉണ്ടോ? അപ്പോൾ നമ്മളൊക്കെ ഇഷ്ടപ്പെടുക ആൺകുട്ടി വേണം എന്നാ, പെൺകുട്ടി വേണം എന്നാ. ഉമ്മമാർ ഇഷ്ടപ്പെടുക എന്താ? കടയിൽ പോവാൻ, തറവാട്ടിലേക്ക് സ്കൂട്ടറായിട്ട് പോവാൻ, അതിനെ കടയിൽ പറഞ്ഞേക്കാൻ. ഇതിനൊക്കെ ആൺകുട്ടി വേണം. അപ്പോൾ അവർ ആൺകുട്ടി വേണമെന്ന് കൊതിക്കും. ആദ്യത്തത് പെൺകുട്ടിയാണെങ്കിൽ വളരെ ഈസിയാണ് പാരൻറ്റിങ്. ആ കുട്ടിയെ നന്നാക്കിയാൽ മതി. ആ കുട്ടി നല്ല ദീനുള്ള സാധനം നിസ്കരിച്ചോ എന്ന് മോള് ചോദിക്കും മോനോട്. മൂത്ത മോള് ചോദിക്കും നിസ്കരിച്ചോടാ നീ എന്ന് ചോദിക്കും. അതിന് ആദ്യം ആ മൂത്ത കുട്ടിയെ നിസ്കരിപ്പിക്കണം. അപ്പം അതിനെ ശരിയാക്കിയാൽ മതി, ബാക്കിയൊക്കെ അതിൻ്റെ പുറകെ ഇങ്ങനെ വന്നോളൂ. കണ്ടോ? ഇനി മൂത്തത് ആൺകുട്ടിയാണ്, അപ്പം മഹാപ്രശ്നക്കാരനാണ്. ഇത് കണ്ടാണ് ആര് പഠിക്കുക? അപ്പം ഈ നമ്മുടെ ഈ ഒരുപാട് ഫാക്ടറുകൾ ഇതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാരൻസിൻ്റെ മെച്യൂരിറ്റി മാത്രമല്ല, പാരൻറ്റിങ്ങിൽ ഒരുപാട് ഫാക്ടറുകൾ പാരൻറ്റിങ്ങിനെ, ഈ കുട്ടിയുടെ വളർച്ചയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു ചോദ്യം വന്നത്, ഈ പെണ്ണുങ്ങളെ ചോദ്യം വായിച്ചപ്പോൾ ഞാൻ ഈ പാരൻറ്റിങ് നിർത്തി വെച്ചിട്ട് നിങ്ങളെ കുറ്റം വരെ നിൽക്കേണ്ടിരുന്ന ആ പ്രശ്നം. വാഷ്റൂമിൽ ഫോൺ യൂസ് ചെയ്യുന്ന പാരൻസിനോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ വിഷയമേ അവർ മാറ്റിക്കളഞ്ഞു. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം ഒരു ഭയങ്കര സാധനം. കുട്ടികൾ മൊബൈലുള്ള ഒരു ലോകത്തേക്ക് ജനിച്ചു വീണ കുട്ടിയാണ്. ഈ കുട്ടിക്ക് നമ്മൾ ശരിക്കും ചെയ്യേണ്ട സാധനത്തിൻ്റെ പേര് മോഡലിംഗ് എന്നാണ്. ഇതാണ് കുട്ടിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു സാധനത്തിൻ്റെ പേര്. കൊണ്ടുപോകേണ്ടത് മോഡലിംഗ് എന്നാണ് അതിന് സൈക്കോളജി പറയുന്ന പേര്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊരു മോഡൽ കാണിച്ചു കൊടുക്കുക. ഉപ്പാനെ നോക്ക്, ഉപ്പാനെ പോലെ വളരും. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഉപ്പാനെ പോലെ വളരുന്ന കുട്ടിയോട് പറയും? എത്ര ആണ്ട് ധൈര്യമുള്ള ആൾക്കാർ ഇതിൽ? ഉപ്പാനെ നോക്കടാ, ഉപ്പാനെ പോലെ വളരും. ഉപ്പ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവാണ്, പെട്ടെന്ന് ഒരു കാറുകാരൻ ക്രോസ് ചെയ്തു. ഉപ്പ എന്ത് ചെയ്യും? ഉപ്പമാരെന്ത് ചെയ്യും? കുട്ടികൾ വണ്ടിയിലുണ്ട്, കുട്ടികൾ ബാക്കിലൊക്കെ ഇരിക്കുന്നുണ്ട്, വൈഫ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു വണ്ടിക്കാരൻ മുന്നിലേക്ക് വന്നു. നിങ്ങൾ എന്ത് ചെയ്യും? ഉടൻ തന്നെ വണ്ടി നിർത്തിയിട്ട് ഹായ്, അറിയാത്ത ഇങ്ങനെയാണോ അല്ലേ? ഗ്ലാസ് ഇങ്ങ് താഴ്ത്തും, ഉള്ള തെറി മുഴുവൻ ആൾ പറയും. അല്ല പിന്നെ അവൻ്റെ ഒരു വണ്ടി എടുക്കൽ എവിടുന്ന് വന്നത്? കുട്ടികൾ ബാക്കിലിരുന്ന് എന്താ പഠിച്ചത്? ഇങ്ങനെയാണ് ഒരു കാറ് മുന്നിൽ വന്നാൽ പെരുമാറേണ്ടത് അല്ലേ? ഇതിനെ കുട്ടി പഠിച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്ത്? പണം കണ്ടുപിടിക്കുക. ഒരു കുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഉമ്മയും ബാപ്പയും കൂടി പറയാണ്, എന്തൊരു ചൂടാ സാറേ അവന്, ദേഷ്യപ്പെട്ടാണ്, പൊട്ടിത്തെറിക്കുകയാണ്. ഞാൻ ആ ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ദേഷ്യമുണ്ട്, പൊട്ടിത്തെറിയുണ്ട്. അപ്പോൾ ഈ ചെറുക്കൻ എന്നോട് ചോദിക്കുക, ആ ഉണ്ട്, എനിക്ക് എൻ്റെ അയൽപ്പക്കത്തുള്ള ആളെ സ്വഭാവം കിട്ടൂലല്ലോ, എൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ സ്വഭാവമല്ലേ കിട്ടുക? ഞാൻ ചോദിച്ചു നിൻ്റെ വാപ്പയും അമ്മയും? അയ്യോ അവൻ ഉപയോഗിച്ച വാക്കാണ് ഹൈലി എക്സ്പ്ലോസീവ്. അത്രക്കൊന്നും ഞാനില്ല. അപ്പം ഞാൻ ഉപ്പാനെയും ഉമ്മാനെയും വിളിച്ചപ്പോൾ രണ്ടുപേരും കൂടി ഒന്ന് പോകാൻ പറഞ്ഞു. ഉപ്പനോട് പറഞ്ഞു, ഉപ്പ അവിടെ ഇരുന്നു, ഞാൻ ഉമ്മനോട് സംസാരിക്കട്ടെ. അപ്പം ഉമ്മനോട് ഞാൻ ചോദിച്ചു, അല്ല ഹസ്ബൻഡ് എങ്ങനെയാ? ഭയങ്കര ദേഷ്യക്കാരനാ, കുടുങ്ങി. ഇനി മോനെ കൗൺസിലിംഗ് നടത്തണം, ഹസ്ബൻഡിനെ കൗൺസിലിംഗ് നടത്തണം? അപ്പം ഇതെന്ന ചോദ്യം വരികയാണ്. അപ്പോൾ പാരൻസ് എപ്പോഴും ചെയ്യേണ്ടത് ഒരു മോഡലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം. മോഡലാവുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ നോക്കൂ, എൻ്റെ സ്വഭാവം നോക്കൂ,
ഞാൻ ചെയ്യുന്നത് നോക്കൂ. ഒരു പ്രശ്നം എങ്ങനെ സോൾവ്, നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യല്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കുട്ടിയെ കുറ്റപ്പെടുത്താറുണ്ടോ നിങ്ങളോട് ചോദിച്ചു. ഉമ്മമാർ പറയും ഞങ്ങൾ കുറ്റപ്പെടുത്താറില്ല, ഞങ്ങൾ അടിപൊളിയാണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു സെഫാലോ കോഡൽറ്റ് പ്രോക്സിമോ ഡിസ്റ്റൽ, ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് ഏറ്റവും അവസാനം ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക കയ്യിൻ്റെ വിരലിലാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഏറ്റവും അവസാനം ഡെവലപ്പ് ചെയ്യുക കയ്യിൻ്റെ വിരലാണ് എന്ന് ഞാൻ പറഞ്ഞു. കുട്ടിക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊടുത്താൽ അത് നിലത്ത് വീണ് പൊട്ടും. കുട്ടി ശ്രദ്ധ മാറുമ്പോഴേക്ക് ഗ്ലാസ് താഴെ പോകും. ആ ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞാൽ അവിടെ സംഭവിക്കുക എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ശരി, ആ ഗ്ലാസ് മുഴുവൻ അടിച്ചു വാരി കൂട്ടി വെച്ച് ആ അടിച്ചു വാരുന്ന ആ ഒരു സാധനത്തിലാക്കിയിട്ട് സിങ്കിൻ്റെ അടുത്ത് കൊണ്ട് വെക്കും അല്ലേ. ആ സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് എന്തിനാ, ഈ ഗ്ലാസ് ഒന്നും എവിടെ ഇടാൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ ഡിസ്പോസ് ചെയ്യണം. ഗൾഫിലൊക്കെ പിന്നെ നിങ്ങൾക്ക് അടുത്തേക്ക് കിട്ടാൻ മതി. നാട്ടിൽ അത് അപ്പുറത്തെ വീട്ടുകാരുടെ പറമ്പിലേക്ക് ഇടണം, നമ്മുടെ പറമ്പിൽ ഇടാൻ പറ്റില്ല, കുത്തും. അപ്പോൾ അതിന് ഹസ്ബൻഡിൻ്റെ പോകണം. അപ്പോൾ അത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഈ സാധനം അവിടെ മൂലക്കിൽ വെച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് രാത്രി ഹസ്ബൻഡ് വന്നാൽ ഒരു ചോദ്യം ചോദിക്കും, എന്താടി ഒരു ഗ്ലാസ് പൊട്ടിയത്? ഉടനെ ആ ഭാര്യ എന്തായിരിക്കും പറയാം, അതെ നിങ്ങളെ മോണ്ടല്ലോ ഒന്ന് ഇവിടെ, അവൻ പൊട്ടിച്ചു. ഇതിൻ്റെ പേരാണ് ബ്ലെയിമിങ് അല്ലേ. അയാൾ ആ ഗ്ലാസ് കൊണ്ടുപോയിട്ട് അപ്പുറത്തെ തൊടിയിലേക്ക് ഇട്ടു, പ്രശ്നം തീർന്നു. പിറ്റേ ദിവസം രാവിലെ അപ്പുറത്തെ തൊടിയിലേക്ക് ഇട്ട്, പ്രശ്നം തീർന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ പാത്രം കഴിക്കുമ്പോൾ ഈ ഫയറി ഇട്ട് പാത്രം കഴുകണം. അപ്പം നല്ല കൊഴുപ്പുണ്ടാവില്ലോ. ഒരു ഗ്ലാസ് വൈഫിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. പൊട്ടില്ലേ? വൈഫിൻ്റെ കയ്യിൽ നിന്നാണ് വീണെന്ന് ഗ്ലാസ്സിന് അറിയില്ലല്ലോ, അത് പൊട്ടി. ആരെങ്കിലും ചീത്ത പറയാ വൈഫ്? ഇല്ല. ഒന്നൊരു പ്രശ്നമില്ലാതെ സമാധാനപരമായി ആ ഗ്ലാസ്സൊക്കെ അടിച്ചു വാരി ഇതുപോലെ തന്നെ ഒരു സാധനത്തിലാക്കി അവിടെ വെക്കുമ്പോൾ ഹസ്ബൻഡ് വന്ന് ചോദിക്കും, ഇന്നും ഒരു ഗ്ലാസ് ഉണ്ടല്ലോ കുട്ടികൾ, എന്തു പറ്റി? ഉടൻ ഭാര്യ പറയുന്ന മറുപടി, അതെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. മോൻ്റെ കയ്യിൽ നിന്നോ? ടിച്ചു. നിങ്ങളെ ഓഫീസിലൊരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ ബോസ് പറയുകയാണ് നിങ്ങൾ മിസ്റ്റേക്ക് പറ്റി എന്ന് പറയുന്നതും പറ്റിപ്പോയി എന്നൊന്നും വ്യത്യാസമല്ലേ. ഒന്നിൽ ബ്ലെയിമിങ് ഉണ്ട്. കുട്ടിയോട് എന്താ പറഞ്ഞത്? 5 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണതാണോ 50 വയസ്സുള്ള ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണതാണോ പൊട്ടിച്ചു എന്ന് പറയാം? ശരിക്കും ഈ ഉമ്മല്ലേ പൊട്ടിച്ചത്? അതിനൊന്ന് ശ്രദ്ധിച്ചൂടെ? ഇത്ര വലുപ്പല്ലേ പൊത്തുപോലെ? അപ്പൊ ഉമ്മക്കല്ലേ ശ്രദ്ധിക്കണം, ചെറിയ കുട്ടി ശ്രദ്ധിക്കില്ലല്ലോ, അത് കൊച്ചുകുട്ടിയല്ലേ. പക്ഷെ ഉമ്മ പ്രയോഗിക്കുന്ന വാക്ക് പൊട്ടിച്ചു എന്നാകും. ഉറപ്പായിട്ടും അതേ യൂസ് ചെയ്യുള്ളൂ. അതെൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി എന്നൊരു ഉമ്മയും പറയില്ല. അത് പൊട്ടിച്ചു എന്നേ പറയുള്ളൂ. അതൊരു ബ്ലെയിമിങ് ആണ്. ഉടനെ കുട്ടി തെറ്റുകാരനായി. ഉമ്മാന്റെ കയ്യിൽ നിന്ന് 10 ഗ്ലാസ് വീണാലും അത് പൊട്ടിപ്പോയി, ഒരു പ്ലേറ്റ് അത് പൊട്ടിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. കണ്ടോ നിങ്ങൾ? ഇതുപോലെ നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷ, നമ്മൾ ഹസ്ബൻഡും വൈഫും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നത് നിങ്ങളുടെ കുട്ടികൾ നോക്കി കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ CCTV ഉള്ള ഒരു റൂമിൽ ബോർഡ് എഴുതി വെക്കും അല്ലേ, ക്യാമറകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് ബോർഡ് എഴുതി വെക്കും. നമ്മൾ ആ സമയത്തൊന്ന് ഡീസൻ്റ് ആവും. കണ്ടില്ലേ? നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ടതും അതാണ്. എല്ലായിടത്തും എഴുതി ഒട്ടിച്ച് വെക്കണം, കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു, ഡീസൻ്റ് ആവണം അല്ലേ. വൈഫ് വന്ന് കച്ചറൊക്കെ വന്ന സ്റ്റോപ്പ്, ആള് ശ്രദ്ധിക്കുന്നുണ്ട്, പ്രശ്നം തീർന്നു. വൈഫിന് ദേഷ്യം പിടിച്ചാൽ എന്താ സംഭവിക്കുക? 25 ദേഷ്യം പിടിച്ചാലും 30 ദേഷ്യം പിടിച്ചാലും 40 ദേഷ്യം എന്താ സംഭവിക്കുക? പൊട്ടിത്തെറിക്കും. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? പൊട്ടിത്തെറിക്കും അല്ലേ. പിന്നെ നാട്ടിൽ കിടന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ നമ്മൾ അബുദാബിക്ക് കൊണ്ടുവന്നു. ഇപ്പൊ പൊട്ടലിന്റെ ഒച്ച പുറത്തേക്ക് കേൾക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള ഒച്ച കേൾക്കായിരുന്നു. ഇപ്പൊ കുറച്ച് ഒച്ച കുറവുണ്ട്, വേറെന്താ കുറവുള്ളു അല്ലേ. അപ്പൊ കുട്ടികൾ എന്ത് കാണുന്നു? ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മോഡലിംഗ് എന്നത്. നിങ്ങൾ മൊബൈൽ ഫോൺ 24 മണിക്കൂർ നോക്കൂ. ഉമ്മ വീട്ടിലേക്ക് ഉപ്പ കയറി വന്നപ്പം ഉമ്മ പറയാണ്, നിങ്ങളിങ്ങനെ രാത്രി ആകുമ്പോൾ വീട്ടിൽ വന്നോ, നിങ്ങളുടെ മോനെ എപ്പം നോക്കിയാലും ഫോണിലാണ്. ആരാ പറഞ്ഞ്? വൈഫ് ഹസ്ബൻഡിനോട് പറയാണ്. ഉടൻ ഹസ്ബൻഡ് ബാപ്പയായി. അപ്പം ഒന്ന് ബാപ്പയാവും നമ്മൾ അല്ലേ. ഉടൻ പറഞ്ഞു അവനോട് വിളിക്കും. ഉടൻ മോൻ വന്നു. മോൻ വന്നപ്പോൾ ബാപ്പാൻ്റെ കയ്യിൽ എന്താ ഉണ്ടാവുക? ഫോണ്. ബാപ്പ മോനെ വിളിക്കുക, ഡാ ഇവിടെ വാ. എന്തുകൊണ്ടാ ഐഫോൺ കൊണ്ടാ വിളിക്കുന്നത് അല്ലേ? ഇവിടെ വാ. എന്താടാ അത്? 24 മണിക്കൂറും ഫോണില്ല പറയുമ്പോഴൊക്കെ അയാളെ കയ്യിൽ ഫോണാ. ചെറുക്കത്തുമ്പൊക്കെ നോക്കാം, മൊത്തക്കല്ല. ഇതെന്താ ഈ ബാപ്പ പറയണത്? ഇയാൾ ഇതൊന്നും നിലത്ത് വെച്ചാലല്ലേ എനിക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതില്ലാതെ ഇത് യൂസ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കേണ്ട ശരിക്കാരാണ്. ആരാ? പാരൻസാണ്. ബാത്റൂമിലേക്ക് പോലും ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാരൻറ്റിനെ കണ്ടുപഠിക്കുന്ന കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന്
അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഈ അബുദാബിയിലെ അറബികൾ നിങ്ങൾക്ക് ശമ്പളം തരേണ്ടേ കുറച്ചൊരു ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവില്ലോ. അല്ലാത്ത ആൾക്കാർ അങ്ങനെ ശമ്പളം തരില്ലല്ലോ, ഇല്ലല്ലോ അല്ലേ? ആ ബുദ്ധി വെച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കുട്ടിക്ക് എന്താണ്, എന്ത് സന്ദേശമാണ് കുട്ടിക്ക് കിട്ടുക എന്ന് ചിന്തിച്ചു നോക്ക്. അതാണ് ഈ വാഷ്റൂമിലേക്ക് എന്ന് മാത്രമല്ല, കഴിവതും നിങ്ങൾ ഈ വീട്ടിനകത്ത് നിന്ന് ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. അതിലേക്ക് ഞാൻ വരാം, ഞാൻ ഇതിൻ്റെ അവസാനത്തിലേക്ക് ഞാൻ വരാം. എൻ്റെ മോക്ക് 12 വയസ്സായി, ഇപ്പോഴും കുളി, നഖം മുറിക്കൽ എല്ലാം മടിയാണ്. 3 days എല്ലാം കഴിഞ്ഞായിരിക്കും, 3 days കുളിക്കാതിരിക്കും. പറഞ്ഞു മടുത്തു, ഇനി എന്ത് ചെയ്യണം? ഇതിന് ഏറ്റവും പ്രധാന സാധനം എന്താ അറിയുമോ? പാരൻറ്റിങ്ങിൻ്റെ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, വളർത്തൽ, മോഡലിംഗ് എന്ന് പറഞ്ഞു. ഇനി ഒരു പോയിന്റ് കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾ ചേർത്ത് നോക്ക്. അതിൻ്റെ പേരാണ് റുട്ടീൻ. എന്താ റുട്ടീൻ എന്ന് പറഞ്ഞാൽ? ദിനചര്യ. കുട്ടികളുടെ പാരൻറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഒരു ദിനചര്യ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കൽ എന്നാണ്. ഇപ്പം നിങ്ങൾ അബുദാബിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? സുബൈക്ക് എണീക്കും. ആരാ സുബൈക്ക് നിങ്ങളെ വിളിക്കാറ്? ആരും വിളിക്കൂല. അതെന്താ ആരും വിളിക്കാതെ നിങ്ങൾ എണീക്കാൻ കാരണം? അതാണ് നിങ്ങളെ റുട്ടീൻ അല്ലേ? അതാ റുട്ടീൻ. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉറക്കം വരൂലേ? വരും. അതെന്താ കാരണം? ദാറ്റ്സ് യുവർ റുട്ടീൻ. വൈകുന്നേരം ആകുമ്പോൾ അത് കഴിഞ്ഞാൽ എന്നും രാത്രി ഓടുന്ന ആരാളുള്ളത് ഇതിൽ? എക്സസൈസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അവർക്ക് വൈകുന്നേരം കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്ത് അങ്ങനെ മുട്ടും, ചെയ്തിട്ടില്ല കാലൊക്കെ വേദന. റുട്ടീൻ. നിങ്ങളെ ശരീരവും മനസ്സും നിങ്ങളോട് പറയും നിങ്ങൾ എഴുന്നേൽക്കാൻ സമയമായി എന്ന്. രാവിലെ ഞാൻ സുബൈക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ടൈമിൽ ഇത്തിരി മാറ്റമുണ്ട്. ഞാൻ സുബൈക്ക് ആരും വിളിക്കാതെ എഴുന്നേൽക്കും. ചിലപ്പോൾ ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വന്നിട്ടാണ് എന്ത് ചെയ്യുക, എൻ്റെ മോളെയും വൈഫിനെയും ഒക്കെ വിളിക്കുക. നമുക്ക് അത്രയും സമയം ഉണ്ടാവുമല്ലോ നാട്ടിൽ. പള്ളിയിൽ പോയിട്ട് അവരറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഈ അലാറത്തിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ? നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചത്. അതിനാണ് റുട്ടീൻ എന്ന് പറയുക. ഒരു കുട്ടിക്ക് ഒരു ഉമ്മയും ബാപ്പയും ഉണ്ടാക്കി കൊടുക്കേണ്ട പ്രധാനപ്പെട്ട സാധനം റൂം, AC, ഫാനല്ല, റുട്ടീനാണ്. ആ റുട്ടീനിൽ എന്തൊക്കെ വേണം? രാവിലെ എഴുന്നേൽക്കൽ, രാത്രി കിടക്കൽ, അതിൻ്റെ ഇടയിലുള്ള 5 നേരത്തെ നമസ്കാരം, അതിനിടയിലുള്ള ഭക്ഷണം, പഠിക്കാനൊരു സമയം. അപ്പോൾ ആ സമയത്ത് കുട്ടിക്ക് പഠിക്കാൻ വരണം. രാത്രി മഗ്‌രിബ് കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ ഇത്ര സമയം ഖുർആൻ ഓതണം. അത് കഴിഞ്ഞ് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ പഠിക്കാനിരിക്കണം. അത് കഴിഞ്ഞ് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഉമ്മാൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട റുട്ടീനാണ്. വീട്ടിനകത്ത് ഒരു റുട്ടീനും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിനകത്ത്. ശനിയാഴ്ച എഴുന്നേൽക്കുന്ന സമയം വേറെ. ഇന്നിപ്പോൾ നിങ്ങൾ പോയി കിടന്നാൽ നാളെ എപ്പോഴാ പൊങ്ങുക? എപ്പോഴാ പൊങ്ങുക? ഇന്ന് പോയി കിടന്നാൽ സുബൈ സ്കെച്ചാ പിന്നെയും കിടക്കും. പിന്നെ എപ്പോഴാ പൊങ്ങുക? നാളെ നേരം വെളുത്ത് ഉച്ച വരെ റോട്ടിൽ വണ്ടി ഉണ്ടാവില്ല അല്ലേ? നമ്മൾ ഉറങ്ങുകയാണ്. നല്ല സുഖമായിരിക്കും റോട്ടിൽ കൂടി പോകാൻ. നമ്മൾ ഉറങ്ങുകയാണ്. നമ്മുടെ റുട്ടീൻ അങ്ങനെയാണ്. നമ്മുടെ കുട്ടിയുടെ റുട്ടീന്, കുട്ടിക്ക് കൃത്യമായി റുട്ടീൻ സെറ്റ് ചെയ്താൽ നിങ്ങളുടെ കുട്ടി എവിടെ പോയാലും ആ റുട്ടീനിൽ പോകും. ദിനചര്യ. നിങ്ങൾ യൂറോപ്യന്മാരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ കണ്ടില്ലേ? അവർക്ക് യൂറോപ്യന്മാർക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടൊരു പോസിറ്റീവ് എന്താ? നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. നിങ്ങൾ കണ്ടൊരു പോസിറ്റീവ് എന്താ? ടൈം പങ്ക്ച്വലായിരിക്കും. നമുക്കില്ലാത്തതോ? നമ്മൾ 8 മണിൻ്റെ ക്ലാസ് തുടങ്ങുക, 8 മണിക്ക് ഇറങ്ങുക വീട്ടിൽ നിന്ന്. 8:30 തുടങ്ങുള്ളൂ അല്ലേ? 8 മണിക്കൂടെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ് സെറ്റ് എന്താ? 8:30 തുടങ്ങാൻ. കണ്ടോ നിങ്ങൾ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ജുമക്ക് നിങ്ങൾ പള്ളിയിൽ പോകാറുണ്ടല്ലോ അല്ലേ? നിങ്ങൾ അത് 1:15 ജുമ 1:25 ആകുമ്പോൾ നിങ്ങൾ കരുതാറില്ലല്ലോ. എന്താ? അത് കൃത്യം നടക്കുന്നതുകൊണ്ടാണ് അല്ലേ? ഒരു ജർമ്മൻ കമ്പനി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ബോസ് മീറ്റിംഗ് വെക്കുക എങ്ങനെയാണ്? നമ്മൾ മീറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? 10, 10:30, 11, 11:30. ജർമ്മൻ കമ്പനിക്കാർ മീറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? 8:52. അയാളങ്ങനെ മീറ്റിംഗ് വെക്കുക. 8:52. മീറ്റിംഗ് ടൈം ഈസ് 8:52. ആ സമയത്തോ 8:52 മീറ്റിംഗ് വെക്കണമെങ്കിൽ അയാൾ 8:45 അവിടെ എത്തും ബോസ്. എന്നിട്ട് വാച്ച് നോക്കി അങ്ങനെ ഇരിക്കും. 8:52 തുടങ്ങിയ ഗുഡ് മോർണിംഗ് ആണ് മീറ്റിംഗ് തുടങ്ങി. നമ്മൾ 9:30 ആകുമ്പോൾ ഇനി ആരെയും വരാനുണ്ടോ? ഒന്ന് വിളിച്ചു നോക്ക്, മൂപ്പരോട് എത്തിയെന്ന് വിളിച്ചു നോക്ക് അല്ലേ? അയാളെങ്ങനെയാണ്? അപ്പോൾ ഈ പങ്ക്ച്വാലിറ്റി, റെഗുലാരിറ്റി, ഇതൊക്കെ നമ്മൾ യൂറോപ്യൻസിൻ്റെ കയ്യിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ക്വാളിറ്റീസാണ്. ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്തത് യൂറോപ്യൻസിനുണ്ട്. അവർ നിങ്ങൾ നോക്കൂ, ഈ കോർണിഷിലൂടെ എക്സസൈസ് ഏറ്റവും കൂടുതൽ ചെയ്ത് ഓടേണ്ടവരാ നമ്മുടെ ആൾക്കാരാ അല്ല, അവരുടെ റുട്ടീൻ്റെ ഭാഗമാണത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഇംഗ്ലീഷുകാർ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പോകുമ്പോൾ വലിയ വള്ളം ചാടി നടക്കും. നമ്മളെല്ലാം മന്തിയും കൂടി വലിച്ചു വാരി കയറ്റി ഒരു എക്സസൈസും ചെയ്യാതെ നടക്കും. ഒന്നുമില്ല. വലിച്ചു വാരി കയറ്റിനല്ലോ കുറവുണ്ടോ? അതുമില്ല.
കേട്ടോ. അവർ ഫുഡ് വളരെ എല്ലാത്തിനും പങ്ക്ച്വലാണ്. കൃത്യസമയത്ത് അവർ ചായ കുടിക്കും, ഭക്ഷണം കഴിക്കും, കാര്യങ്ങൾ ചെയ്യും, എക്സസൈസ് ചെയ്യും, എവറിത്തിങ് പങ്ക്ച്വൽ. നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനമാണ്. നമ്മൾ വീട്ടിനകത്ത് കുട്ടിക്ക് ഈ പങ്ക്ച്വാലിറ്റി ഉണ്ടാക്കി കൊടുക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും ഈ കുട്ടി ഇങ്ങനെ തന്നെയാണെങ്കിൽ ആ കുട്ടിക്ക് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് ആ കുട്ടി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞത്, ഈ കുട്ടി ഒന്നും ഒരു റുട്ടീൻ അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും സ്നേഹിച്ചിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് ഈ കുട്ടി ഇങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ചെറിയൊരു പ്രോബ്ലത്തിനുള്ള സാധ്യതയുണ്ട്. ആ പേഴ്സണാലിറ്റി ഡിസോർഡർ കുട്ടി കാണിക്കുക 10 to 15 ആണ് കുട്ടി അതിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുക. ഗേൾസ് ആണെങ്കിൽ, ബോയ്സ് ആണെങ്കിൽ ഒരു 13 to 16 ഒക്കെ ആകുമ്പോഴാണ് കാണിച്ചു തുടങ്ങുക. ഗേൾസിന് ഒരു മെൻസ്ട്രേഷനൊക്കെ തുടങ്ങുന്ന സമയം മുതൽ ഈ ഡിസോർഡർ അവർ കാണിച്ചു തുടങ്ങും. അപ്പോൾ അവരെയും ഇതേപോലെ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കണം. ഇനി കുട്ടികളിൽ കാണുന്ന OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനെ കുറിച്ച് പറയണം. പിന്നെ അതാണ് ഒരു ചോദ്യം. ഇനി OCDയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ ഒരുപാട് പറയണം. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നാണ് OCDക്ക് പറയുക. ഒബ്സഷൻ, കമ്പൽഷൻ, രണ്ട് സാധനമാണ്. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് തോട്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഒബ്സഷൻ. കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായി ചെയ്യുക. എൻ്റെ കൈ കഴുകി വൃത്തിയായില്ല എന്ന് തോന്നി വീണ്ടും കഴുകി, വൃത്തിയായില്ല എന്ന് തോന്നി ആ തോന്നലാണ് ഒബ്സഷൻ എന്ന് പറയുക. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് കമ്പൽഷൻ എന്ന് പറയുക. ഇതിൽ OCD ഉള്ള ആളുകൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സ്ത്രീകളിലാണ്. ജെൻസിനും കാണപ്പെടും, പക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സ്ത്രീകൾക്കാണ് OCD. സ്ത്രീകളിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുക മുസ്ലിങ്ങളിലാണ്. കാരണം ഈ വൃത്തിയുമായിട്ടാണ് ഈ OCDക്ക് വലിയ ബന്ധം ഉണ്ടാവുക. മൂത്രം ഒഴിച്ചാൽ തെറിച്ചോ തോന്നുക, ഒന്നും എടുത്താൽ ശരിയായില്ല എന്ന് തോന്നുക, നിസ്കരിച്ചാൽ അത് ക്ലിയർ ആയില്ല തോന്നുക, ഇങ്ങനത്തെ തോന്നലുകൾ. ഇത് മറ്റു സമുദായത്തിലുള്ള മറ്റു മതക്കാർക്ക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പക്ഷേ അവർക്കും OCD പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ OCDയിൽ രണ്ട് സാധനം പറഞ്ഞു, ഒബ്സഷൻ, കമ്പൽഷൻ എന്ന് പറഞ്ഞു. ഈ ഒബ്സഷൻ ചില ആളുകൾക്ക് വളരെ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചിന്തയിൽ വസ്വാസ് ഉള്ളവർ, പ്രവൃത്തിയിൽ വസ്വാസ് ഉള്ളവർ, രണ്ട് ടൈപ്പ് ആളുകൾ. ചില ആൾക്കാർക്ക് പ്രവൃത്തി ഉണ്ടാവില്ല, നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടൂല. ശരിയായിണോ ഇല്ലേ, തെറ്റിയോ, എന്തായി, ഒന്ന് പോയിരുന്നോ, അത്തയ്യാത്ത് ഞാൻ ചെയ്തില്ല, ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അവർ റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യില്ല, അവരുടെ ചിന്തയിലാണ് വസ്വാസ് ഉള്ളത്. ചില ആൾക്കാർ ചിന്തിക്കുക മാത്രമല്ല, കാര്യങ്ങൾ നിസ്കരിക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അല്ലാഹു അക്ബർ, പിന്നെ കഴിച്ച അല്ലാഹു അക്ബർ കെട്ടിക്കൊണ്ടേയിരിക്കും. ഒന്നെടുത്താൽ അവർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഇരിക്കുന്ന ഓഫീസുണ്ട്, ക്ലിനിക്കുണ്ട് രാമനാട്ടുകരയിൽ കോഴിക്കോട്. അവിടെ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ പള്ളിയിൽ പോകും. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയാണ് അതിൻ്റെ അടുത്തുള്ളത്. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ സലഫി പള്ളികളൊന്നുമില്ല, ജമാഅത്തെ ഇസ്ലാമിൻ്റെ പള്ളിയിൽ പോകും. ഈ പള്ളിയിലേക്ക് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓൾറെഡി പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും. നമ്മൾ ബാങ്ക് കൊടുത്തിട്ടാണ് ഇറങ്ങുക, അതൊന്ന് നോക്കിയാൽ കാണുന്ന ദൂരം പള്ളി. ബാങ്ക് കൊടുത്തിറങ്ങിയ ഒന്നും എടുത്ത് കയറുമ്പോഴേക്ക് നിസ്കാരം തുടങ്ങാനുള്ള സമയം ഉണ്ടാവും. ഞാൻ പള്ളിയിൽ എത്തുമ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടാവും, അയാൾ പള്ളിയിൽ വന്നിട്ടുണ്ടാവും. ഞാൻ എത്തുന്നതിന് 5 മിനിറ്റ് മുമ്പ് പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും. അയാൾ ഹൗലിൽ നിങ്ങൾക്ക് അറിയാലോ, ഹൗലിൽ നിന്നാണ് ഒന്നു എടുക്കുക. ഇയാളിങ്ങനെ വന്നിട്ട് 2 കൈ കൊണ്ട് വെള്ളം ഇങ്ങനെ തട്ടും, തട്ടി ഒരു വെള്ളം കോരിയെടുക്കും. ആ കോരിയെടുത്തിട്ട് പിന്നെ നിങ്ങൾ നിന്നിട്ട് അതവിടെ തന്നെ ഇടും, വീണ്ടും തട്ടും. ഞാൻ 3 റക്അത്ത് മഗ്‌രിബ് നിസ്കരിച്ച് അതിൻ്റെ സുന്നത്ത് നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇയാൾ വെള്ളം തട്ടുണ്ടാവും. നിസ്കാരം കഴിഞ്ഞ് 5 മിനിറ്റ് മുമ്പേ പള്ളിയിൽ വന്നൊരു മനുഷ്യനെ അയാൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും സ്റ്റാർട്ടായിട്ടില്ല, അയാൾ അപ്പോഴും ഈ വെള്ളം തട്ടാണ്. ഒരിക്കൽ ഞാൻ അയാളുടെ അടുത്ത് ചെന്നു, അയാൾ പറഞ്ഞു, നോക്കൂ ഇതൊരു പ്രശ്നമാണ്. അയാൾ എന്നോട് ചൂടായി, എന്ത് പ്രശ്നം, ഒന്നും എടുക്കണ്ടേ മനുഷ്യന് എന്നാ ചോദിച്ചു. ഞാൻ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ഇനി ഒന്നും എടുത്തില്ലേ, കിട്ടണ്ടേ, അയാൾക്ക് നല്ല വെള്ളം കിട്ടില്ല. അയാൾ വെള്ളം ഇങ്ങനെ തട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇടിത്ത വെള്ളം നല്ലത് അതെടുത്തോണ്ടിരിക്കുകയാണ്. തട്ടി ഇയാൾക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇയാൾക്കൊരു പ്രശ്നമുണ്ട്. എന്നിട്ട് കുറേ നേരം എപ്പോഴാ ഉതിർക്ക്, ഞാൻ മിക്കവാറും പുള്ളിയെ കാണും. ഓട്ടോറിക്ഷ ഡ്രൈവർ ആയതുകൊണ്ട് എപ്പോഴും ആ പള്ളിയിൽ പുള്ളി ഉണ്ടാവില്ല. അയാൾ ഓട്ടം പോകുന്ന സമയത്ത് നിസ്കരിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ ഇയാൾക്ക് ഈ OCD ആണ് ഈ സാധനം. ഇതിങ്ങനെ ഈ വെള്ളം തട്ടി അതിൻ്റെ അടിയിൽ നിന്ന് അവിടെ ടാപ്പൊക്കെ ഉണ്ട്, ടാപ്പ് ഒന്ന് ഉതിർത്താൽ മതി. അയാൾ പക്ഷേ ഈ ഔതൊന്നേ ഒതുർക്കുള്ളൂ. എന്നിട്ട് ഒരു ദിവസം ഒതെടുത്ത് വെള്ളം കിട്ടി, ഒതെടുത്ത് എന്നിട്ട് പിന്നെ എന്താ കൈ 3 പ്രാവശ്യം കഴുകണം. അപ്പം നനഞ്ഞണോന്നൊരു സംശയം. അപ്പോൾ ഇയാളെന്താ ചെയ്യാൻ തരാം, ഹൗദിലേക്ക് മുക്കും എന്ന് പറഞ്ഞാൽ ഇത്രയും മുക്കും. എന്നിട്ട് മുക്കി പിടിക്കും, കൈ നനഞ്ഞെന്ന് ഉറപ്പുവരുത്തി എടുക്കും. 1 2 നോക്കും, 3
വലത്തെ കൈ രക്ഷപ്പെട്ടു, ഇനി അടുത്ത കൈ ബാക്കിയുണ്ട്. എത്ര ബുദ്ധിമുട്ട്! ഇതെന്താ സംഭവിക്കാന്നറിയോ നിങ്ങൾ? ഇയാൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ നിസ്കാരം ഒഴിവാക്കും. കാരണം ഒരുപാട് സമയവും ഒരുപാട് എഫേർട്ടും ഒക്കെ നിസ്കാരത്തിന് എടുക്കും. നിസ്കാരം ഒഴിവാക്കും, വലിയ ബുദ്ധിമുട്ടാവും. അപ്പോഴാണ് ഇത് പ്രശ്നമായി മാറുക. ഈ സ്ത്രീകൾക്കൊക്കെ അങ്ങനെയാണ് കണ്ടോ. ഈ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പോലും പ്രശ്നമായി കൗൺസിലിങ്ങൾക്ക് വരെ അങ്ങനെയാണ്. കാരണം എന്താ, ഈ സെക്ഷൽ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നമാണ് സാറേ, ഇവള് തീരെ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് കൗൺസിലിങ്ങിന് വരിക. സംസാരിച്ച് നോക്കുമ്പോൾ വൈഫിന് വസ്വാസമാണ്. കാരണം എന്താ, സെക്ഷൽ റിലേഷൻഷിപ്പ് തന്നാൽ പിറ്റേന്ന് കുളിക്കണം. ഈ പെണ്ണ് സുബൈൻ്റെ മുമ്പ് എണീച്ച് കുളിക്കാൻ തുടങ്ങിയാൽ ലോഹറിനെ തീരൂ. അപ്പോൾ ഈ പെണ്ണ് ഇതിന് സമ്മതിക്കൂല. അപ്പോൾ ഈ ഹസ്ബൻഡിന് പ്രശ്നമാവും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഈ OCDക്ക് ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളിൽ തന്നെ ഈ OCD കാണും. ഇനി ഇത് എന്തിനാ ട്രീറ്റ്മെൻറ്റ് എന്താ? അടുത്ത് എന്താ പറയുക അറിയോ, ഇസ്ലാമിക് ആയിട്ടുള്ള ആരെങ്കിലും കാണണം. ഇപ്പോൾ ഈ സെലഫികളല്ലാത്ത ആളുകൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കയ്യിൽ 5 ചരട്, അരയിലൊരു ഉറുക്ക്, അല്ലേ? പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കണ്ട് എന്തെങ്കിലും സാധനം കൊടുക്കലൊക്കെ ആയിട്ട് അവരങ്ങനെ അങ്ങ് പോകും. നമ്മളെ തേടി നടക്കുന്നത് ഇസ്ലാമിക് ആയിട്ടുള്ള ആരെയും കാണണം. എൻ്റെ ഒതു പ്രശ്നമുണ്ട്, ഒതു അല്ല പ്രശ്നം, OCD ആണ്. അതിന് വേണ്ടത് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ SSRI എന്നാണ് ആ ടൈപ്പ് ഓഫ് മെഡിസിന് പറയുക. സിലക്റ്റീവ് സിറോട്ടോണിൻ റീഅപ്റ്റേക്ക് ഇൻഹിബിറ്റർ എന്ന ടൈപ്പ് ഓഫ് മെഡിസിൻ ഉപയോഗിച്ച്, അതായത് സൈക്യാട്രിയിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഉണ്ട്. ഈ മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ ബ്രാഞ്ചുകളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ പരീക്ഷണങ്ങളും മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ രോഗത്തിനും അവർ കൃത്യമായ മെഡിസിൻ ഉണ്ട്. ക്ലിയർ? ഈ മെഡിസിൻ ഉള്ളതുപോലെ തന്നെ സൈക്യാട്രി, പണ്ടൊക്കെ സൈക്യാട്രി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മരുന്ന് കൊടുത്ത് സെഡേറ്റ് ചെയ്ത് ഉറക്കാണ്. ഒരാൾക്ക് സൈക്യാട്രി ഉറക്കാണ്. ഇപ്പോൾ ഉറക്കമൊക്കെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാറ്റിനും മെഡിസിൻ ഉണ്ട്. ഇപ്പോൾ OCD എന്ന് പറഞ്ഞ് ഡോക്ടറെ കണ്ടാൽ ഡോക്ടർ അതിന് കൃത്യമായിട്ട് OCD മാറാനുള്ള മെഡിസിൻസ് തരും. ആ മെഡിസിൻ്റെ കൂടെ ഒരു കൗൺസിലിങ്ങും കൂടി ഉണ്ടെങ്കിൽ OCD പോലത്തെ രോഗങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഇത്തരം OCDകൾ വരുമ്പോൾ നിങ്ങൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. അത് ഏർലി സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ പെട്ടെന്ന് മാറുന്ന അസുഖമാണ്. ഇനി എന്തുകൊണ്ട് വൈ OCD? അതിൻ്റെ ആൻസർ ഹെറിഡിറ്ററിയാണ്. അതിൻ്റെ ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റേജ് അതിൻ്റെ കാരണങ്ങളിലൊന്ന്. ഏതെങ്കിലും കുടുംബത്തിൽ OCD ഉണ്ടെങ്കിൽ അത് കുട്ടികളിലും വരും. അത് വരുന്നത് കാണുമ്പോൾ ഞാൻ ഒരു ചെറിയ കേസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരി, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ തലശ്ശേരി ഭാഗത്തൊരു പ്രോഗ്രാമിന് പോയി. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ എന്നെ പിന്തുടർന്ന് ഒരു മനുഷ്യൻ വന്നു. ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പം അയാൾ എന്നെ ആ പള്ളീൻ്റെ പുറത്തുനിന്ന് പിടിച്ചിട്ട് പറഞ്ഞു, സാർ എത്ര തിരക്കുണ്ടെങ്കിലും എനിക്കൊരു 5 മിനിറ്റ് തരണം. അയാളെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സാഡാണ്. അയാളെ ചോദ്യം കേട്ടാൽ തന്നെ നമ്മളെ എത്ര തിരക്കുണ്ടെങ്കിലും സമയം കൊടുക്കും. അപ്പോൾ ഞാൻ അയാളെ കയ്യും പിടിച്ചിട്ട് ഒരു മൂലക്കിലേക്ക് മാറി നിന്നപ്പോൾ അയാളെ ശരിക്കും കണ്ണിൽ വെള്ളം നിറച്ചിട്ട് അയാൾ പറഞ്ഞു, സാർ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എനിക്ക് സാറിൻ്റെ ഒരു അഡ്വൈസ് വേണം. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? അപ്പോൾ അയാൾ പറഞ്ഞു, സാറേ എൻ്റെ വൈഫ് 8:30 മണിയാകുമ്പോൾ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറും. 8:30 മണിക്ക് 2 മണിക്കൊക്കെയാണ് അവൾ പുറത്തിറങ്ങുക. കുളിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുക. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ മോട്ടോറിന് സ്വിച്ച് ഇട്ടിട്ടുണ്ടാവും, വെള്ളം തീർന്നിട്ടുണ്ടാവും. ഒരാനയെ കുളിപ്പിക്കാൻ എത്ര വെള്ളം വേണം? വെള്ളം അങ്ങനെ തീരെയാണ്. അപ്പം ഈ പെണ്ണ് ഇറങ്ങുമ്പോൾ അവളുടെ കാലിൻ്റെ ഇടയിലുള്ള ഈ ഭാഗത്തൊക്കെ വൈറ്റ് കളറായി ഉണ്ടാവും. വെള്ളത്തിൽ ഇങ്ങനെ നിന്നിട്ട് ഇതെല്ലാം കൂടി അലിഞ്ഞു പോയിണ്ടാവും. എന്നിട്ട് ഈ പെണ്ണിനൊരു സ്മെല്ല, എപ്പോഴും നനഞ്ഞിട്ട് ഈ പെണ്ണിനൊരു സ്മെല്ലാണ്. അപ്പോൾ ഇയാളത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇയാൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അയാളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറേ, ഈ പെണ്ണാണെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ല. ഇവൾക്ക് OCD ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവൾ ഭർത്താവിനോട് പറയും, നിങ്ങൾക്ക് വൃത്തിയില്ല, നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് കുളിച്ച് വരും, അങ്ങനെ കുളിക്കരുത് എന്നാ പറയാം. അപ്പോൾ ഈ പെണ്ണ് ട്രീറ്റ്മെൻറ്റ് തയ്യാറല്ല. ഇയാൾ പിന്നെ കാണാൻ വന്നത് എന്തിനറിയോ? ഇയാൾക്ക് ട്വിങ്സാണ്, മക്കള് ട്വിങ്സാണ്. 2 കുട്ടികളേ ഉള്ളൂ. ഒറ്റ പ്രസവം അവൾ പ്രസവിച്ചിട്ടുള്ളൂ. അതിനെ പ്രസവിപ്പിക്കാൻ ഇയാളും പ്രസവിക്കാൻ അവളും പെട്ട പാടുകൊണ്ട് പിന്നെ അയാളതിന് മെനക്കെട്ടിട്ടില്ല. ഈ പെണ്ണിന് ഈ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരു പ്രസവം പ്രസവിച്ചതിൽ ഡബിളാണ്, ഇരട്ട കുട്ടികളാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചാൽ 2 കുട്ടികളെ കിട്ടിയല്ലോ. ഈ 2 പെൺകുട്ടികളാണ്. ഇപ്പം എന്താ പ്രശ്നം എന്നറിയോ? ആ വീട്ടിൽ ആകെ ഉള്ളത് 3 ബാത്റൂമാണ്. നേരം വെളുത്താൽ 3 ബാത്റൂമിലും 2 പെൺകുട്ടികളും ഭാര്യയും കയറി വാതിലടയ്ക്കും. ഇയാൾ പുറത്ത് ഇങ്ങനെ നിൽക്കുക, വിളി ഇങ്ങനെ കേൾക്കും, മോട്ടോർ സ്വിച്ചിടുക. അപ്പോൾ ഇയാൾ കണ്ണിൽ വെള്ളം നിറച്ച് പറയണം എന്നോട്, സാറേ ഞാൻ വൈഫിൻ്റെ പ്രശ്നം അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ എൻ്റെ മക്കൾ ഇതിലേക്ക് വന്നു, ഞാൻ എന്ത് ചെയ്യും? ഒറ്റ കാര്യമുള്ളൂ, ട്രീറ്റ്മെൻറ്റ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ. ഇതിന് വേറൊരു ഓൾട്ടർനേറ്റീവ് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടൊന്നും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു സാധനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും, ഞാൻ 2 കാര്യം കുട്ടികൾക്ക് വരുന്നത് പറഞ്ഞു. ഒന്ന് പേഴ്സണാലിറ്റി ഡിസോർഡർ,
അല്ലെ PD എന്ന് പറയും. ഒരുപാട് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. 2 OCD പോലത്തെ സാധനം. ഇതൊക്കെ കുട്ടികളിൽ നിങ്ങൾ കണ്ടാൽ ഏർലി ടൈമിൽ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യണം. ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ പറഞ്ഞു, ഗേൾസിന് ഇത് കാണുക ബിറ്റ്വീൻ 10 to 15 ആണ്. 10 മെൻസസ് തുടങ്ങാൻ സമയമാകുന്ന സമയം മുതൽ ഇതിങ്ങനെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും കുട്ടി. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ നടത്തി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണം. അതൊന്നും നമ്മുടെ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളല്ല. ശരി, അപ്പോൾ ഗേൾസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ലേഡീസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ആ, ചോദിച്ചോളൂ. മോനെ 15 വയസ്സാണ്. നമ്മൾ ഈ പ്രായം 9 തന്നെ നമ്മൾ ഇപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി എല്ലാ സമയത്തും പറയാറില്ല. ഇപ്പം നമസ്കരിക്കും, ഇവൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വീണ്ടും OCD ഉണ്ടാവും. നമ്മളൊരു യാന്ത്രികമായിട്ട് ചെയ്യും. അതെ അതെ, അതാണ് പ്രശ്നം. ഇതൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് കേസുകളാണ്. അത് എന്താണ് ആ കുട്ടിയുടെ ഫീലിംഗ് എന്ന് നോക്കണം. റിപ്പീറ്റ് ചെയ്യുക എന്നത് OCDയുടെ ലക്ഷണങ്ങളിലൊന്നും. ഞാൻ പറഞ്ഞ ഒബ്സഷൻ ഉണ്ടാവും ആ കുട്ടിക്ക്, കമ്പൽഷൻ കുറവായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് കേസുകളാണ്. ഓക്കെ, പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഏരിയ ഞാൻ പറയാനുണ്ടോ? എന്താ കുപ്പിന്ന് വന്ന ഭൂത? എന്ത് ചോദിച്ചാലും കിട്ടുന്നത് ജിം ബൂം ഭ മനസ്സിൻ്റെ. ശരി, ഓക്കെ, ഞാൻ ഇനി അതിലേക്ക് വരാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അവസാനിപ്പിക്കും. ഇനി ഉണ്ടോ? ഇനി ആ ഭാഗത്തേക്ക് പോകണ്ട, ഞാൻ അങ്ങോട്ട് പോകണ്ട. 3 മക്കളെയും ഒരുപോലെ നമ്മൾ വളർത്തുന്നു. ബട്ട് മൂത്തയാളുടെ കംപ്ലൈൻറ്റ് ഇളയാളെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്നതാണ്. എന്ത് പറഞ്ഞാലും ലാസ്റ്റ് എത്തുന്നത് ഇതിലാണ്. ഇനി ഇതൊരു പ്രശ്നമാണ്. നോക്കൂ, ഞാൻ നേരത്തെ സ്നേഹം എന്ന് എഴുതി അല്ലേ? സ്നേഹം എന്ന് എഴുതി. സ്നേഹം, റൈറ്റ്. കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? എന്ത് ചോദ്യമല്ലേ? എന്ത് ചോദ്യമാണ്? കുട്ടികളെ സ്നേഹിക്കുക, നമ്മൾ ആരെ സ്നേഹിക്കുക? നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. സ്നേഹിക്കുന്നു എന്ന് കുട്ടി അറിയണം. എക്സ്പ്രസ് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളെ കുട്ടി അറിയണം. എൻ്റെ ഉപ്പ എന്നെ സ്നേഹിക്കുന്നു എന്ന് കുട്ടി അറിയണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ മൂത്ത കുട്ടിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ഈ ഇപ്പം എഴുതി തന്ന മൂത്ത കുട്ടിയെ ഉപ്പയും ഉമ്മയും സ്നേഹിക്കുന്നുണ്ട്, ഡെഫിനറ്റ്ലി സ്നേഹിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സ്നേഹം കിട്ടിയ കുട്ടി മൂത്ത കുട്ടിയായിരിക്കും, ഒരു സംശയം വേണ്ട. കാരണം ആദ്യമായിട്ട് കിട്ടിയ മുതലാ അത്. അതിനങ്ങ് സ്നേഹിച്ച് കൊന്ന് എല്ലാം വാങ്ങി കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു 3 തരം കുട്ടികളുണ്ടാവും. മൂത്ത കുട്ടി, ഇളയ കുട്ടി, നടുവിലെ കുട്ടി അല്ലേ? ഞാൻ നടുവിലെ കുട്ടിയാണ്. റെഡി? എനിക്കെന്താ സംഭവിക്കുക? നടുവിലെ കുട്ടിക്ക് എന്താ സംഭവിക്കുക? മൂത്ത കുട്ടിക്ക് എല്ലാം പുതിയത് വാങ്ങിക്കൊടുക്കും അല്ലേ? എൻ്റെ ഉമ്മ സൈക്കിള് വാങ്ങിക്കൊടുക്കുക എൻ്റെ കാക്കക്ക. എനിക്ക് കാക്കുണ്ട്, ബ്രദറുണ്ട്, എൽഡർ ബ്രദറുണ്ട്. കാക്കക്ക് വാങ്ങിക്കൊടുക്കും സൈക്കിള്. എന്നിട്ട് ഉമ്മ എന്താ പറയാന്നറിയോ? സൈക്കിൾ ചെറുതായി, ഇനി എനിക്ക്. സൈക്കിള് ചെറുതായതല്ല, എൻ്റെ കാക്ക വലുതായതാണ്. സൈക്കിള് ചെറുതാവില്ലല്ലോ. അപ്പം എൻ്റെ ഉമ്മൻ്റെ ഭാഷ എന്താ പറയുക? സൈക്കിൾ ചെറുതായി, ഇനി അത് അവന് കൊടുക്കുക. അപ്പം ഞാൻ ഏത് സൈക്കിളാണ് ചവിട്ടുക? പെടലൊക്കെ പോയാൽ എൻ്റെ കാക്ക ചവിട്ടി നാശാക്കിയ സൈക്കിൾ ഞാൻ ചവിട്ടും. കാക്കക്കോ പുതിയത് വാങ്ങും അല്ലേ? അപ്പം എനിക്ക് പഴയത്. അങ്ങനെ കാക്ക പുതിയ സൈക്കിൾ ചവിട്ടി തുടങ്ങുമ്പോൾ പിന്നെ സൈക്കിൾ ചെറുതാവും. അപ്പം ഞാൻ അടുത്തായിരിക്കാം. എൻ്റെ ഉമ്മാക്ക് 4 മക്കളാണ്. 4 മക്കളാണ്. മൂത്തത് കാക്ക, രണ്ടാമത്തത് ഞാൻ, പിന്നെ മൂന്നാമത്തത് എനിക്കൊരു അനിയനുണ്ട്, 4മത്തത് എനിക്കൊരു പെങ്ങളുണ്ട്. ഏറ്റവും ചെറുത് പെങ്ങളാണ്. ശരി, കാക്ക ഉണ്ടായി. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? എല്ലാ കാക്കക്ക് വാങ്ങും. കാക്കൻ്റെ ട്രൗസർ കീറിയാൽ അത് മൂട് തുന്നി എനിക്കട്ടിര. അന്ന് അങ്ങനെയാണല്ലോ അല്ലേ? ഈ കുട്ടികൾക്ക് അപ്പിടാൻ വേണ്ടി ഒരു പോട്ടി വാങ്ങും. നിങ്ങൾക്കറിയാലോ സാധനം, പോട്ടി പറഞ്ഞ സാധനം. എൻ്റെ കാക്കക്ക് അപ്പിടാൻ ഒരു പോട്ടി വാങ്ങി. കാക്ക അതിൽ അപ്പിട്ട് കഴിഞ്ഞതിൻ്റെ ചുമ്മാ പോട്ടി കഴുകി വൃത്തിയാക്കി പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കെട്ടി റാക്കിൻ്റെ മുകളിൽ വെച്ചു. എന്തിന്? ഞാൻ അപ്പിട്ടതുപോലെ സെക്കൻഡ് ഹാൻഡ് പൊട്ടിയില്ല. നിങ്ങളങ്ങനെ തന്നെയല്ലേ? സാരല്ലേ സാർ, നമ്മളൊക്കെ തുല്യ തുക്കി തരാം. മക്കളെ കാര്യമല്ലേ? ശരി. ഇപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടില്ലേ? ഇപ്പോൾ ആലോചിക്കുന്നു അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാൻ അപ്പിട്ട് കഴിഞ്ഞേരെ ആ പോട്ടി ഉമ്മ വീണ്ടും കഴുകി തുറച്ച് വൃത്തിയാക്കി റാക്കിൻ്റെ മുകളിൽ കയറ്റി. ആർക്ക് വേണ്ടിയാ? എൻ്റെ അനിയനും നടുവിലുള്ള ആളല്ലോ. എനിക്ക് 4 മക്കളാണല്ലോ ഉമ്മക്കും ഉമ്മക്കും.
അങ്ങനെ 3 ആൺകുട്ടികൾക്ക് ശേഷം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആറ്റുനോറ്റ് ഒരു പെൺകുട്ടി പറന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അനിയൻ അപ്പിട്ട പോട്ടി അപ്പോഴും റാക്കിൻ്റെ മുകളിലുണ്ട്. പക്ഷെ ഇത് മോളാണല്ലോ, പെൺകുട്ടിയാണല്ലോ. പിന്നെ അവസാനത്തെ കുട്ടിയാണെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ. എൻ്റെ മോക്ക് നിങ്ങൾക്ക് അറിയോ, എൻ്റെ അനിയത്തിക്ക് മുയൽ പോലത്തെ ഒരു പൊട്ടി, 2 ഭാഗത്തും പിടിക്കാനുള്ള പിടിയൊക്കെ ഉണ്ട്. ഞാനൊന്നും പിടുത്തമിട്ടാണ് അപ്പിട്ടത്, പിടിക്കാൻ പോലും സ്ഥലമില്ല. അനിയത്തിക്കോ എന്നിട്ട് അവൾ അതിൻ്റെ മുകളിൽ കളിച്ചൊക്കെ അപ്പിട്ട് അവൾക്ക് പുതിയത്, എല്ലാം പുതിയത്. അപ്പൊ ചെറുതിന് പുതിയത് കിട്ടി, വലുതിന് പുതിയത് കിട്ടി, നടുവിലുള്ളതിനൊക്കെ എങ്ങനെ? ഇതാ പ്രശ്നം. പക്ഷെ സൈക്കോളജിയിൽ ബർത്ത് ഓർഡർ തിയറിയിൽ പറഞ്ഞൊരു സാധനമുണ്ട്, ഏറ്റവും നല്ല പേഴ്സണാലിറ്റികൾ നടുവിലുള്ള കുട്ടികളായിരിക്കും. ഈ മൂത്ത കുട്ടികൾക്ക് ഒരു മാനേജർ സ്വഭാവമായിരിക്കും. കാരണം അവർക്ക് അനുസരിപ്പിച്ചേ പരിചയം ഉണ്ടാവുള്ളൂ, അനുസരിക്കാൻ ആരുമില്ലല്ലോ അല്ലേ. ഉമ്മ പറയും മോനെ ആ സാധനം കണ്ട് എടുക്കുന്നു, ഉടനെ ആ ചെറുക്കൻ അവിടെ പോയി ഡേ അതിനെടുത്താ കാക്കല്ലേ അല്ലേ. ചെറിയ കുട്ടികളുടെ കുഴപ്പം എന്താ? അനുസരിച്ച് മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ, അനുസരിപ്പിക്കാൻ ആരും ഇല്ലല്ലോ. എടുക്കടാന്ന് പറയാൻ പറ്റില്ലല്ലോ, ചെറുതല്ലേ. ബാക്കി എല്ലാവരും പറഞ്ഞത് കേട്ട് അതിനനുസരിച്ച് മാത്രമേ പരിചയം. നടുത്ത കുട്ടികൾക്കുള്ള ഗുണം എന്താ? അനുസരിച്ചു പരിചയമുണ്ട്, അനുസരിപ്പിച്ചു പരിചയമുണ്ട് ഉണ്ടോ. നടുവിലത്തെ കുട്ടികളുടെ പേഴ്സണാലിറ്റി നല്ല പേഴ്സണാലിറ്റി ആയിട്ട് വളരും എന്നാണ്. ഈ മിക്കവാറും നിങ്ങളൊക്കെ കാക്കാരെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. കാക്കാരെ കുറിച്ച് അല്ലേ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും അപ്പോൾ പ്രശ്നമാണ്. കാക്കനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ താഴെ എന്നോട് പറഞ്ഞു പ്രശ്നമില്ല. നടുവിലുള്ള കാക്ക പൊട്ടിത്തെറിക്കും. അവിടെ ചെറുത് കല്യാണമൊക്കെ കഴിച്ചാൽ ഭയങ്കര രസമാണ്. നമ്മൾ ഈ കൗൺസിലിങ്ങിനൊക്കെ ഒരു ആദ്യം ബർത്ത് ഓർഡറാണ് നോക്കുക അല്ലേ. ഒരു കുടുംബത്തിലെ മൂത്ത ചെറുക്കൻ വേറൊരു കുടുംബത്തിലെ ഏറ്റവും ചെറിയ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങളെ ഭാര്യയെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയോ. നിങ്ങൾ മൂത്ത മകനാണ്, നിങ്ങളെ ഭാര്യ വേറെ കുടുംബത്തിലെ ഇളയ പെൺകുട്ടിയാണ്, എന്ത് സംഭവിക്കുക? നിങ്ങളിങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും, അവളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ. ഇനി വേറൊന്ന് ചിന്തിച്ച് നോക്ക്, ഒരു കുടുംബത്തിലെ ചെറിയ ആൺകുട്ടി വേറൊരു കുടുംബത്തിലെ ചെറിയ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, എന്താ സംഭവിക്കുക? ഓരോ ബെഡ്റൂമിനകത്ത് ഒരു ഓഫീസ് തുറക്കേണ്ടി വരും, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ. രണ്ടാളും പറയും എന്താ ചെയ്യാ എന്നാ കാക്കനോട് ചോദിക്കാം, ഞാൻ താത്തനോട് ചോദിക്കാം, പിന്നെ പരിപാടി കണ്ടില്ലേ. ഈ 2 മൂത്തത് കല്യാണം കഴിച്ചാലോ? ഒരു കുടുംബത്തിലെ മൂത്ത ചെറുക്കൻ വേറൊരു കുടുംബത്തിലെ മൂത്ത പെണ്ണിനെ പോയി കല്യാണം കഴിച്ച് മുട്ടി നിൽക്കുന്നത് അല്ലേ. ഞാൻ പറഞ്ഞാണോ നീ പറഞ്ഞാണോ ആഴ്ച തീർത്ത തീരൂല കണ്ടില്ലേ. ഈ ബർത്ത് ഓർഡർ എല്ലായിടത്തും പ്രശ്നമായിട്ട് വരുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മുടെ ഈ കുട്ടികളുടെ വളർച്ചയിൽ അവരുടെ ബർത്ത് ഓർഡറിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഇപ്പം ഈ എഴുതി തന്ന സാധനത്തിലും അതാ ഉള്ളത്. ഈ ഉമ്മ ഉപ്പ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ സ്നേഹിക്കുന്നു എന്ന് കുട്ടി അറിയുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ സ്നേഹം നിങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, എന്തും കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുക, എന്ത് കുട്ടി പറഞ്ഞാലും സാധനം വാങ്ങിക്കൊടുത്ത് കുട്ടിയെ സ്നേഹിക്കുക. പക്ഷെ കുട്ടിക്ക് മനസ്സിലാവണ്ടേ എൻ്റെ ഉപ്പാക്ക് സ്നേഹമുണ്ട്, എൻ്റെ ഉമ്മാക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് കുട്ടി എപ്പോഴാണ് മനസ്സിലാക്കുക? അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാ കാര്യങ്ങൾ? ഒന്ന്, നിങ്ങളുടെ പെരുമാറ്റം, സംസാരം, സ്വഭാവം. പെരുമാറ്റത്തിൽ സ്നേഹം പ്രകടിപ്പിക്കണം, സ്വഭാവത്തിൽ സ്നേഹം പ്രകടിപ്പിക്കണം, സംസാരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കണം. കണ്ടോ, ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഐ ലവ് യു. കുട്ടി വീട്ടിൽ വന്ന് പറയാണ്, ഉമ്മ എൻ്റെ സ്കൂളിൽ ഒരു കുട്ടീനോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുക, പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണോ പറഞ്ഞതെന്ന് അല്ലേ. ഇത് പ്രേമിക്കണ ചെറുക്കൻ പ്രേമിക്കുന്ന പെണ്ണിനോട് പറയുന്ന വാക്കാണ് ശരിക്കെന്ത്? ഐ ലവ് യു. ശരിക്കും ഐ ലവ് യു പറയേണ്ടത് ആരാ? ഞാനത് പറഞ്ഞു, യൂറോപ്യൻസിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അതെന്തായിരിക്കും? അവരെ കരുത്ത് പഠിക്കുന്ന പാടുന്നത് അവരിങ്ങനെയാണ്, വിഷ് ചെയ്യും അല്ലേ, താങ്ക് യു പറയും അങ്ങനല്ലേ. അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവർക്കുണ്ട്. നമ്മളോ, നമ്മുടെ സ്വഭാവം, പെരുമാറ്റം, സംസാരത്തിൽ എത്ര പേര് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് എത്ര പേര് പറയാറുണ്ട്? ഞാൻ നേരത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം പറഞ്ഞു. മകളെ റസൂൽ വിളിച്ചത് മോളെ എന്നല്ല, കരളിൻ്റെ കഷ്ണം എന്നാ സൂചിപ്പിച്ച്. അതിനപ്പുറത്ത് ഒരു വാക്കുണ്ടോ? ഉണ്ടോ? നിങ്ങൾ നോക്കൂ, പ്രകടിപ്പിക്കുകയാണ് സ്നേഹം. ഇത് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാണ്. എനിക്ക് ഇഷ്ടമാണോ തന്നെ എന്ന് എത്ര പേര് മക്കളോട് പറയാറുണ്ട്? ഒരുമയും പറയാറില്ല അല്ലേ. നോക്കൂ, എന്നും രാവിലെ ഭക്ഷണം പാത്രത്തിലാക്കി ഉച്ചക്ക് ലഞ്ചിന് വേണ്ടി കഴിക്കാൻ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഉമ്മ, എന്നും രാവിലെ എണീറ്റ് ഉമ്മ ഭക്ഷണം ഈ പാത്രത്തിലാക്കി കുട്ടിക്ക് ബാഗിൽ വെച്ച് കൊടുക്കും.
കുട്ടി ചെറിയ കുട്ടി 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ. ഒരു ദിവസം ഉമ്മ എഴുന്നേൽക്കാൻ അല്പം വൈകിപ്പോയി. ചോറ് വെന്തില്ല, കറി ശരിയായില്ല. ഉമ്മക്ക് മനസ്സിലായി കുട്ടി സ്കൂൾ ബസ് വരുന്നതിന് മുമ്പ് ചോറാവില്ല. ഈ കുട്ടി എന്ത് ചെയ്യും? ഉമ്മ ചെയ്ത പണി രാവിലത്തെ ചപ്പാത്തി, ഉമ്മ ചപ്പാത്തി കഴിക്കാതെ 3 ചപ്പാത്തി എടുത്ത് മടക്കി ഈ ടിഫിൻ ബോക്സിൽ വെച്ചു. ഈ ചപ്പാത്തിക്ക് കൂട്ടാൻ കറിയില്ല, രാവിലത്തെ കറിയൊക്കെ തീർന്നു പോയി. അപ്പോൾ ഉമ്മ ഇത്തിരി ഉള്ളി എടുത്തിട്ട് സവാള എടുത്തിട്ട് വഴറ്റി അതും അതിൽ വെച്ചു. ഉച്ചക്ക് വിശന്ന കുട്ടി ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ കാണാൻ ചപ്പാത്തി. ചപ്പാത്തി രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഉച്ചയായി കഴിഞ്ഞാലുള്ള അവസ്ഥ ഞങ്ങളോട് പറയണ്ടല്ലോ. അപ്പോൾ ഈ കുട്ടിക്ക് ചപ്പാത്തി ഇഷ്ടമല്ല, പക്ഷെ ഉമ്മക്ക് വേറെ നിവൃത്തിയില്ല, കുട്ടി പട്ടിണി എടുക്കേണ്ടി വരും. അപ്പോൾ ഉമ്മ ഈ ചപ്പാത്തി വെച്ച് ഉള്ളി വെച്ചു. അപ്പോഴാണ് ഉമ്മ ചിന്തിച്ചത്, പടച്ചോനെ ഇത് സ്കൂളിൽ പോയിട്ട് തുറന്നാൽ എൻ്റെ മോള് പ്രശ്നം ഉണ്ടാക്കും, അവൾ കഴിക്കാതിരിക്കും, പട്ടിണിയാകും, അവൾക്ക് ദേഷ്യം വരും. ഉമ്മ എന്ത് ചെയ്തെന്നറിയോ? ചപ്പാത്തി വെച്ചു, ഉള്ളിയൊക്കെ ഒരു സൈഡിൽ വെച്ച് ചെറിയൊരു കടലാസിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചു. അതിൽ വെച്ചു, പൊന്നു മോളെ, ഉമ്മ എഴുന്നേൽക്കാൻ അല്പം വൈകിപ്പോയി, ഇതേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഉമ്മാൻ്റെ സ്നേഹം ചേർത്ത് മോളിത് കഴിക്കണം. ഇതാണ് കത്ത്. ചെറിയൊരു പേപ്പറുണ്ട്, ഉമ്മാൻ്റെ സ്നേഹം ചേർത്ത് നീ ഇത് കഴിക്കണം. കഴിഞ്ഞു. കുട്ടി ഉച്ചക്ക് വിശന്ന് വന്ന് എല്ലാവരും ടിഫിൻ ബോക്സ് തുറന്നു. കുട്ടി ടിഫിൻ ബോക്സ് തുറന്നുമ്പോൾ കാണുന്നത് ഉണക്ക ചപ്പാത്തി. സ്വാഭാവികമായിട്ട് കുട്ടിക്ക് ദേഷ്യം വന്നു. എന്താ ഉമ്മ ചെയ്തത്? ചപ്പാത്തിയിലുണ്ട് ഒരു ലവ് ലെറ്റർ. ലവ് ലെറ്റർ തരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ തന്നെ വേറെ അല്ലേ? ഒരു ലവ് ലെറ്റർ. ഉമ്മാൻ്റെ എടുത്ത് നോക്കിയപ്പോൾ കുട്ടീൻ്റെ കണ്ണ് നിറഞ്ഞു, സങ്കടം വന്നു. കുട്ടി അത് മുഴുവൻ തിന്നു കഴിഞ്ഞ് പാത്രം തിരിച്ചുകൊണ്ട് ചുമ്മാ വൈകുന്നേരം വന്നപ്പോൾ ഉമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുക, പ്രശ്നമാവോ? ഭക്ഷണം കിട്ടാത്ത പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടായില്ല. കുട്ടി വളരെ ഹാപ്പിയാണ്. കുട്ടി ടിഫിൻ ബോക്സ് അവിടെ വെച്ചു. ഇത് കഴുകാൻ വേണ്ടി ഉമ്മ തുറന്നു നോക്കിയപ്പോൾ ലവ് ലെറ്റർ കിട്ടിയാൽ എന്താ സാധാരണ രീതിയിൽ ചെയ്യേണ്ടത്? നിങ്ങൾ ആള് കുഴപ്പമില്ലല്ലോ. ലവ് ലെറ്റർ കിട്ടിയവന് മറുപടി കൊടുക്കണമല്ലോ അല്ലേ? ആ പാത്രത്തിലുണ്ട് അതേപോലത്തെ ഒരു കത്ത് കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ആ കത്ത് ഇങ്ങനെയാണ്: ഉമ്മ, ഇത്രയും കാലത്തിന് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും രുചിയുള്ളൊരു ഭക്ഷണം കഴിച്ചത്. കാരണം അതിൽ ഉമ്മാൻ്റെ സ്നേഹം ഉണ്ടായിരുന്നു. ഉണ്ടോ നിങ്ങൾ? ഇതാണ് പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞത്. നമ്മളെന്താ ചെയ്യുക? നമ്മൾ ചപ്പാത്തി വെച്ചിട്ട് പറയും, ചപ്പാത്തി വെച്ചിട്ട് മരയൊക്കെ തിന്നോളാം, എൻ്റെ സ്വഭാവം എനിക്കറിയില്ല. കുട്ടി പേടിച്ച് ആകെ പ്രശ്നമായി അല്ലേ? ആ ചപ്പാത്തി വായിലിടുമ്പോൾ കുട്ടീൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. പടച്ചോൻ എൻ്റെ ഒരു ഉമ്മ. എന്തൊരു സ്ട്രാറ്റജിയാന്ന് നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായി ഡീൽ ചെയ്യാൻ നോക്കൂ. അപ്പം ഇത്ര പണിയുള്ളൂ. അപ്പം ഈ സ്നേഹം കുട്ടി സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാത്തടത്തോളം കാലം നിങ്ങൾ സ്നേഹിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ കുട്ടി ഇപ്പം ഈ ഉമ്മ എഴുതി തന്ന പ്രശ്നം ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ്. മൂത്ത കുട്ടികൾ കംപ്ലൈൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് മോള് മതി, ചെറുത് മതി എന്ന് കംപ്ലൈൻറ്റ് ചെയ്യും. കാരണം എന്താ അറിയോ? മൂത്ത കുട്ടി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉമ്മാൻ്റെ പാൽ കുടിച്ചത് ഓർമ്മയുള്ളവരൊന്ന് കൈപോക്കി. ഉമ്മാൻ്റെ മുലപ്പാൽ കുടിച്ചത് ഓർമ്മയുള്ള ആൾക്കാരൊന്ന് കൈപോക്കി. ഓർമ്മയില്ലേ? നിങ്ങൾ ശരിക്കും കുടിച്ചണോ? ആര് പറഞ്ഞു? ഫോട്ടോ ഉണ്ടോ? 3 വയസ്സൊക്കെ കുടിച്ചിട്ടുണ്ട്. തെളിവുണ്ടോ? നിങ്ങൾക്ക് ഫോട്ടോ വല്ലതും ഉണ്ടോ? ഇല്ല. ഓ, ചെറിയ ഓർമ്മ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും ഓർമ്മ ഉണ്ടോ? മധുരാണോ കയ്പാണോ പുളിയാണോ? ഒന്നുമില്ലേ? ന്യൂട്രലാണ്. നിങ്ങൾക്ക് പാലിൻ്റെ തിന്ന് നോക്കണം. ഉമ്മ പറ്റിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉണ്ടോ? പച്ചവെള്ളം തിന്നിട്ട് പറ്റിച്ച് ഇളയത് എന്നെ എന്തോ ഒരു പറ്റിക്കൽ നടന്നിട്ടുണ്ട്. ഉമ്മനോട് ഒന്നുകൂടി നിങ്ങൾ ചോദ്യം ചെയ്യണം. പച്ചവെള്ളം തിന്നിട്ട് പാലാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? നിങ്ങളുടെ ഉമ്മ നിങ്ങളെ കൊഞ്ചിച്ചത്, ഉമ്മ വെച്ചത്, നിങ്ങളുടെ കൂടെ നടന്നത് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. മൂത്ത കുട്ടി എന്താ കാണുക? ഇതങ്ങ് വലുതായി. ഇത് വലുതാകുമ്പോൾ ഉമ്മാൻ്റെ സ്റ്റൈൽ മാറി. മൂത്ത കുട്ടിയോട് ഉമ്മ വേറെ സ്റ്റൈലിലാണ് അല്ലേ? ഭീഷണിപ്പെടുത്തലാണ്. ആ വീട്ടിൽ തന്നെ ചെറിയ കുട്ടി ഉണ്ടാവും. ആ കുട്ടി നമ്മൾ കൊഞ്ചിക്കുന്ന പ്രായമാണ്. ഇതിന് കൊഞ്ചിച്ച പോലെ നമ്മൾ അവനെ കൊഞ്ചിച്ചിട്ടുണ്ട്. പക്ഷെ അവനത് അറിയോ? അവനറിയോ? ഇല്ല. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. 8th പഠിക്കുന്ന കുട്ടിയെ, പെൺകുട്ടിയാ. റെഡി? ഈ പെൺകുട്ടി ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഈ ബാപ്പ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇയാള് പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് മക്കളെ CBSE ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ചേർത്തത്. കാരണം ഇയാൾക്ക് ഇംഗ്ലീഷ് പറയാൻ തന്നെ ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. ഇപ്പം മക്കളൊക്കെ ഇംഗ്ലീഷ് പറയണം. CBSE ചേർത്തു. മകള് LKG മുതൽ CBSEയിലാണ് പഠിച്ചത്. അവൾ വലിയ നിലയില്ല. 8ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറയുന്നതൊന്നും വാപ്പാക്ക് മനസ്സിലാവുന്നില്ല, വാപ്പ പറയണതൊന്നും കുട്ടിക്കും മനസ്സിലാവുന്നില്ല.
അപ്പോഴാണ് ഇയാൾ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, മോള് CBSE ആണ്, നല്ല ഇംഗ്ലീഷാണ് സാറേ അവള്. ഇയാൾ പറയാ. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്. അവൾ പറയണത് എനിക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ നോക്കി, നിങ്ങൾ വലിയ പ്രൊഫസറൊക്കെ അല്ലേ, നിങ്ങൾ നോക്കി മനസ്സിലാവുണ്ടോ. കുട്ടി വരികയാണ്, നല്ല വെൽ ഡ്രസ്ഡ്, നല്ലൊരു മോള്. അവൾ വന്ന് എൻ്റെ അടുത്തിരിക്കുകയാണ്. ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ പറ്റി എന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുടെ ആദ്യത്തെ ചോദ്യമാണ് ഹൂ ആർ യു. ഇത് ചോദിക്കുക നിങ്ങൾ ആരാ, ഞാൻ ആരാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ആളല്ലേ, ശരി, നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അവൾ പറഞ്ഞു തുടങ്ങി യു നോ മൈ പാരൻസ് ആർ സിറ്റിംഗ് ഔട്ട് സൈഡ്. ഞാൻ പറഞ്ഞു യെസ്. എന്നിട്ട് ആ കുട്ടി എന്നോട് പറയാ പിന്നെ ഡു യു നോ ദാറ്റ് ദേ ആർ ലിവിങ് ഇൻ 20th century. ഒരു ജീവിക്കണത് 20ാം നൂറ്റാണ്ടിലാണ് സാറേ. എന്നിട്ട് ആ കുട്ടി ഇനിയും കൂടി ചേർത്തു വി ആർ ലിവിങ് ഇൻ 21st century. ദാറ്റ് ഞാനും ചേർന്നല്ലോ, ഞാൻ കുടുങ്ങില്ലേ. ഇനിയിപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ആ 20ാം നൂറ്റാണ്ട്. യെസ് വി ആർ ലിവിങ് ഇൻ 21st century. യെസ്. എന്നിട്ട് അവളുടെ ചോദ്യം, അടുത്ത ചോദ്യമാണ്, പിന്നെ എന്നോട് ചോദിക്കുകയാണ് ഹൗ ക്യാൻ ഐ ലിവ് വിത്തൗട്ട് എ മൊബൈൽ ഫോൺ. നിങ്ങൾക്കും എനിക്കൊക്കെ എങ്ങനെ മൊബൈൽ ഫോണിൽ ജീവിക്കാൻ പറ്റുക. ഹൗ ക്യാൻ ഐ ലിവ് വിത്തൗട്ട് എ കണക്ടിവിറ്റി. കം ഓൺ ടെൽ മീ. ഞാൻ ആ കുട്ടിയോട് എന്താ പറയുക. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, അവൾ പറയണത് എനിക്കും മനസ്സിലാവില്ല. പാപ്പാക്ക് മാത്രമല്ല മനസ്സിലാവാത്തത് അല്ലേ, ഇതാ പാപ്പാക്ക് മനസ്സിലാവാത്തത്. ഇനി ആ കുട്ടി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി ഇങ്ങനെ വർത്താനം ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയോട് പറയും എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ഉപ്പാക്കും ഉമ്മക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇതിങ്ങനെ പൊട്ടി തേങ്ങണ്ടായി ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് എന്തെങ്കിലും ഒന്ന് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതിങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ കേട്ടപ്പോൾ ഈ കുട്ടി ആകെ ഡിസ്റ്റർബ്ഡായി. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടി എന്നോട് ചോദിച്ചു ആർ യു ഷുവർ, വാപ്പക്കും ഉമ്മക്കും നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി എന്നോട് ചോദിക്കും ആർ യു ഷുവർ. ഞാൻ പറഞ്ഞു യെസ് ഡെഫിനറ്റ്ലി ഐ എം ഷുവർ. അപ്പോൾ ആ കുട്ടി എന്നോട് പറയാം ക്യാൻ യു പ്രൂവ് ഇറ്റ്. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ. കുടുങ്ങിയില്ലേ. ഇവിടെ സ്നേഹിച്ചതിന് എന്തെങ്കിലും തെളിവ് കൊടുക്കാൻ പറ്റുമോ, വല്ല പഞ്ചായത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റോ വില്ലേജ് ഓഫീസ് സർട്ടിഫിക്കറ്റോ കിട്ടുമോ. കുടുങ്ങിയില്ലേ, പെട്ടില്ലേ. ഈ കുട്ടി ചോദിക്കുക നിങ്ങൾ എന്നെ സ്നേഹിച്ചു എന്നതിന് തെളിവ് തരൂ. ഇപ്പം ഈ ഉമ്മ എഴുതി തന്ന കത്തിലും അതാണുള്ളത്. എന്നെ നിങ്ങൾ സ്നേഹിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, എന്നെ മടിയിൽ വെച്ചിട്ടുണ്ട്, എന്നെ തലയെ കയറ്റിയിട്ടുണ്ട്, മൂത്ത മോനെയുള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നുണ്ടാവുക. പിന്നെ വാപ്പയും തിരക്ക് കൂടി 25 to 30 ഇദ്ദേഹം ആദ്യത്തെ വാപ്പയായത്. അന്ന് അദ്ദേഹത്തിന് തിരക്കൊന്നുമില്ല, ഏതോ കമ്പനി ചെറിയൊരു ജോലി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ കുറേ സമയം ബാക്കിയുണ്ടാവും കുട്ടിയെ കളിപ്പിക്കാൻ. 3ാമത്തെ കുട്ടിയായപ്പോഴേക്ക് പുള്ളി തിരക്കായി. ഓഫീസിൽ അന്ന് ചെറിയ ജോലിയായ ആൾ സൂപ്രണ്ടായി, സൂപ്രണ്ട് പിന്നെ മാനേജറായി. നമ്മൾ തിരക്ക് പിടിച്ചു. 3ാമത്തെ കുട്ടി നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇവൻ ക്ലെയിം ചെയ്യണത് എന്താ, നമ്മളെ നോക്കിയില്ല എന്ന്. അതിൻ്റെ കാരണം എന്താ, നമ്മൾ സ്നേഹിച്ചു എന്ന് കുട്ടിക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഇത് ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി ഈ കുട്ടിയോട് നമ്മുടെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, നമ്മുടെ സ്വഭാവത്തിലൊക്കെ സ്നേഹം പ്രകടിപ്പിക്കലാണ് ഏറ്റവും നല്ല മാർഗം. നിങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങളുടെ കുട്ടി അറിയണം. ഞാനിപ്പോൾ പറഞ്ഞ കുട്ടി എൻ്റെ അടുത്ത് വരുന്നത് കൊറോണയ്ക്ക് മുമ്പാണ്. ഈ 8ാം ക്ലാസ്സിലെ കുട്ടി. ഈ കുട്ടി വരുന്നത് ഒരു മഴക്കാലത്താണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നല്ല മഴയാണ്. അപ്പം ഞാൻ ഈ കുട്ടിയെ കണ്ട് വീട്ടിലേക്ക് എത്തി. എൻ്റെ വൈഫും ഞാനും ഉറങ്ങാൻ കിടന്നു. അന്ന് എൻ്റെ ചെറിയ മോന് പിന്നെ കൊറോണൻ്റെ മുമ്പാണ്, ചെറിയ മോന് 2 വയസ്സ് ഇങ്ങനെ കൊറോണയുടെ മുമ്പുള്ള സമയമാണ്. ആ സമയമാണ്. അപ്പം രാത്രി മഴ പെയ്ത് കാറ്റടിച്ച് ഇടി വെട്ടി കറണ്ട് പോയി. മഴക്കാലമാണ്, ഭയങ്കര ചൂട്. മോൻ എണീറ്റു തൊട്ടിലേന്ന്. കറണ്ടില്ല, കറണ്ട് കുറേ നേരത്തെ പോയി, ഇൻവേർട്ടറൊക്കെ തീർന്ന്. ഈ ഫാൻ 5-ൽ കറങ്ങാത്ത കുട്ടി ഉറങ്ങൂലല്ലോ മഴക്കാലത്തും. അപ്പോൾ ഈ ഫാന് കറങ്ങാതെ നിന്നപ്പോൾ കുട്ടി ഉറക്കം നിർത്തി. ഇവൻ എഴുന്നേറ്റു. രാത്രി 1:30 മണിക്ക് എൻ്റെ ഭാര്യ എഴുന്നേറ്റ് എൻ്റെ മോനെടുത്ത് തോളിലിട്ട് തട്ടിയിട്ടൊന്നും ഉറങ്ങുന്നില്ല. കാരണം എന്താ, ഇവന് കാറ്റില്ല, ചൂടെടുക്കുകയാണ്. അപ്പോൾ അവൾ ഒരു ചട്ട എടുത്ത് ഇങ്ങനെ വീശാൻ തുടങ്ങി. അവന് 1:30 മണിക്ക് കുറേ ഇങ്ങനെ വീശി പോകുമ്പോൾ പതുക്കെ ഇങ്ങനെ ഉറങ്ങും. അവളുടെ കൈ കഴിക്കുമ്പോൾ വീശൽ കുറയുമ്പോൾ അവൾ എഴുന്നേൽക്കും. ഫാൻ 5-ൽ കറങ്ങണമല്ലോ. അപ്പോൾ ഞാൻ അവൾ 2 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാനൊന്ന് നോക്കട്ടെ. ഞാനെടുത്തിട്ട് ഞാൻ നല്ല വീശിയപ്പോൾ 5 കറങ്ങി ഫാന്. അപ്പോൾ അവൻ ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വൈഫ് ഇങ്ങനെ ഇരിക്കുക കണ്ണെന്ന് പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു എടി ആ ഫോണെടുത്ത് വീഡിയോ എടുക്ക്. അപ്പോൾ അവൾ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ പ്രാന്ത, രാത്രി 2 മണിക്ക് വീഡിയോ. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ മോൻ ചോദിക്കുന്ന ആളെ 8 പഠിക്കുമ്പോൾ ക്യാൻ യു പ്രൂവ് ഇറ്റ്, കാണിച്ചു കൊടുക്കണം. ദാ ഉപ്പ വീശുന്നു. എന്താ കുട്ടിക്ക് വേണ്ടത് ഓഡിയോ വീഡിയോ തെളിവാണ്. നിങ്ങൾ ഇതുണ്ടാ സ്നേഹിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം കുട്ടിയോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കുട്ടിക്ക് നിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചിരുന്നു. നിങ്ങൾ കണ്ടല്ലോ ഈ അബുദാബിയിൽ നിങ്ങൾ നോക്ക്, ഇവിടെ നിങ്ങൾക്ക് എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക
ഈ മ്യൂസിയംസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹെറിറ്റേജ് മ്യൂസിയം, വേറെ മ്യൂസിയം. എന്തിനാ ഈ മ്യൂസിയം? ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കാണുന്ന 1980 കടലിൽ പോയി മീൻ പിടിച്ച് അത് ഉണക്കി വിറ്റ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിരുന്ന അറബികളെ മക്കൾ ഇന്ന് അമ്പരചുംബികരായ ബിൽഡിങ്ങും കണ്ട് വളരെയാണ്. ഈ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. ഇതുപോലെ ഈ കുട്ടിയെ ഇരുത്തി ഇവനെ സ്നേഹിച്ച കഥകളും ഇവൻ്റെ കാര്യങ്ങളുമൊക്കെ ഇവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവന് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകും. എല്ലാത്തിടത്തോളം കാലം പിന്നെ ഈ മൂത്തയാൾക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഫസ്റ്റ് ചൈൽഡിനെ വളർത്തിയപ്പോൾ ഇൻഎക്സ്പീരിയൻസ് കൊണ്ടുണ്ടായ വീഴ്ചകളുടെ പാരൻ്റൽ ഗിൽറ്റിനുള്ള റെമഡി എന്താണ്? പിന്നെ ജനറലി മോസ്റ്റ്ലി എല്ലാ മദേഴ്സും ഫേസ് ചെയ്യുന്നുണ്ട് ഈ പാരൻ്റൽ ഗിൽറ്റ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അത് ഈ സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്ന ഒരു ഹാർമോണിക് ഇംബാലൻസിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഗിൽറ്റ് ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ. കുട്ടികളെ വളർത്തിയത് നമുക്കൊരു ഗിൽറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ കുട്ടിയെ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ നോളജും വെച്ച് മാക്സിമം നമ്മൾ വളർത്തിയിട്ടുണ്ട്. അതിൽ ഗിൽറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്നാമത്തെ കുട്ടി ജനിച്ചപ്പം അവളുടെ കുട്ടിയുടെ ഉപ്പാൻ്റെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, ദരിദ്രനായിരിക്കും. മൂന്നാമത്തെ കുട്ടി ജനിച്ചപ്പോൾ ഉപ്പ പണക്കാരനായിരിക്കും. നമ്മൾ ഗിൽറ്റ് കൊണ്ടെന്ന കാര്യം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു കുട്ടിയെയും സ്നേഹിക്കാതെ ഒരു ഉമ്മയും കടന്നുപോലെ ഏറ്റവും മനോഹരമായ സാധനം ഉമ്മാൻ്റെ സ്നേഹമാണ്. അപ്പോൾ അതിൽ ഗിൽറ്റിൻ്റെ ഒരു കാര്യമേ ഇല്ല. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കാലഘട്ടത്തിൽ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കുട്ടിയായപ്പോൾ മൂന്നാമത്തെ കുട്ടിയുടെ കാലഘട്ടത്തിൽ കൊടുക്കാനുണ്ട്. ഈ പാരൻ്റൽ ഗിൽറ്റ് ഉണ്ടായാലൊരു പ്രോബ്ലം എന്താണെന്നറിയോ? വലിയ കോംപ്രമൈസിലേക്ക് പോകും. മൂത്ത കുട്ടി എന്ത് ചെയ്താലും ഞാൻ അവനെ പണ്ട് ആദ്യം മൂത്ത കുട്ടി ആയതുകൊണ്ട് തല്ലിയത് കൊണ്ടാണ് അവരിങ്ങനെ ആയത്. അപ്പോൾ ഇത് നമ്മളൊരു കോംപ്രമൈസിലേക്ക് പോകും. അത് ആ കുട്ടിയുടെ വളർച്ചയെ, സ്വഭാവത്തെ പ്രതികൂലമായി ബാധിക്കും. ഇനി ചെറിയ പ്രായത്തിൽ പ്രോബ്ലം ഇല്ലാത്ത കുട്ടികൾ 20 വയസ്സിന് ശേഷം കൂട്ടുകെട്ടിൽ കുടുങ്ങി പ്രയാസം അനുഭവിക്കുന്ന പാരൻസിനോട് എന്താണ് പറയാനുള്ളത്? അവരെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണം? ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇന്ന് ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്, ഇതെല്ലാം കൂടി പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ച് ഇങ്ങനെ ആൻസർ ചെയ്യുന്നത്. പിയർ പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പിയർ പ്രഷർ എന്താ? പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിയർ എന്ന് പറഞ്ഞാൽ ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ എന്നാണ്. ഇതിനുള്ള വലിയ മാർഗമാണ് ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. കൂട്ടുകെട്ട് ഏറ്റവും പ്രധാനമാണ്. എങ്ങനെ നിങ്ങൾ കുട്ടീനെ പോറ്റിയിട്ടും കാണില്ല. ഞാൻ ഈ പറഞ്ഞ എല്ലാ മെത്തേഡും യൂസ് ചെയ്ത് നിങ്ങൾ എത്രയൊക്കെ കുട്ടികളെ പഠിത്തനും കാര്യമില്ല. കുട്ടിയുടെ സുഹൃത്ത് ആരാണോ ആ സുഹൃത്ത് കുട്ടിയുടെ സ്വഭാവത്തെ, പെരുമാറ്റത്തെ ബാധിക്കുന്നു. ഒരു മനുഷ്യൻ അവൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലായിരിക്കുമെന്നാണ് ചൊല്ല്. എന്താണോ അവൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും നല്ലൊരു മാർഗം തരണം നിങ്ങൾക്ക്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു സ്ലൈസ് ഉണ്ട്. ഇവിടെ CRE ക്ലാസ്സുകൾ, ഇവിടുത്തെ പ്രോഗ്രാമുകൾ, ഇതിലൊക്കെ നിങ്ങളുടെ കുട്ടികളെ ഉൾപ്പെടുത്തുകയും ഇവിടെ വരുന്ന നിസ്കരിക്കുന്ന നല്ല സ്വഭാവമുള്ള കുട്ടികളുമായിട്ട് അവരെ കൂട്ടുണ്ടാക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ വലിയൊരു തെറ്റിലേക്കൊന്നും പോവാതെ ഈ രൂപത്തിലായി കിട്ടിയതിനുള്ള കാരണം എന്താ? ഇത്തരം പള്ളികളുമായി ബന്ധപ്പെട്ടുണ്ടായ അന്ന് MSM ഒക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ ഉണ്ടാവും, കണ്ടില്ലേ? വിസ്ഡം യൂത്ത്, വിസ്ഡം സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഇതിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്താൻ ആളുണ്ടാവും. നമ്മുടെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ തിരുത്താൻ ഒരാൾ വേണ്ടേ? അവനല്ലേ സുഹൃത്ത്. നമ്മൾ കഞ്ചാവ് ഉപയോഗിക്കുമ്പം എനിക്കും താടാ എന്ന് പറയുന്ന ആളല്ലല്ലോ സുഹൃത്ത്. അതിനെ തിരുത്താൻ ആൾ വേണം. നിങ്ങളുടെ കുട്ടി ദീനീപരമായിട്ടുള്ളൊരു ഒരു സംഘടനയിൽ കുട്ടി പ്രവർത്തിച്ചുണ്ടാകുന്നൊരു ഗുണം എന്താണെന്ന് അറിയോ? ഇതിനെ പരസ്പരം തിരുത്താനാണ്. നീക്ക് അത് അങ്ങനെ ചെയ്യരുത്, നീ അത് അങ്ങനെയല്ല എന്ന് പറയാൻ ആളുണ്ടാവും. നാളെ 11-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ്. കേരളത്തിൽ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു സംഗമം, ധർമ്മസമരം എന്ന് പറഞ്ഞ വലിയൊരു സംഗമം നടക്കുകയാണ്. കുട്ടികളാണ് അതിൽ വരിക. കംപ്ലീറ്റ് ഓർഗനൈസേഷനും ചെറുപ്പക്കാരാണ്. എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്, അതിൻ്റെ എവറിത്തിങ് ചെറുപ്പക്കാരാണ്. അതിൽ താടി നരച്ച, മുടി നരച്ച ഒരാളും ഇടപെടുന്നില്ല. കുട്ടികൾ തന്നെ പ്ലാൻ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, ആപ്പ് ഉണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നു, അതിന് അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നു. എന്ത് മനോരമ നടക്കുന്നുണ്ട്. ഈ കുട്ടികൾ ഒരിക്കലും തെറ്റിപ്പോകും. ഇവർ ചർച്ച ഇതാണ്, ഇനി വരുന്നൊരു തലമുറ ഇപ്പം ഈ മയക്കുമരുന്നിനെതിരെ സംസാരിക്കുന്ന ഒരാൾക്ക് മയക്കുമരുന്നിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ കുട്ടി ഒരു കൗമാരപ്രായത്തിലെത്തുമ്പോൾ മുതൽ ഈ കുട്ടിയെ നിങ്ങളിങ്ങനെ പിടിച്ചു നിർത്താതെ നല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കാനുള്ള എൻവിയോൺമെൻറ്റ് ഒരുക്കി കൊടുക്കുക. അവനെ കൊണ്ടുപോയിട്ട് നീ വാടാ, നിനക്ക് 3 കൂട്ടുകാർ മതി, ഉമ്മ തരാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉമ്മക്ക് കൊടുക്കാൻ കഴിയില്ല. ആ എൻവിയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കുട്ടിയെ
പള്ളിയുമായി, പള്ളിയുടെ പ്രവർത്തനങ്ങളുമായി, ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുമായി, നല്ല ഗ്രൂപ്പുമായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്യുക. അപ്പോൾ ഈ കുട്ടികൾ പറയും, സുബൈക്ക് പള്ളിയിൽ കയറുന്ന കുട്ടി നിങ്ങളെ കുട്ടിയെ നിന്നിന്ന് കണ്ടില്ലല്ലോ എന്ന് പറയും. നോക്കൂ നിങ്ങൾ, ഒരു ദിവസം സുബൈക്ക്, നമ്മളൊക്കെ സുബൈക്ക് ഡെയിലി പോകുന്ന പള്ളി, ഒരു ദിവസം നമ്മളെ കണ്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പം 2 ദിവസമായിട്ട് സുബൈക്ക് പള്ളി കാണാത്തതിന് ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ എൻ്റെ ഇത് ഓണാക്കി നോക്കിയ മെസ്സേജ് ഉണ്ട്. എന്തു പറ്റി? എന്നെ പള്ളി കാണാത്തതിന് പള്ളി താളാഴ്ച എന്തു പറ്റി? ഞാൻ ചോദിച്ചു, ഒന്നും പറ്റിയില്ല. അല്ല, എവിടെ പള്ളി കണ്ടില്ലല്ലോ. 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ അവിടുന്ന് പോകുന്നത് ഇപ്പോൾ ഇന്നലെ മിനിയാന്ന്, 2 ദിവസമായിട്ടുള്ളൂ. ഇന്ന് മെസ്സേജ് അയച്ചു, എന്തു പറ്റി? അപ്പം നമുക്കൊരു കാര്യമുണ്ട്, ഇനി പള്ളി പോകാൻ പറ്റില്ല. അവർ ഇനി നമ്മളെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അവർ തെരഞ്ഞു വീട്ടിൽ വരും. അല്ല, എന്തെങ്കിലും പള്ളി കണ്ടില്ലല്ലോ, മനക്കടായില്ലേ, പള്ളി പോയേ പറ്റൂ. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ പള്ളിയുമായി. അങ്ങനെ കുട്ടിയെ ബന്ധപ്പെടുത്തിയാൽ ഇത്തരം സംഘങ്ങളിൽ എത്ര ചെറുപ്പക്കാർ കുട്ടികൾ, നിങ്ങൾ പിന്നെ മൊബൈലെടുത്ത് നോക്ക്. ഇന്ന് നടക്കുന്ന നാളെ നടക്കാൻ പോകുന്ന ധർമ്മസമരവുമായി ബന്ധപ്പെട്ട്, ഇന്ന് അവസാനിച്ച സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് എത്ര ഒരു താടിരോമം നിറച്ച എത്ര ആൾക്കാരാണ് നിങ്ങൾ നോക്കിയാൽ. കമ്പളി ചെക്കന്മാർ, ചെറുപ്പക്കാരല്ലേ, അവരെന്തുകൊണ്ട് അതിൽ എത്തിപ്പെട്ടു? ആ എത്തിപ്പെടാൻ കാരണം ആ എൻവയോൺമെൻറ്റിലേക്ക് കുട്ടിയെ നമ്മൾ തള്ളിവിടുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഈ സ്മോക്കിംഗ് ഉണ്ട്, ഇവിടെ മയക്കുമരുന്നുകളുണ്ട്, ഇവിടെ എല്ലാറ്റിനുള്ള അവസരമുണ്ട്, അതിൻ്റെ കൂടെ നന്നാവാനുള്ള അവസരമുണ്ട്. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇനി നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങളുടെ കുട്ടികൾക്ക്, മദ്രസ കുട്ടികൾക്ക് ഒരു ക്ലാസ് ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഞാൻ ദുബായ് ഭാഗത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ഇത്തരം ക്ലാസ്സുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഏവരെയും ഇതുപോലെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.